Good morning everyone. So ഇത് നമ്മുടെ ഒരു സ്പെഷ്യൽ ഗൈഡഡ് ടോക്ക് ആണ്. ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കാം. എടുക്കുന്നതും പുറത്തേക്ക് റിലീസ് ചെയ്യുന്നതും ഇതിലെ ഓരോ സെല്ലുകളിലും ഓരോ നാസിലും ബാക്കിയുള്ളത് നോക്കിയിട്ട് എൻ്റെ ഒന്നും ഇല്ലല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കരുത്. യു ഷുഡ് ബി ഫുള്ളി ഇമ്മേഴ്സ്ഡ് ഇൻ യുവർ ഓൺ മാപ്പ്. നിങ്ങളുടെ മാപ്പും കൂടെ ഗൈഡിൻ്റെ സെഷൻ എടുക്കുമ്പോൾ നിങ്ങൾ ചെയ്യാം. 1000 ആട്ടുംപറ്റങ്ങളെ പോലെ കുറേ സ്റ്റുഡൻസ് ഉണ്ട്. അസിയയുടെ പ്രോജക്റ്റ് ലോഞ്ച് ഇവിടെയാണ് ഒഫീഷ്യലി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നടത്താണ്. എന്നെ ദൈവം പറഞ്ഞു വെച്ചത് ഇങ്ങനെ ഒരു പർപ്പസിന് വേണ്ടിയായിരുന്നു. സാർ തിരിച്ചറിയുന്നുണ്ടോ? Reply that and ഇന്ന് നമുക്ക് നമ്മുടെ സെഷനിലേക്ക് വരാം. റെഡിയാണോ എല്ലാവരും? സൂമിൽ 500 പേര് എത്തിയിട്ടുണ്ട്. സൂമിൽ നിറച്ച് ഞങ്ങളെ സന്തോഷിപ്പിച്ച അങ്ങനെ ഒരു സമ്മാനം തന്ന പാർട്ടിസിപ്പൻസിന് സ്പെഷ്യൽ താങ്ക്സ് അറിയിക്കുകയാണ്. അപ്പോൾ ഏതായാലും 9 വർഷം ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ ആക്ടിവിറ്റി സാധാരണ മെഡിറ്റേഷൻ കഴിഞ്ഞാൽ ഒരു ക്രിയേറ്റീവ് ടാസ്ക് ചെയ്തിട്ട് അതിനുശേഷം എൻ്റെ സെഷനാണ്. ഇന്ന് നമുക്ക് ടാസ്ക് വേറെ എൻ്റെ സെഷൻ വേറെ അല്ല. ഇന്ന് ടാസ്കും സെഷനും ഒരുമിച്ചാണ് പോണത്. അതൊരു ടൈം ലൈൻ തെറാപ്പി പോലെ ഒരു റിഫ്ലക്റ്റീവ് തെറാപ്പി പോലെ പോകാമെന്നുള്ളതാണ്. ഇന്ന് സ്വാഭാവികമായിട്ട് ഒരു 9ാമത്തെ വർഷം എന്ന് പറയുമ്പോൾ ഞാൻ ഇനി എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റിവിറ്റി, സ്പോണ്ടേനിറ്റി, ഇമ്മേഴ്സീവ്നെസ് എന്നൊക്കെ പറഞ്ഞതിനപ്പുറത്തേക്ക് 9 വർഷം എന്ത് സംഭവിച്ചു എന്നും കൂടി പറഞ്ഞത് നല്ലതാണല്ലോ. പുസ്തകം മാത്രം വായിക്കണതിൽ അർത്ഥമില്ലല്ലോ. പുസ്തകം എഴുതിയ ആളെ കൂടി കേൾക്കുമ്പോൾ കുറച്ച് രസമുണ്ടായിരിക്കും ഇത് എങ്ങനെ ഉണ്ടായി പുസ്തകം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മൾ എൻ്റെ ഒരു ലാസ്റ്റ് 9 ഇയേഴ്സിലെ എൻ്റെ ചില ലൈഫ് എക്സ്പീരിയൻസും ഞാൻ അറിഞ്ഞ കാര്യങ്ങളും അനുഭവങ്ങളും അതിൽ നിന്നുള്ള റിഫ്ലക്റ്റീവ് വിസ്ഡംസും ഷെയർ ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ അതിങ്ങനെ പറഞ്ഞു പോകുമ്പം ഓരോ ഇയറാണ് നമ്മൾ എടുക്കണം. ലാസ്റ്റ് 9 ഇയേഴ്സ്. അപ്പോൾ നിങ്ങളുടെ ലാസ്റ്റ് 9 ഇയേഴ്സിൽ എന്ത് സംഭവിച്ചു? അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു കഥ കേൾക്കുമ്പോഴോ ഒരു കാര്യം കേൾക്കുമ്പോഴോ അതുപോലെ റിഫ്ലക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും നമ്മളെ ലൈഫിലുണ്ടായിരിക്കും. നമ്മൾ അതായിട്ട് റിലേറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിങ്ങനെ 2017 നമ്മൾ ടീം തുടങ്ങിയപ്പം എന്ത് സംഭവിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഞാനതിന് കഥ ഇങ്ങനെ പറഞ്ഞുമായിരിക്കും. അതിൽ നിങ്ങൾ പോയിൻറ്റിംഗ് ആയിട്ട് തോന്നുന്നത് നിങ്ങളുടെ ലൈഫിൽ 2017 എന്ത് സംഭവിച്ചു, കണക്റ്റിംഗ് ആവുന്ന സാധനങ്ങൾ നോട്ട് ചെയ്യുന്നു. അങ്ങനെ 17, 18, 19 മുതൽ 2026 വരെ ഓരോ ഡോട്ടുകൾ ഇട്ട് നമ്മളിങ്ങനെ എഴുതി പോകാനും. ഇത് എഴുതി പോയി കഴിഞ്ഞാൽ സംഭവം ഇങ്ങനെ ഓരോ വർഷമായിട്ടായിരിക്കും നമ്മൾ എടുത്തുണ്ടാവുക. പക്ഷേ ഇത് നോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇതെല്ലാം കൂടി കണക്ട് ചെയ്യുമ്പോഴാണ് കണക്റ്റിംഗ് ദ ഡോട്ട്സ് നടക്കുക. പണ്ട് കളിക്കുടുക്കയിൽ മറ്റേ സാധനം വരയ്ക്കലില്ലേ, നമ്മൾ ഇങ്ങനെ വരയ്ക്കും അമ്പടാ ഇതിൻ്റെ ഉള്ളിൽ പൂച്ചൊക്കെ ഉണ്ടായിരുന്നോ, സിംഹം ഉണ്ടായിരുന്നോ, എലി ഉണ്ടായിരുന്നോ തോന്നുന്ന പോലെ ഇതാണില്ലേ നമ്മളെ കൊണ്ട് പടച്ചോൻ വരപ്പിച്ചതെന്ന് നമുക്ക് മനസ്സിലാവുന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ ലൈഫിൽ പടച്ചോൻ ഓരോ പടങ്ങൾ വരപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായല്ലേ? അപ്പം അതുപോലെ ഡോട്ട് കണക്ട് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ കിട്ടും. സോ ലെറ്റ്സ് ബിഗിൻ വിത്ത്. അപ്പോൾ അതിന് മുന്നേ ഒരു കാര്യം കൂടി എനിക്ക് ആദ്യം തന്നെ ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഞാൻ കഴിഞ്ഞ 9 വർഷത്തെ യാത്ര ഇങ്ങനെ എടുത്തു നോക്കുമ്പോൾ ഇപ്പോൾ അവിടെ ക്യാബിനിരിക്കുമ്പോൾ എൻ്റെ പണ്ടത്തെ ഒരു ഡയറി ഉണ്ട് കേട്ടോ. ഇത് വളരെ സീക്രട്ടായിട്ടുള്ള എൻ്റെ ജേർണി തുടങ്ങുമ്പോൾ ഞാൻ കൊണ്ടുവരുന്ന എൻ്റെ ഒരു പേഴ്സണൽ സാധനമാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇത് തുറന്നു നോക്കി. ഇത് 2018-17 കാലഘട്ടത്തിലുള്ള എൻ്റെ ജേർണലാണ്. അപ്പോൾ ഇതിൽ ഞാനിങ്ങനെ എടുത്തപ്പോൾ എവിടെ ഡേറ്റ് നോട്ട് ചെയ്ത് വെച്ചിരുന്നല്ലോ, ഒരു മിനിറ്റ്. അപ്പോൾ ഇതിങ്ങനെ തുറന്നു നോക്കിയപ്പോൾ ഞാനിതിൽ ഓരോ ദിവസം നമുക്ക് നന്ദി പറയാനുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതി പോകുന്നുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ. അപ്പോൾ അന്നത്തെ എൻ്റെ ശീലമായിരുന്നു. അപ്പം വളരെ ദുർഘടമായ സാഹചര്യത്തിലൂടെ പോണെങ്കിൽ കൂടി എനിക്ക് തോന്നുന്നു ഒരു 16/6/2018 അന്ന് ഞാൻ എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡൊക്കെ ഇവിടെ ഇങ്ങനെ എഴുതി കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബാക്കിൽ എഴുതി വെച്ചാണ് ഐ ബിലീവ് ഐ ആം ഓൺ ദ വേ ടു അറ്റൻഡ് TTP ഓഫ് മൈ മെൻറ്റർ വിജയൻ സാർ. അത് ഞാനൊരു ട്രെയിനറൊന്നും ആയിട്ടില്ല, അന്ന് എഴുതി വെച്ചാണ്. അന്ന് ഭയങ്കര സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കത്തില്ല, അതുകൊണ്ട് എങ്ങനെ എത്തും എന്നറിയില്ല. പക്ഷെ ഞാനതിനെന്നും ഞാൻ എത്തും, അതിലെത്താനുള്ള വഴികളൊക്കെ എനിക്ക് പഠിച്ചുകൊണ്ട് തുറന്നു തരുന്നു തീവ്രമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടും വിശ്വസിച്ചുകൊണ്ടും അതിനുള്ള നന്ദി ഒക്കെ ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ്. അത് ഞാൻ എഴുതി വെച്ചത് 16/6 അത് കഴിഞ്ഞിട്ട് 18/6/18 എന്ന് പറഞ്ഞൊരു ഡേറ്റിലേക്ക് എത്തിയപ്പോഴേക്ക് ആക്ച്വലി ഞാൻ അതിന് നന്ദിയാണ് എഴുതിയിട്ടുള്ളത്. കാരണം ഞാൻ കേരളത്തിലെ ബെസ്റ്റ് ട്രെയിനേഴ്സ് പ്രോഗ്രാമിൽ ഐ എം ഗ്രേറ്റ്ഫുൾ ഇൻ സെലക്ടിങ് മീ ആസ് ദ ബെസ്റ്റ് ട്രെയിനർ ഇൻ കേരള, താങ്ക് യു. ഇപ്പോൾ ഒരു മാസം കൊണ്ട് അത് സംഭവിച്ചു. അപ്പോൾ എവിടുന്നാണ് ഈ യാത്ര തുടങ്ങിയത്, എവിടുന്നാണ് ഈ എക്സ്പീരിയൻസ് ഉണ്ടായത്, അല്ലെങ്കിൽ എവിടുന്നാണ് നമ്മളെ ഈ ട്രാൻസ്ഫോർമേഷണൽ ജേർണി തുടങ്ങുന്നത് എന്ന് ഒന്ന് കണ്ടംപ്ലേറ്റ് ചെയ്തപ്പോൾ പഴയ കാലത്തേക്ക് പോയപ്പം ഇതാണ് ആദ്യം എൻ്റെ മൈൻഡിൽ സ്ട്രൈക്ക് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എഴുതി വെക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ
അത് വെറുതെ ആവുന്നില്ല എന്നുള്ളതാണ്. എഴുതി വെക്കുക മാത്രമല്ല, അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുക കൂടി ചെയ്ത് കഴിഞ്ഞാൽ വളരെ മാജിക്കലായിട്ട് പല കാര്യങ്ങളും നടക്കും. ഇപ്പോൾ ഞാൻ അന്നിങ്ങനെ ഓരോ ഗ്രാറ്റിറ്റ്യൂഡൊക്കെ എഴുതിയിട്ട് അതിന് ശേഷം അതൊക്കെ എഴുതിയിട്ട് എനിക്ക് ആരോടൊക്കെയാണോ നന്ദി പ്രകടിപ്പിക്കാനുള്ള അന്നത്തെ ദിവസത്തിൽ അതൊക്കെ എഴുതും. അപ്പോൾ തുറന്നു നോക്കിയപ്പോൾ ഞാൻ 2018 ഇങ്ങനെയൊക്കെ എഴുതി വെച്ചാണ്, ഇന്ന് എനിക്ക് പിസ്സ വാങ്ങിച്ച് തന്ന സാലിക്കിന് നന്ദി. അതൊക്കെ ഉണ്ട്. ഞാൻ അപ്പോൾ സാലിക്കിന് കാണിച്ചു കൊടുത്തു. അപ്പോൾ ഈവൻ മൈന്യൂട്ട് കാര്യങ്ങൾക്ക് പോലും, കാരണം അന്ന് അതൊക്കെ നന്ദി പറയാനുള്ളൂ. അത്രമാത്രം കഷ്ടപ്പാട്, ദാരിദ്ര്യം, പ്രയാസത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ഒരു പിസ്സ കിട്ടുകയാണെങ്കിൽ അതെന്നെ വലിയ സന്തോഷമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് അത് എഴുതിയത്. മനസ്സിലായില്ലേ? ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അതിൽ നിന്നും ഇന്ന് ഞാൻ ഇതുപോലൊരു ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുകയാണെങ്കിൽ ഞാൻ എന്ത് എഴുതും, എവിടെ എഴുതും, എങ്ങനെ എഴുതും എന്ന് എനിക്കറിയില്ല. കാരണം നിങ്ങളിങ്ങോട്ട് കയറുമ്പോൾ കണ്ടോ ഈ ചിത്രങ്ങൾ മൊത്തം ഇതൊക്കെ കഴിഞ്ഞ 9 വർഷത്തിൻ്റെ ഇടയിൽ സംഭവിച്ച കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ ഓരോന്നിനും ഞാൻ നന്ദി പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്കിവിടെ ഇന്നൊരു ദിവസം കൊണ്ട് നന്ദി പറഞ്ഞ് തീർക്കാൻ പറ്റൂല. അങ്ങനെയാണ് നമ്മളെ പടച്ചവൻ, നമ്മളെ സൃഷ്ടാവ് നമ്മളെ എന്തിലേക്കെങ്കിലും നയിക്കപ്പെടലിലേക്ക് നമ്മൾ വിനയപൂർവ്വം സമർപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു പിസക്ക് നന്ദി പറഞ്ഞുകൊടുത്ത് നിന്നും ഇനി എന്തിനൊക്കെ നന്ദി പറയണം തമ്പുരാനെന്ന് അറ്റം കിട്ടാത്ത അവസ്ഥയിലേക്ക് അവൻ നമ്മളെ സന്തോഷിപ്പിച്ച് കളയുന്നതാണ്. ക്ലിയർ ആയല്ലോ? സോ ദാറ്റ്സ് ഇറ്റ്. അപ്പം ആദ്യം ഗ്രാറ്റിറ്റ്യൂഡാണ്, നന്ദിയാണ് ആദ്യം. കാരണം നന്ദി കൊണ്ടേ ഇന്നത്തെ ദിവസം തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ നന്ദിയുടെ കാര്യം നിങ്ങളൊന്ന് ഓർമ്മിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഫൈൻ, ഓക്കെ. 2017 മെയ് 3 ഈ ദിവസമാണ് എനിക്കൊരു വെളിപാടുണ്ടാവുന്നത്. വെളിപാടെന്നൊരു ആലങ്കാരികമായിട്ട് പറഞ്ഞാണ്. ഇനി അതിന് വേറെ എന്തെങ്കിലും ആക്കണ്ട. ഞാൻ ചിലപ്പോൾ വെളിപാട് എന്ന് പറയും, നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഗൈഡ് വെളിച്ചപ്പാടാണെന്നൊക്കെ പറയും. അപ്പം അങ്ങനെ പറയരുത്. ഞാൻ ഒരു ആലങ്കാരികമായി പറയുന്നുള്ളൂ. വെളിപാടുണ്ടായതല്ല, വെളിപാട് കുറേ മുന്നേ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വെളിവാക്കിയത് മെയ് 3 മുന്നേ തന്നെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ചിന്തകൾ വരുന്നുണ്ട്. എനിക്ക് എന്തെങ്കിലും ഒരു ഗ്ലോബൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന വലിയ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ചെയ്യണം, ഒരു ടീച്ചിങ്ങിന് അപ്പുറത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ചെയ്യണം എന്ന് 2017 ഞാൻ തീരുമാനിക്കുന്നു. അപ്പോൾ 2016 മുതൽ അതിൻ്റെ ചിന്തകൾ വന്നിട്ടുണ്ടെങ്കിൽ കൂടി അതിൽ ഞാൻ ഒരുപാട് കണ്ടംപ്ലേറ്റ് ചെയ്ത് പക്ഷേ 2017 മെയ് 3 വരെ എന്തുകൊണ്ടത് പോയി ചോദിച്ചാൽ 2017 തുടക്കത്തിൽ ഞാൻ ആൽക്കെമിസ്റ്റിലെ സാന്റിയാഗോൻ്റെ ആ തുടക്കക്കാരൻ്റെ അവസ്ഥയിലാണ്. ഈ ആട്ടുംപറ്റങ്ങളെ വിട്ട് പോണോ അല്ല ആട്ടുംപറ്റങ്ങളെ കൂടെ തന്നെ കൂടണോ? കാരണം നിധി തേടി പോകണമെങ്കിൽ ആട്ടുംപറ്റങ്ങളെ മൊത്തത്തിൽ എന്ത് ചെയ്യണം, കൊടുക്കണം, എന്നിട്ടേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുപോലെ ഒരു സ്ഥാപനമുണ്ട്, അവിടെ 1000ഓളം ആട്ടുംപറ്റങ്ങളെ പോലെ കുറേ സ്റ്റുഡൻസ് ഉണ്ട്. അവർ കൂടെ 5-6 വർഷം ഇടവൈകിയതാണ്. അതെൻ്റെ ലോകമാണ്, അതെൻ്റെ ജീവനാണ്. ഞാൻ പലപ്പോഴും അവിടെ തന്നെ കിടന്നുറങ്ങാറുണ്ട്. എനിക്ക് കുട്ടികളെ പഠിപ്പിക്കുക, അവരെങ്ങനെ നേർവഴിയിലാക്കാമെന്നൊക്കെ പറയുന്നത് ഭയങ്കര അതിയായി ഞാൻ പാഷനേറ്റ് ആയിട്ട് കൊണ്ടെടുക്കുന്ന കാര്യമാണ്. ഈവൻ എനിക്ക് സാലറി പോലും എടുക്കാറില്ല എൻ്റെ സ്ഥാപനമാണെങ്കിൽ കൂടി. അങ്ങനെ ഒരു രീതിയിൽ കൊണ്ട് നടത്തുന്ന ഒരവസ്ഥയിൽ നിന്നും എൻ്റെ ഉള്ളിലൊരു കൺഫ്യൂഷൻ വരാണ്. എൻ്റെ ഉള്ളിൽ നിന്നും തോന്നാണ് ഇതല്ല, എനിക്ക് ഇതിലേറെ എന്തൊക്കെയോ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ആ കഴിഞ്ഞ 5 വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അതൊരു എക്സ്പെരിമെൻറ്റ് മാത്രമാണ്, ഒരു ടെസ്റ്റ് മാത്രമാണ്. എനിക്ക് കുട്ടികളിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമോ, പഠനത്തിനപ്പുറത്തേക്ക് കുട്ടികളിൽ എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമോ? ആ പരീക്ഷണം കഴിഞ്ഞാൽ, ഒരു ലബോറട്ടറിയിൽ ടെസ്റ്റ് കഴിഞ്ഞാൽ അടുത്ത പാർട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ലബോറട്ടറിയിൽ ടെസ്റ്റ് വിജയിച്ചിരിക്കുന്നു, ഇനി അതിനെ ഇൻഡസ്ട്രിയലൈസ് ചെയ്ത് കൊണ്ടുവരണം, വ്യാവസായികമായിട്ട് അതിനെ കൊണ്ടുവരണം. അപ്പോഴാണ് ആ ടെസ്റ്റ് നടത്തിയ ലബോറട്ടറിയിൽ നിന്നും ഇതിനെങ്ങനെ ലോകത്തിലേക്ക് കൊണ്ടുവരാം. ഈ ചിന്ത എൻ്റെ ഉള്ളിൽ വന്നപ്പം ഒരു ഭാഗത്ത് ഇത്രയും കാലം ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ആസ്വദിച്ച് അനുഭവിച്ച ആ ഒരു ലബോറട്ടറി പോലത്തെ സെൻറ്ററിൽ നിന്നും ട്യൂഷനിൽ നിന്നും ഇത്രയും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഇറങ്ങാമെന്ന് പറയുമ്പം ശരിക്കും പറഞ്ഞാൽ എനിക്ക് സാന്റിയാഗോനാണ് ഓർമ്മയത്. മനസ്സിലായോ? ഞാൻ എന്തുകൊണ്ട് നിങ്ങളോട് ഞാനിത് പറയുമ്പോൾ നിങ്ങൾ കണക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ അതുപോലെ കണക്ട് ചെയ്യാൻ എന്തെങ്കിലും ഡോട്ട് ഉണ്ടായിരിക്കും. മനസ്സിലായോ? എനിക്ക് സാന്റിയാഗോനെ കണക്ട് ആയപ്പം നിങ്ങൾക്ക് അതുപോലെ ഡോട്ട് ഉണ്ടായിരിക്കും എന്നുള്ള. അപ്പോൾ ഞാനൊരു ധർമ്മസങ്കടത്തിലും വളരെ ടഫസ്റ്റ് ആയിട്ടുള്ള എൻ്റെ ലൈഫിലെടുത്ത ഏറ്റവും വലിയൊരു ടഫസ്റ്റ് ഡെസിഷനാണ് ആക്ച്വലി ആ ടീച്ചറിൽ നിന്നും ആ ടീച്ചറിൻ്റെ പരിപൂർണമായിട്ടുള്ള റോൾ അങ്ങ് ഒഴിവാക്കിയിട്ട് ഒരു ട്രെയിനറിലേക്ക് വരാം. പക്ഷേ ചലഞ്ച് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ടീച്ചറായിട്ട് എന്ത് ചെയ്യാമെന്ന് അറിയുള്ളൂ, ട്രെയിനറായിട്ട് എന്ത് ചെയ്യണം എന്നറിയില്ല. ട്രെയിൻ ചെയ്യാൻ അറിയുമെങ്കിൽ കൂടി ട്രെയിനറായിട്ട് ഇതുപോലൊക്കെ എന്തൊക്കെ ആക്കണം എന്നുള്ളതിൻ്റെ ABCD എനിക്കറിയില്ല. ഞാനൊരു കൊമേഴ്സ് പഠിച്ച ഒരു സ്റ്റുഡൻ്റ് അല്ല, എനിക്ക് ബിസിനസ്സിൻ്റെ ABCD അറിയില്ല, ഒന്നും അറിയാതിരിക്കുകയാണ്. എനിക്ക് നന്നായിട്ട് പഠിപ്പിക്കാൻ മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അതിൽ നിന്നും പഠിപ്പിക്കുന്ന ഇടത്തു നിന്നും പരിശീലിപ്പിക്കുന്ന ഇടത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ കടമ്പകളുണ്ട് എന്നതുകൊണ്ട് വളരെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. 2017 തുടക്കത്തിൽ ഞാൻ എങ്ങനെ ടീച്ചറിൽ നിന്നും ട്രെയിനറിലേക്ക് മാറും. സോ മൈ 2017 9 വർഷം മുന്നേ ഉള്ള 2017 തുടക്കത്തെ സമയം എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ എന്നെ തന്നെ പാകപ്പെടുത്തിയെടുക്കാൻ വേണ്ടി കഷ്ടപ്പെടായിരുന്നു എന്നുള്ളതാണ്.
എൻ്റെ കഷ്ടപ്പാട് ചിലപ്പോൾ നിങ്ങൾക്കൊരു കഷ്ടപ്പാടായി തോന്നുന്നില്ല, കാരണം നിങ്ങൾ എന്നെ ഇപ്പം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണേ, ആ ക്ലാസ്സൊക്കെ എടുക്കുന്നു, നല്ല സെഷൻ എന്നൊക്കെ പറയുന്നു. പക്ഷെ അതിൻ്റെയൊക്കെ ആദ്യ പടി വെക്കാനുള്ളൊരു ചുവടെടുക്കാനുള്ളൊരു പണിയുണ്ട്. അതെല്ലാവർക്കും ഉള്ളത് ആ ഫസ്റ്റ് സ്റ്റെപ്പ്. അതൊരു ചലഞ്ചിങ് സ്റ്റെപ്പായിരിക്കും എന്നുള്ളതാണ്. നമ്മൾ റൈറ്റ് പർപ്പസിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പും ആ ഡെസിഷൻ വളരെ ചലഞ്ചിങ് ആയിരിക്കും. ചലഞ്ചിങ് ആണെന്ന് മാത്രമല്ല, ആ ഡെസിഷൻ എടുക്കുന്നത് മാത്രമല്ല ചലഞ്ചിങ്, ആ ഡെസിഷൻ എടുത്തിട്ട് ആ എടുത്ത ഡെസിഷനിലേക്ക് നമ്മളെ പരിപൂർണമാക്കി മാറ്റാനൊരു പ്രയാസമുണ്ട്. പഴയ ടീച്ചറിൽ എന്ന സെൽഫിൽ നിന്നും ട്രെയിനർ എന്ന സെൽഫിലേക്ക് രൂപാന്തരം പ്രാപിക്കണം. അതും ചെറിയൊരു പണിയല്ല. നമ്മൾ ഈ കൊക്കൂണിൽ നിന്നും ബട്ടർഫ്ലൈയിലേക്കുള്ള മാറ്റം എന്ന് പറഞ്ഞതുപോലെ തന്നെ പലപ്പോഴും അത് കുറച്ച് ചലഞ്ചിങ് ആയിരിക്കും എന്നുള്ളതാണ്. സോ ദിസ് വാസ് മൈ എക്സ്പീരിയൻസ് ഇൻ 2017. അന്ന് ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ല, നിങ്ങൾ എന്നെയും കണ്ടിട്ടില്ല. ഈ സൂമിലിരിക്കുന്ന 497 ആൾക്കാർ, ഓക്കെ, 497 പേര് അന്നൊരു പക്ഷേ എന്നെ കണ്ടുകൊള്ളണമെന്നില്ല, ചിലർക്കൊക്കെ മുന്നേ പരിചയമുള്ളവരുണ്ടായിരിക്കാം. അപ്പോൾ അന്ന് ആ സ്റ്റെപ്പ് വെക്കുമ്പം എനിക്ക് കംഫർട്ടായൊരു സ്പേസ് ഉണ്ടായിരുന്നു. ടീച്ചർ അവിടെ എനിക്ക് വളരെ കംഫർട്ടബിളാണ്. കാരണം ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. ഒരു ടീച്ചർ എന്നുള്ള പേരിൽ എന്നെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇനിയും കുറേ കുട്ടികൾ പാരമ്പര്യമായിട്ട് വന്നുകൊണ്ടിരിക്കും. താത്ത വന്നാൽ അനിയത്തി വരും, കാക്ക വന്നാൽ അനിയൻ വരും, അങ്ങനെ തുടങ്ങിയിട്ട് കുടുംബക്കാർ വരും, കസിൻസ് വരും. കാരണം അവരവിടെ പഠിച്ച് അനുഭവിച്ചതുകൊണ്ട് അത് ഫ്രീ ആയിട്ട് പോകുന്നൊരു സ്പേസാണ്. അവിടെ ഇനി ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അവിടെ നിന്നുമാണ് ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സമർപ്പിക്കുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ പ്രൈസ് കൊടുക്കുന്നത് പോലെ, ഒരു സാക്രിഫൈസ് പോലെ നമ്മൾ ആ സ്പേസിൽ നിന്നും മാറാനുള്ള തീരുമാനം എടുക്കണം എന്നുള്ളതാണ്. സോ ഇറ്റ് വാസ് മോസ്റ്റ് ചലഞ്ചിങ് ഡെസിഷൻ. നിങ്ങൾ എത്ര ചലഞ്ചിങ് ആയിട്ടുള്ള, എത്ര ടഫസ്റ്റ് ആയിട്ടുള്ള ഡെസിഷനാണോ നിങ്ങളെ പർപ്പസിന് വേണ്ടി എടുക്കുന്നത്, ആ ടഫ്നെസ്സിൻ്റെ റിസ്കിനും ചലഞ്ചിനും ഡെപ്തിനും അനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് മുകളിലുള്ളവൻ റീപേ തരാം. നിങ്ങൾ 5 ഡിഗ്രി ചലഞ്ചാണ് എടുത്തെങ്കിൽ നിങ്ങൾക്ക് ആ 5 ഡിഗ്രിയുടെ തോതിലുള്ള റീപേയ്മെൻറ്റാണ് കിട്ടുക. നിങ്ങൾ 50 ഡിഗ്രിയുടെ ചലഞ്ചാണ് അതിന് വേണ്ടി കൊടുത്തതെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ, ലാസ്റ്റ് അല്ല, ഫസ്റ്റിൽ ബിഗിനിങ്ങിൽ നിങ്ങൾ കൊടുത്തതെങ്കിൽ അതിനനുസരിച്ച് വരും. അവിടെയാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആക്കി നിർത്തിയ ഈ യാത്രയിൽ ഉടനീളം സ്ട്രോങ് ആക്കി നിർത്തിയ 2017 തുടങ്ങി തുടരാൻ എന്നെ സ്ട്രോങ് ആക്കി നിർത്തിയ ആ വിസ്ഡം ലൈൻ ഉണ്ടായിരിക്കും എല്ലാവർക്കും. ഹോൾഡ് ചെയ്ത ലൈൻ. ആ ഹോൾഡ് ചെയ്ത ലൈനിന് ഒരു ലൈനാണ് ഇന്നമൽ അമാലു ബിന്നിയ, ആക്ഷൻസ് ആർ ജഡ്ജ്ഡ് അക്കോർഡിംഗ് ടു ദ ഇൻറ്റൻഷൻ. നിങ്ങളെ ഇൻറ്റൻഷൻ സ്ട്രോങ് ആണെങ്കിൽ ആ ഇൻറ്റൻഷന് അനുസൃതമായിട്ടുള്ള റീപേയ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടും. സോ ഇങ്ങനൊരു ഡെസിഷൻ എടുത്തിട്ട് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു സ്പേസിൽ നിന്നും ഒന്നും അറിയാത്ത, എട്ടും പൊട്ടും തിരിയാത്ത ടീച്ചർ എന്ന് പറഞ്ഞാൽ കെമിസ്ട്രി പഠിപ്പിക്കും, ഇംഗ്ലീഷ് പഠിപ്പിക്കും എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് പെട്ടെന്ന് വരാം. ആ സമയത്ത് ഒരു ട്രെയിനർ എന്ന് പറഞ്ഞിട്ട് ആ 9 വർഷം മുന്നേ ഉള്ള കാലഘട്ടത്തിൽ തന്നെ മൈൻഡ് റീപ്രോഗ്രാമിങ്, മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് എന്തൊക്കെ തോന്നുക, ഇന്നത്തെ പോലെയല്ല. ഇന്ന് നിങ്ങൾ പലരും വളരെ എഡ്യൂക്കേറ്റഡ് ആണ്. നമ്മളെ തന്നെ ഒരുപാട് മക്കളുണ്ട്, കോച്ചസ് ഉണ്ട്, നിങ്ങളിതിൽ എംപവർ ചെയ്ത് എഡ്യൂക്കേറ്റ് ചെയ്തെടുക്കാൻ. അന്നെങ്ങാനും അത് പറഞ്ഞു തുടങ്ങുമ്പോൾ മൈൻഡ് റീപ്രോഗ്രാമിങ്, ഈ മനോരോഗികളെ നോക്കാൻ എന്തോ പരിപാടിയാണോ, ആ പരിപാടിക്ക് നമ്മളില്ല, എൻ്റെ മൈൻഡിനൊരു കുഴപ്പമില്ല എന്നാണ് ആദ്യം ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഇറ്റ് വാസ് മോസ്റ്റ് ചലഞ്ചിങ്. മൈൻഡ് ട്രെയിനറാ. അപ്പോൾ നിങ്ങൾ ഭ്രാന്ത് നോക്കോ, നമ്മളെ കുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അത് നോക്കോ ചോദിച്ചാൽ ഇവിടെ വലിയൊരു ചലഞ്ചിങ് ആണ്. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതൊന്നും അറിയാണ്ടാണല്ലോ എടുത്ത് ചാടിയതെന്ന്. പക്ഷെ ചാടിയാൽ പിന്നെ തിരിച്ച് കയറാൻ പറ്റില്ല. ഇനി എന്താ എൻ്റെ തുഴഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്, അല്ലേ, മൂവ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്, നിൽക്കരുത്, എനിക്ക് ആ മുങ്ങിപ്പോകത്തുള്ളതാണ്. അപ്പോൾ അവിടെ ഹോൾഡ് ചെയ്ത് ആ ബിഗിനിങ് മുതൽ, ആ തുടക്കം മുതൽ നമ്മളെ മുന്നോട്ട് നയിച്ച ഒരു ലൈൻ ഓഫ് വിസ്ഡം ഉണ്ടായിരുന്നു ആ ടഫസ്റ്റ്, ആ ചലഞ്ചിങ് ഡെസിഷൻ എടുത്തപ്പം. ദാറ്റ് വാസ് ആക്ഷൻസ് ആർ ജഡ്ജ്ഡ് അക്കോർഡിംഗ് ടു ദ ഇൻറ്റൻഷൻ. അത് മാത്രമല്ല, ഇത് മുന്നോട്ട് പോകണമെങ്കിൽ 2017 ആ തീരുമാനം എടുത്തു. ഞാൻ ആ ക്ലാസ് മുറിയിൽ വന്നിട്ട് ഞാൻ ഈ പറഞ്ഞ നമ്മളെ ഇവിടെ ഇരിക്കുന്ന കുട്ടികളായിട്ടുള്ള മെൻറ്റേഴ്സ്, ഇവരോടൊക്കെ മെൻറ്റേഴ്സ് കൂടാണ്ട് വേറെയും കുറച്ച് പേരുണ്ട്, അതിൽപ്പെട്ട ആൾക്കാരൊക്കെ നമ്മൾ വീഡിയോനൊക്കെ ഇവിടെ ഉണ്ട്. ആൾ സൈലത്തിലെ നല്ല ഫാക്കൽറ്റിയാണ്, നല്ല ഒരു വ്ളോഗറൊക്കെ ആണ്. അപ്പോൾ അങ്ങേരൊക്കെ അന്ന് നമ്മളെ ടീമിലുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ പറഞ്ഞത് 2017 മെയ് 3 ഞാനൊരു ഗ്ലോബൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ലോകം എക്സ്പ്ലോർ ചെയ്ത് എന്തെങ്കിലും ചെയ്യാനുള്ള യാത്രക്ക് തുടങ്ങാൻ പോവാണ്. എവിടെയാണ് ഈ ലോകം എന്നൊന്നും അറിയില്ല. നമ്മളൊരു തുള്ളിൻ്റെ ഉള്ളിലെ ലോകത്താണ് ജീവിച്ചുകൊണ്ടിരിക്കണത്. അതിൻ്റെ ഉള്ളിൽ അത് കടലാണ്. നമുക്ക് ശരിക്കും ആ ലോകത്ത് നിന്ന് കടലാണ്. പക്ഷെ അതിൻ്റെ പുറത്തേക്ക് വന്നിട്ട് വലിയൊരു കടൽ എന്ന് പറയുമ്പോൾ അത് എവിടെ എങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. എങ്കിൽ കൂടി ഐ ജസ്റ്റ് അനൗൺസ്ഡ് ഒരു വേൾഡ് എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു ജേഡിക്ക് ഞാൻ പോവാണ്. എങ്ങനെ എന്തെന്നൊന്നും തന്നെ എനിക്കറിയില്ല. എൻ്റെ കൂടെ ഉള്ളവർക്ക് എൻ്റെ കൂടെ വരാം എന്ന് പറഞ്ഞപ്പം എൻ്റെ കൂടെ ഇവരിറങ്ങി വരാനുള്ള കാരണം ഇവർ ലോകം കണ്ടിട്ടല്ല. ഒന്നാമത്തെ കാര്യം 10ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾക്ക് ലോകം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണെന്നറിയില്ല. അപ്പോൾ എന്നതുകൊണ്ട് തന്നെ എട്ടും പൊട്ടും തിരിയാത്തത് കൊണ്ടും എവിടേക്കോ അവരെ എൻ്റെ ടീച്ചിങ്സും കാര്യങ്ങളും സ്വാധീനിച്ചത് കൊണ്ട് മാത്രമാണ് ഇന്ന് നമ്മളെ മെൻറ്റേഴ്സായിട്ട് ഇരിക്കുന്ന ഈ കുട്ടികളൊക്കെ അന്ന് ഞങ്ങളും ഉണ്ട് കൂടെ എന്ന് പറഞ്ഞിട്ട് വരാനുള്ള കാരണം. അവിടെയാണ് നമ്മൾ യാത്ര തുടങ്ങിയത്. പക്ഷേ
വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല ഇനി എന്താ, ഇങ്ങനെ തുടങ്ങുന്നു ഇറങ്ങുന്നു ഇനി എന്താ എന്ന് നോക്കുമ്പോഴാണ് എൻ്റെ കഴിഞ്ഞ 9 വർഷത്തെ ഓരോരോ ടഫസ്റ്റ് മൊമെൻറ്റുകളിലും വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന് ചിന്തിക്കുമ്പോഴോ എവിടെയെങ്കിലും സ്റ്റെക്കായി നിൽക്കുന്ന സമയത്തൊക്കെ അറിഞ്ഞോ അറിയാതെയോ എനിക്ക് വഴികാട്ടലിലേക്കുള്ള വഴി കാണിച്ചു തരുന്ന ആ വഴികാട്ടലിൻ്റെ വിസ്ഡംസ് തരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മാസ്റ്ററാണ് പോയറ്റും മിസ്റ്റിക്കൊക്കെ ആയിട്ടുള്ള ജലാലുദ്ദീൻ റൂമി. അപ്പോൾ വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന് നോക്കുമ്പം എൻ്റെ കൺമുന്നിൽ തെളിഞ്ഞു വരുന്നത് റൂമിയുടെ ഒരു കോട്ടാണ്, ഫോളോ യുവർ ഹാർട്ട് നോസ് ദ വേ, റൺ ഇൻ ദാറ്റ് ഡിറക്ഷൻ. നിൻ്റെ ഹൃദയത്തിന് വഴി അറിയാം, ആ വഴിയെ പിന്തുടർന്ന് പോവുക എന്ന് പറയുമ്പം ഹൃദയത്തിന് വഴി അറിയാം. ഓക്കെ, അപ്പോൾ ഞാൻ നോക്കാം ഏതോ ഒരു ശക്തിയാണല്ലോ എന്നെ ഇതിനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് ശക്തിയാണോ എന്നെ നിർബന്ധിച്ചത് ആ ശക്തി എന്തായാലും എനിക്ക് വഴി കാണിച്ച് തരല്ലോ. അതെങ്ങനെയാണ് ആ വഴി, അത് ഏത് രീതിയിലാണ് ഒന്നും എനിക്കറിയില്ല. എന്തായാലും എനിക്ക് എന്താണോ തോന്നുന്നത്, എനിക്ക് എങ്ങനെ ചെയ്യാനാണോ തോന്നുന്നത്, ഞാനതൊന്ന് പിന്തുടർന്ന് നോക്കട്ടെ എന്ന രൂപേണയാണ് 2017 നമ്മൾ ഈ യാത്ര തുടങ്ങി. ആ പ്രിപ്പറേഷൻസൊക്കെ സെറ്റാക്കിയിട്ട് 2017 ഈ ടീമിൻ്റെ തുടക്കം മാത്രമാണ്. അതേ 2017 തന്നെ നമുക്ക് ഉണ്ടായ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ബിഗിനിങ് എനർജി എന്ന് പറഞ്ഞാൽ 2017 പബ്ലിക്കായിട്ട് ഞാൻ ആദ്യം നടത്തിയൊരു വർക്ക്ഷോപ്പ് ഉണ്ട്. അന്ന് ഗൈഡഡ് കോഡ് ഇല്ല, മൈൻഡ് മാസ്റ്റർ ഇല്ല, ഞാൻ നേരത്തെ കാണിച്ചതുപോലെ ഒരു ഒഫീഷ്യൽ ട്രെയിനറൊന്നും ഞാനായിട്ടില്ല. ആഗ്രഹം കൊണ്ടുള്ള ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുക, അതിൽ പ്രൊഫഷണലിസം ഇല്ല, ഒന്നുമില്ല. അപ്പോൾ എന്തുകൊണ്ട് തന്നെ 2017 നമ്മൾ ഒരു പ്രോഗ്രാം ആദ്യമായിട്ട് പബ്ലിക്കിന് വേണ്ടി നടത്തി. ആ പ്രോഗ്രാമിന് ഞാൻ കൊടുത്ത പേര് സെൽഫ് ആക്ച്വലൈസേഷൻ എന്നായിരുന്നു. ഇവിടുത്തെ ആദ്യത്തെ പ്രോഗ്രാമാണ് സെൽഫ് ആക്ച്വലൈസേഷൻ. അത് നടത്തിയത് ഇവിടെ കിങ്ഫോർട്ട് ഹോട്ടലിൽ വെച്ചിട്ടായിരുന്നു ആദ്യം നടത്തിയ പ്രോഗ്രാം. ഇന്നലെ യാദൃശ്ചികമായിട്ട് നമ്മളൊരു സോൾ സ്പെയർ എന്നുള്ള പ്രോഗ്രാം കൊളാബ് ചെയ്തപ്പം എനിക്ക് ഇന്നലെ കിങ്ഫോർട്ടിലായിരുന്നു സെഷൻ. ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, എവിടെയാണോ തുടങ്ങിയത് അവിടെ ഒന്നുകൂടി വന്നിട്ടൊന്ന് 9ാം വർഷത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ആ വഴിയൊക്കെ ഒന്ന് നടക്കുമ്പോൾ ഒരു സന്തോഷം, ഒരു രസമാണ്. അന്ന് എന്തായിരുന്നു ഇന്ന് എന്തായിരുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ്, ഒരു തിരിച്ച് നടത്തം എപ്പോഴും അത് നല്ലതാണ്. ആ വന്ന വഴിയിലൂടെ നമ്മൾ ഒന്നുകൂടി വീണ്ടും വീണ്ടും നടക്കുമ്പം ആദ്യം നടന്നതുപോലെ ആയിരിക്കും നമ്മുടെ ജീവിതം. വീണ്ടും നമ്മൾ ഒരുപാട് അത് പഠിപ്പിച്ചിട്ടുണ്ടാക്കും എന്നതുകൊണ്ട് തന്നെ അതിൽ നിന്നുമുള്ള വിസ്ഡം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വഴി നടക്കുമ്പോൾ ആദ്യം നടക്കുമ്പോൾ ആ വഴിയിൽ കല്ലും മുള്ളുമാണെങ്കിൽ വീണ്ടും ആ വഴിയെ നടക്കാൻ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. ഒന്നുകിൽ നിങ്ങൾ പാകപ്പെട്ട് തിരിച്ചു വരുമ്പോഴേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ കാല് നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്, നിങ്ങളുടെ പാദത്തിന് നല്ല ഉറപ്പ് വന്നിട്ടുണ്ട്. വീണ്ടും ആ കല്ലും മുള്ളും ചവിട്ടി നടക്കുമ്പോൾ ഇപ്പോൾ ആ കല്ലും മുള്ളും നിങ്ങളെ വേദനിപ്പിക്കില്ല. നിങ്ങൾക്ക് തോന്നും കല്ലും മുള്ളും നിങ്ങൾക്കായിട്ട് മൃദുലമായതാണെന്ന്. അല്ല, നിങ്ങളുടെ കാല് അതിന് പാകപ്പെട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ വഴിയെ വീണ്ടും 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 നടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ നടന്ന വഴികളൊക്കെ തന്നെ നമ്മൾ ഓരോ ഘട്ടത്തിൽ വീണ്ടും വീണ്ടും നടക്കുമ്പം അത് പുതിയ പുതിയ അനുഭവങ്ങളായിരിക്കും തന്നുകൊണ്ടിരിക്കുക എന്നതുകൊണ്ട് ഞാൻ ഈ യാത്രയിൽ ഉടനീളം എൻ്റെ കുട്ടികളോട് മെൻറ്റേഴ്സിനോട് ഒക്കെ പറയാറുണ്ട്, നമ്മൾ പോയ വഴിയെ വീണ്ടും വീണ്ടും പോകണം. നമ്മൾ വരുന്ന വഴിയെ വീണ്ടും വീണ്ടും ഒന്ന് നടന്നു പോകണം. സ്റ്റാർട്ട് ഫ്രം വെർ യു സ്റ്റാർട്ടഡ്. എവിടുന്നാണോ നിങ്ങൾ തുടങ്ങിയത് അവിടുന്ന് വീണ്ടും തുടങ്ങണം. കാരണം മുന്നേയുള്ള ചില ഗൈഡഡ് ടോക്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എവല്യൂഷനാണത്. വളർച്ച എന്ന് പറഞ്ഞാൽ എവല്യൂഷനാണ്. ഇവോൾവ് ചെയ്യുന്നതിനെ നമുക്ക് ഗ്രോത്ത് എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ ഇട്ട് പോകുന്നതിന് നമുക്ക് ഗ്രോത്ത് എന്ന് പറയാൻ പറ്റില്ല. അത് ഡോട്ടുകൾ മാത്രമേ ഉള്ളൂ സ്റ്റെപ്പ് ഇട്ട് പോകുക എന്ന് പറഞ്ഞാൽ. ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ അത് എവല്യൂഷനാണ്. എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ സൈക്ലിക്കാണ്. സൈക്ലിക് എന്ന് പറഞ്ഞാൽ പോയ വഴിയിലൂടെ തന്നെ വീണ്ടും വീണ്ടും പോയിക്കൊണ്ടിരിക്കണം. ആദ്യം ചെറിയ വട്ടേ നിങ്ങൾ കറങ്ങുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് തോന്നും നിങ്ങൾ നട്ടം തിരിയാണെന്ന്. വീണ്ടും കറങ്ങുമ്പം വട്ടം കുറച്ചുകൂടി വലുതായിട്ടുണ്ടാവും, പക്ഷേ സെയിം കറങ്ങുന്നത് പോലെ നിങ്ങൾക്ക് തോന്നും. പക്ഷേ നേരത്തെ കറങ്ങിയതുപോലെ എത്താണ്, കുറച്ചുകൂടി കൂടുതൽ ഡിസ്റ്റൻസ് കവർ ചെയ്തിട്ടുണ്ടായിരിക്കും. വീണ്ടും 3ാമത്തെ വട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പം വീണ്ടും ഒരു കറക്കമുണ്ട്. പക്ഷേ ആ കറക്കം കഴിഞ്ഞ് വരുമ്പോഴേക്ക് ആ വട്ടം ഒന്നുകൂടി വികസിച്ചിട്ടുണ്ടായിരിക്കും, അത് ഒന്നുകൂടി വികസിച്ചിട്ടുണ്ടായിരിക്കും. ഈ പാഠം തന്നെയാണ് പ്രപഞ്ചം നമ്മളെ പഠിപ്പിക്കുന്നത്. സൂര്യനും ഗോളങ്ങളും നക്ഷത്രങ്ങളും ഒക്കെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലേ. അവർ വട്ടം വെച്ചുകൊണ്ടിരിക്കുക, വലയം വെച്ചുകൊണ്ടിരിക്കുക, അവർ ത്വാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ആറ്റത്തിൻ്റെ അകത്ത് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ വരെ ത്വാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സകലതും പ്രദക്ഷിണത്തിലാണ്, വട്ടത്തിലാണ്. അപ്പോൾ ആരാണോ ആ പ്രദക്ഷിണ വലയത്തിൽ ഇങ്ങനെ കറങ്ങുന്നത്, ഓരോ കറക്കം പൂർത്തീകരിക്കുന്നതനുസരിച്ചിട്ട് നമ്മളെ ഹൊറൈസൺ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ആദ്യം ഗൈഡഡ് ടോക്ക് എന്ന പ്രോഗ്രാം ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഗൈഡഡ് ടോക്കിനൊക്കെ മുന്നേ നമ്മൾ ഇതുപോലെ നടത്തിയിട്ടുണ്ടായിരുന്നത് 2018 പ്രവേശിച്ചപ്പോൾ, 17 അവസാനം മുതൽ 18 പ്രവേശിച്ചപ്പം ഗൈഡ് ടോക്കിന് ബദലായിട്ട് നമ്മൾ ഫസ്റ്റായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് സ്പിരിച്വൽ ടോക്കായിരുന്നു. ഇതുപോലെ എല്ലാ ഞായറാഴ്ചകളും ഓഫ്ലൈനായിട്ട്. അന്ന് ഓൺലൈൻ എന്നുള്ള കോൺസെപ്റ്റേ ഇല്ല, അതിനെപ്പറ്റി ചിന്തിക്കാനേ അറിയില്ല. കാരണം അന്ന് കോവിഡ് വന്നിട്ടില്ല, ഗൂഗിൾ മീറ്റ് പ്രസിദ്ധമായിട്ടില്ല. അതുകൊണ്ട് ഓൺലൈനിൽ ഒരു മീറ്റിംഗ് എന്നുള്ളതിൻ്റെ ABCD പോലും അറിയില്ല. അപ്പോൾ നമുക്ക് ആകെയുള്ളത് ഓഫ്ലൈനേ പരിപാടിയുള്ളൂ.
ഇപ്പം നേരെ തിരിച്ചാണ് ചോദിക്കുന്നത് ആൾക്കാർ, ഓഫ്ലൈൻ വല്ല പരിപാടികളുണ്ടോ ഏഡിയൻ ടോക്സിൽ എന്നാണ്. കാരണം ഒട്ടുമിക്ക പരിപാടി ഇപ്പോൾ ഓൺലൈനിലേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അന്ന് നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നത് ഈ 2018 തുടക്കമൊക്കെ ആയപ്പോഴേക്ക് നമ്മൾ ഈ ഞായറാഴ്ച നടത്തുന്ന ക്ലാസ് ലൈവായിട്ട് ഓഫ്ലൈനായിട്ട് 200-250 പേര് എല്ലാ ഞായറാഴ്ചകളിലും ഓരോരോ ഹോളുകളിൽ നമ്മൾ ചെയ്യും. അത് സ്പിരിച്വൽ ടോക്കായിരുന്നു എന്നുള്ളതാണ്. അത് നമ്മൾ തുടർന്നുകൊണ്ടേയിരുന്നു. പക്ഷേ 2018 കഴിഞ്ഞ് 19 നമ്മളത് കൊണ്ടുപോയി 19 അവസാനമായപ്പോഴേക്ക് ഈ പറഞ്ഞ കൊറോണ ഒക്കെ വന്നതോട് കൂടിയിട്ട് അത് നമുക്ക് നിർത്തേണ്ടി വന്നുള്ളതാണ്. അവിടെ നിന്നാണ് ആക്ച്വലി പിന്നെ നമ്മൾ എന്തിലേക്ക് വരുന്നത്, ഓൺലൈനിലേക്ക് വരുന്നതും. അതുപോലെ തന്നെ ഗൈഡഡ് ടോക്ക്, സ്പിരിച്വൽ ടോക്കിന് പകരം ഞായറാഴ്ച എന്തുകൊണ്ട് ഗൈഡഡ് ടോക്ക് ആക്കിക്കൂടാന്ന് ചിന്തിച്ചിട്ട് നമ്മൾ ഗൈഡഡ് ടോക്ക് ലോഞ്ച് ചെയ്യണതും. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, കഴിഞ്ഞ 266 ഞായറാഴ്ചകളിൽ നമ്മളിങ്ങനെ തുടർച്ചയായിട്ട് നടത്തിക്കൊണ്ടിരുന്ന ഗൈഡഡ് ടോക്ക് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. വെറുതെ പഴയ ഗൈഡഡ് ടോക്ക് എടുക്കുക. എല്ലാ ഞായറാഴ്ച നമ്മൾ എന്താ ചെയ്യണത്, സെയിം കാര്യം തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ബാക്കിയുള്ളവർക്ക് എന്താ തോന്നുക, ഇവർക്ക് ഗൈഡഡ് ടോക്ക് മാത്രമേ ഉള്ളൂ എന്ന്. പക്ഷേ ഗൈഡഡ് ടോക്ക് മാത്രമേ ഉള്ളൂ. പക്ഷേ ഗൈഡഡ് ടോക്കിൻ്റെ കോലവും എല്ലാത്തിലും മാറ്റം വന്നിട്ടുണ്ടായിരിക്കും. കാലത്തിനനുസരിച്ചിട്ട് അത് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും. അതിൻ്റെ ചിട്ടകൾ മാറുന്നുണ്ട്, അതിൻ്റെ രീതികൾ മാറുന്നുണ്ട്, അതിൻ്റെ ഇമ്പാക്റ്റ് മാറുന്നുണ്ട്, അതിലെ വിസ്ഡം മാറുന്നുണ്ട്. സോ ഞാൻ ഈ പറഞ്ഞ സ്പൈറൽ തിയറി ഒന്ന് എടുത്ത് നോക്കിയേ, ചെയ്യുന്ന കാര്യം തുടർന്നുകൊണ്ടേയിരിക്കുക. ആദ്യം ചെറിയ വട്ടം, വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുക. അതൊന്നുകൂടി വലുതാവും, അതൊന്നുകൂടി വലുതാവും, അതൊന്നുകൂടി വലുതാവും. ഇന്ന് ഞാൻ എൻ്റെ ഒരു ആഗ്രഹം പോലെ ഷെയർ ചെയ്യുന്നൊരു കാര്യം, ഗൈഡ് ടോക്ക് ഇപ്പോൾ നമ്മൾ 40 പേർക്ക് മാത്രമാണ് എല്ലാ ഞായറാഴ്ച ഇങ്ങനെ എൻട്രി കൊടുക്കാൻ പറ്റുന്നത്. ഇത് 100, 150, 200 പേർക്ക് നടത്താൻ പറ്റുന്ന ഒരു സ്പേസിലേക്ക് ഗൈഡ് ടോക്കിനെ ലൈവായിട്ട് തന്നെ ഓഫ്ലൈനായിട്ട് തന്നെ കൊണ്ടുപോകണം എന്നുള്ള. കാരണം അങ്ങനെ അന്ന് തുടങ്ങി വെച്ച 18, 19 കാലഘട്ടത്തിൽ തുടങ്ങി വെച്ച ഈ ഞായറാഴ്ച പരിപാടി ഇന്ന് നമ്മൾ രാവിലെ 6 മണി 6:30 ആകുമ്പോഴേക്ക് തുടങ്ങുമെന്ന് പറയുമ്പോഴേക്ക് ഇത്രയും ആൾക്കാർ വരുന്നു. കൂടാതെ നിങ്ങളിലേറെ ആൾക്കാർ ഇന്നലെ രാത്രി വരെ വിളിച്ച് ഖേദം പറഞ്ഞവരുണ്ട്, നമുക്കൊരു എൻട്രി തരോ. റിപ്പീറ്റേഴ്സിന് ഇല്ല, ഫ്രഷേഴ്സ് മാത്രമേ വരുന്നുള്ളൂ. മുന്നേ അറ്റൻഡ് ചെയ്ത പല റിപ്പീറ്റേഴ്സിന് വീണ്ടും വരുന്നുണ്ട്. പക്ഷെ അവർക്കൊന്നും സ്പേസ് കൊടുക്കാൻ പറ്റിയിട്ട് അവർ ഖേദവും സങ്കടവും പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതാണ് 9 വർഷം കൊണ്ട് ആവർത്തനത്തിലൂടെ സംഭവിച്ചിട്ടുള്ള ഏതാവർത്തനം, നട്ടം തിരിയലല്ല, പരാതിയിൽ തിരിയതല്ല. നമ്മൾ തുറന്ന മനസ്സോട് കൂടിയിട്ട് നമ്മുടെ ഹൃദയം നമ്മളെ നയിച്ചുകൊള്ളും എന്ന് റൂമി പറഞ്ഞതുപോലെ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നല്ല ഇൻറ്റൻഷനോടുകൂടി തുടർന്നുകൊണ്ടേയിരിക്കുക. അപ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ ഹൊറൈസൺ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇന്നലെ രാത്രി ഞാനിവിടെ വന്നിരുന്ന് കുറച്ച് നേരം ഇങ്ങനെ കണ്ടംപ്ലേറ്റ് ചെയ്യുമ്പോൾ ഇതൊക്കെ കുട്ടികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക, ഇവരിതൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് സെറ്റ് ചെയ്തപ്പോൾ ഞാനിങ്ങനെ നോക്കാം, കഴിഞ്ഞ 9 വർഷത്തിനുള്ളിൽ ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചോ, ഇത്രയും പ്രോഗ്രാംസ് നമ്മൾ ചെയ്തോ. അതിൽ തന്നെ ഇവിടെ ഒട്ടിച്ച് വെക്കാൻ പറ്റുന്നത് ഇത് ഇവർ ചെയ്തിട്ടുള്ളൂ. ഇനി എത്രയോ ഇതിലേറെ ബാക്കിയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു അടുത്ത 10ാമത്തെ വാർഷികത്തിലേക്ക് നമ്മുടെ ടീം പ്രവേശിക്കുമ്പോൾ ഒരു ഗ്രേറ്റ് എക്സ്പോ തന്നെ, എക്സിബിഷൻ തന്നെ നടത്തണം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ടീമിൻ്റെ എവല്യൂഷണറി ജേർണി ഒരു ഹാളിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ തുടക്കം മുതൽ ഇതുവരെയുള്ള ഒരുപാട് പേർക്ക് അത് ഇൻസ്പിറേഷനും ഒരുപാട് പേർക്ക് അതിന് ലേണിങ്സും എടുക്കാനുണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ലെവലിലേക്ക് ഗൈഡഡ് ടോക്കും അതുപോലെ തന്നെ നമ്മളെ കഴിഞ്ഞ 9 വർഷത്തെ യാത്രയും നമ്മളെ അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു എന്നുള്ളതാണ്. സോ 17 അങ്ങനെ നമ്മൾ തുടങ്ങുന്നു. 18 എത്തിയപ്പോഴാണ് ഞാൻ ഈ പരീക്ഷിച്ച് നോക്കിയ കാര്യങ്ങളൊക്കെ കൊള്ളാം, വർക്കാവുന്നുണ്ടെന്ന് മനസ്സിലാക്കിയപ്പം എനിക്ക് കുറച്ചുകൂടി പരിശീലനം വേണം എന്ന് മനസ്സിലാക്കിയിട്ട് ഒരു ഇൻ്റർനാഷണൽ ട്രെയിനേഴ്സ് ട്രെയിനിങ്ങിൽ പോയിട്ട് സർട്ടിഫൈഡ് ആയിട്ട് ഒരു ബെസ്റ്റ് ട്രെയിനറായിട്ട് 2018 എൻ്റെ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, അതിലേറ്റവും വലിയ അച്ചീവ്മെൻറ്റ് എൻ്റെ കൂടെ ഒരുപാട് ആൾക്കാരുണ്ട് എന്നുള്ളതല്ല, ഉണ്ടായിരുന്ന ഒരുപാട് ആൾക്കാർ കൊഴിഞ്ഞു പോയ സമയമാണ് 2018. ടീച്ചറായിട്ടിരിക്കുമ്പോൾ ഒരുപാട് പേരുണ്ടായിരുന്നു. ഞാൻ ടീച്ചറിൻ്റെ സെൽഫ് മാറി ട്രെയിനറായപ്പം ടീച്ചറിൻ്റെ സെൽഫിന് മാച്ച് ചെയ്യുന്നവർ അത്രയും കാലം ഉണ്ടായിരുന്നുള്ളൂ. ട്രെയിനറിൻ്റെ സെൽഫിന് മാച്ച് ചെയ്യുന്നവർ വരണം, നിങ്ങളെപ്പോലെയുള്ളവരൊക്കെ വരണം. അപ്പോൾ എത്തുന്നതുകൊണ്ട് 18 ഞാൻ ട്രെയിനർ ആവാൻ തീരുമാനിച്ചപ്പം ടീച്ചറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് ആൾക്കാർ കൊഴിഞ്ഞു പോയി. അപ്പോൾ ഞാൻ തനിച്ചായി എന്ന് തോന്നിപ്പോയി. പക്ഷെ തനിച്ചായിരുന്നെങ്കിൽ കൂടി തനിച്ചാകുന്ന നിമിഷത്തിലാണ് നമുക്ക് നമ്മളെ പരിശീലിപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയം. എന്നുകൊണ്ട് തനിച്ചാണെങ്കിൽ കൂടി അതെനിക്ക് പരിശീലനത്തിലുള്ള സമയമാണ്, പരീക്ഷണത്തിൻ്റെ അല്ല, പരിശീലനത്തിൻ്റെ സമയമാണെന്ന് മനസ്സിലാക്കിയിട്ട് എനിക്ക് ഏറ്റവും ക്വാളിറ്റി ഉള്ള പരിശീലനങ്ങൾ ഞാൻ എന്നെ തന്നെ പരിപോഷിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കൊടുക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ആർക്കെങ്കിലും തനിച്ചാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പുതിയ ഡെസിഷൻ എടുക്കുമ്പോൾ മിക്കവാറും നമ്മൾ തനിച്ചായി പോകും. കാരണം പുതിയ ഏരിയയിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ പഴയ ആൾക്കാർ എപ്പോഴും ഉണ്ടായിക്കോളുന്നില്ല. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ആ സമയം നിങ്ങളെ പരിശീലിപ്പിക്കേണ്ട സമയമാണെന്ന് മനസ്സിലാക്കുക. ഒരിക്കലും പരീക്ഷണം എന്ന് പറഞ്ഞിട്ട് ഖേദത്തിലായി, സങ്കടത്തിലായി, ധർമ്മസങ്കടത്തിലായി, വിഷമത്തിലായി, വിഷാദത്തിലായി തനിച്ചിരിക്കാതെ ആ സമയം ഏറ്റവും നന്നായിട്ട് നിങ്ങളെ പരിശീലിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കാം. ഈ തനിച്ചാക്കേണ്ട ഒരു സമയം വന്നപ്പം 2018 ഈ ഒറ്റപ്പെടലിൻ്റെ സമയം വന്നപ്പം എനിക്ക് നല്ല വേദന ഉണ്ടായിട്ടുണ്ട്, നല്ല സങ്കടം ഉണ്ടായിട്ടുണ്ട്. എന്നെ ചേർത്ത് പിടിച്ചവർ പോലും നീ നാശത്തിലേക്കാണ് പോകുന്നത്, നിൻ്റെ ഈ ഡെസിഷൻ ശരിയല്ല, ഇത്തിരി നല്ല സ്ഥാപനം ഉണ്ടായിട്ട് ഒഴിവാക്കി പോയിട്ട് ഒരു എത്തും പിടുത്തില്ലാത്ത, ഇതെങ്ങനെയാവും എന്താവുന്ന പോലും അറിയാത്ത, ഒരു മാതൃക പോലും ഇല്ലാത്ത ഒരു കാര്യത്തിൽ
ഘട്ടത്തിൽ പോയിട്ട് എന്ത് ചെയ്യാനാണെന്ന് ചോദിച്ചിട്ട് പലരും ആശങ്കയുടെ കണ്ണിലൂടെ മാത്രം എന്നെ നോക്കുന്നുണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഈ കണ്ണിലൂടെയുള്ള നോട്ടം, നമ്മൾ ഈ കണ്ണ് തട്ടാന്ന് കഴിഞ്ഞ സെഷനിൽ പറയുന്നു. എന്നാൽ എനിക്ക് തട്ടിയ ഏറ്റവും വലിയ കണ്ണ് എന്ന് പറഞ്ഞാൽ ഈ കണ്ണോടുകൂടിയുള്ള നോട്ടമാണ് എന്നെ തട്ടിയത്. അതായത് ഇതെന്താ ആക്കാൻ പോണത് അല്ലാണ്ട് ഒരാൾ വന്നിട്ട് രക്ഷപ്പെട്ടില്ലേ, ഉഷാറായില്ലേ, ആ കണ്ണ് വെക്കലല്ല. അതിനപ്പുറത്തേക്ക് എന്താ ഇപ്പോൾ കാട്ടാൻ പോണതെന്നോ, ഞാൻ കാണുന്നവരൊക്കെ ഞാൻ കണ്ടത് എന്നൊരു പ്രത്യേക നോട്ടാണ്. കാരണം ഇവനിപ്പോൾ എന്താ കാട്ടാൻ പോണത്, ഇവരെന്താ ആക്കാൻ പോണത് ഈ പരിപാടിയൊക്കെ ആയിട്ട് വന്നിട്ട് എന്ന രീതിയിലാണ്. പലരും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പല ആളുകളും എന്നോട് ചേർന്ന് നിൽക്കുന്നവരൊക്കെ തമാശ രൂപേണ മെഡിറ്റേഷൻ്റെ ആൾക്കാർ വന്നല്ലോ, മറ്റേൻ്റെ ആൾക്കാർ വന്നല്ലോ, ഭയങ്കര സംഭവമായിരിക്കുമല്ലേ എന്നൊക്കെ പറഞ്ഞ് മോക്കെടുത്ത് പോലും കേട്ട് നിൽക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു നോട്ടമാണ്. ഇവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കിട്ടിയൊരു വിസ്ഡം ഉണ്ട്. നമ്മൾക്ക് ഓരോ പോയിന്റ് ഓഫ് ലൈഫിലും അവിടെ പിടിച്ചു നിൽക്കാൻ നമുക്കായിട്ടൊരു ഡിവൈൻ മെസ്സേജ് വരും. അത് നമുക്കായിട്ട് കസ്റ്റമൈസ് ചെയ്ത് ആ സമയത്ത് മാത്രം അത് കൺമുന്നിൽ വരുള്ളൂ. അതുവരെ നമ്മൾ കാണൂല. ചിലപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും, നമ്മൾ ആ വരി കണ്ടിട്ടുണ്ടായിരിക്കും, പക്ഷെ അത് ഹൃദയത്തിൽ കൊള്ളൽ അത് ഉപകരിക്കേണ്ട ചില നിമിഷങ്ങളുണ്ട്. അപ്പോഴാ ചില വേദിക് വേഴ്സുകൾ അല്ലെങ്കിൽ ഇതുപോലത്തെ മാസ്റ്റർ കോട്ടുകളൊക്കെ നമുക്ക് സഹായകമാകാം. ഈ ഒറ്റപ്പെട്ട നിമിഷത്തിൽ വീണ്ടും ജലാലുദ്ദീൻ റൂമിയുടെ വേറൊരു വരി എനിക്കിങ്ങനെ ഇറങ്ങാണ്, എൻ്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങാണ്. അതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, തനിച്ചാകുമ്പോൾ സങ്കടപ്പെടരുത്, നിന്നെ തനിച്ചാക്കിയത് തമ്പുരാൻ നിന്നോടൊപ്പം ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കുന്നു. അപ്പോൾ ദൈവം നീയുമായിട്ടൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വേറെ എല്ലാവരെയും അവിടെ പ്രോട്ടോക്കോളാണ്, വേറെ എല്ലാവരെയും മാറ്റി നിർത്തും. ഇനി നീയും നിൻ്റെ ദൈവം മാത്രം തമ്മിലുള്ളൊരു ഇടപെടലാണ്. ആ സമയത്ത് എനിക്ക് എന്നെയും എൻ്റെ പഠിച്ചോനെ അറിയാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം ഈ 18ൻ്റെ തുടക്കത്തിൽ പലപ്പോഴും തനിച്ചായതുകൊണ്ട് തന്നെ ആരെയും കൂടെ പോയിട്ടൊന്നും ഇരിക്കാനില്ലാത്തത് കൊണ്ട് 18ൽ പുതിയൊരു ഓഫീസ് താൽക്കാലികമായിട്ട് തുടങ്ങി എന്നുള്ളൂ. വേറെ ഇരിക്കാനൊരിടം വേണം. തുടങ്ങിയിട്ട് ആ ഓഫീസിൽ ഞാൻ ഏറ്റവും കൂടുതൽ സമയം തനിച്ചാണ് ഇരുന്നത്, മാസങ്ങളോളം. രാവിലെ എൻ്റെ ക്യാബിനിൽ കയറിയാൽ ചിലപ്പോൾ വൈകുന്നേരം വരെ ഒറ്റ ഇരുത്താണ്. എന്താണെന്ന് വെച്ചാൽ ഒരു ഹവ അടിച്ചിരിക്കുക. ഇത് വിഷാദമാണോ വേറെ എന്തെങ്കിലും ആണോ എന്നല്ല. കാരണം ഇനി എങ്ങനെ, എന്താ ഞാൻ ചെയ്യാൻ പോണത്, ഇത് എവിടേക്കാ പോകുന്നത്, എൻ്റെ മുന്നിൽ ഒരു വഴിയും കാണുന്നില്ല. ദീർഘമേറിയ ചിന്തയാണ്. അതുമാത്രമല്ല, അതിനോടൊപ്പം നോക്കി നടത്താൻ വേണ്ടിയിട്ട് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പറ്റം ആട്ടുംപറ്റങ്ങളെ സെലക്റ്റഡ് ആയിട്ടുള്ള തിരഞ്ഞെടുത്ത ഒരു 10-15 കൂടെ ഉണ്ട്. 15 അല്ല, അന്ന് 40 ഉണ്ട്. അപ്പോൾ ഇവരെ ഭാവി, ഒരു ചോദ്യമുണ്ട്, ഇവരെ ഭാവി എന്താവും? ടീച്ചറിൻ്റെ റോൾ നിൽക്കുമ്പോൾ പാരൻസ് ഹാപ്പിയാണ്. കാരണം എന്താണ്, ടീച്ചറാണോ നോക്കണത് എന്നുള്ള. ട്രെയിനറിലേക്ക് വരുമ്പോൾ പഠിപ്പിക്കുന്ന ആളൊന്നുമല്ലല്ലോ, പിന്നെ ഇപ്പോൾ മൂപ്പരെ കൂടെ നിന്നിട്ട് എന്ത് കിട്ടാനാ? അപ്പോൾ ഈ 40 രക്ഷിതാക്കളുടെ ആശങ്ക, അതുപോലെ തന്നെ ചുറ്റുപാടുള്ള ആൾക്കാർ ആശങ്ക, ഇവരിങ്ങനെ നമ്മുടെ ഓഫീസിലൊക്കെ വരുമ്പോൾ എന്താ അവിടെ സംഭവിക്കണമെന്ന് നോക്കി നിൽക്കുന്നവർ ആശങ്ക, ഇതൊക്കെ ഉണ്ട്. അവർക്ക് എന്ത് മറുപടി തൽക്കാലം ഒന്നും പറയല്ല. കാരണം എനിക്കൊരു പദ്ധതി വേണ്ട, ഇത് ഇങ്ങനെയാണ് ആവാന്ന് പറയാൻ അതെനിക്ക് അറിയൂല. അപ്പോൾ ഇനി എന്താ ഉള്ളത്? കാലം തെളിയിക്കണം. കാലം തെളിയിക്കാൻ അത് കാലം എത്തുമ്പോഴല്ലേ തെളിയിക്കാൻ പറ്റുള്ളൂ, മുന്നേ നമുക്ക് തെളിയിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ചില ഇടങ്ങളുണ്ട് അവിടെ നമുക്ക് വാക്ക് കൊണ്ട് ഉത്തരം നൽകാൻ പറ്റൂല, അത് സമയം കൊണ്ട് മാത്രം ഉത്തരം കൊടുക്കുള്ളൂ. പക്ഷെ സമയം കൊണ്ട് കാലത്തിൻ്റെ കാവ്യനീതി പുലരുമാർ ഉത്തരം കൊടുക്കണമെങ്കിൽ അത്തരത്തിലുള്ള പരീക്ഷണ നിമിഷങ്ങളിൽ പരാതിപ്പെടാതിരിക്കുക. ആരോടൊരു പരാതി പാടില്ല. എനിക്ക് ആരോടും പരാതി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്തിൽ ഞാൻ എന്തു ചെയ്യുന്ന ഓർത്തപ്പോൾ എനിക്ക് മനസ്സിലായി, എല്ലാവരെയും മാറ്റിയിരിക്കുന്നത് റൂമിയുടെ ആ കോട്ടാണ്. അതിൽ പറഞ്ഞു, നിങ്ങളുമായിട്ട് നിങ്ങളുടെ സൃഷ്ടാവ് ഒരു മീറ്റിംഗ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിന്ന് എല്ലാവരും പോകും. ഒറ്റപ്പെട്ട നിമിഷത്തിലാണ് പലരും പഠിച്ചോനെ കണ്ടത്, എല്ലാവരും പഠിച്ചോനെ അറിഞ്ഞത്. പഠിച്ചോനുണ്ട് എന്ന് പറയണമെങ്കിൽ പടപ്പുകളില്ലാത്ത നിമിഷം വരണം. പടപ്പുകളൊക്കെ കൂടെ ഉണ്ടാകുമ്പോൾ ഇവരൊക്കെ കൂടെ ഉണ്ടെന്നാണ് തോന്നാം. അതേസമയത്ത് പടപ്പുകളൊക്കെ നമ്മൾ വിട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തനിച്ചാവും. അപ്പോൾ നമുക്ക് ആരെങ്കിലും നോക്കുമ്പോഴാണ് ഇവരൊക്കെ പോയിട്ടും പഠിച്ചോൻ എന്നെ കൈവിട്ടില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, പഠിച്ചോൻ പിടിക്കുന്നുണ്ട്, നമ്മളെ കൈ പിടിക്കുന്നുണ്ട്, നമ്മൾ അറിയിക്കാൻ വേണ്ടിയിട്ട് ധൈര്യമായി മുന്നോട്ട് പോയിക്കൊള്ളുക എന്ന് നിങ്ങളെ അറിയിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ പല ആളുകളും നിങ്ങളും താൽക്കാലികമായിട്ട് വിട്ടു നിന്നേക്കാം. അന്ന് തോന്നും എന്നേക്കുമായി പോയതാണെന്ന്. എനിക്ക് തോന്നി അങ്ങനെ എന്നേക്കുമായിട്ട് എനിക്കൊക്കെ നഷ്ടപ്പെട്ട്, എൻ്റെ ഫ്രണ്ട്സുകളെ നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു. പിന്നെ ഇന്ന് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി അവരൊക്കെ താൽക്കാലികമായിട്ട് ഈ പ്രക്രിയയ്ക്ക് വേണ്ടിയിട്ട് സ്പേസ് തരായിരുന്നു. ഓർക്കും അതറിയില്ല, എനിക്കും അതറിയില്ല. അവർക്കും തോന്നിയതോടെ എന്നോട് ദേഷ്യാന്നൊക്കെ. പക്ഷെ ഇന്ന് അവർ കൈയടിക്കുന്നു, അവർ കൂടെ നടക്കുന്നു, അവർ സന്തോഷിക്കുന്നു, അവർ അഭിമാനിക്കുന്നു, അവർ പലരോടും അഭിമാന പുരസ്സരം പറയുന്നു. നിങ്ങൾ ആ കൈയടിയല്ലേ, നമ്മളെ കൂടെ പഠിച്ചതാ എന്നൊക്കെ പറയുന്ന കോലത്തിലേക്ക് അവർ സന്തോഷം പറയുന്ന ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള നിമിഷത്തിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒറ്റപ്പെട്ട നിമിഷത്തിൽ ഒരാളോടും പരാതി പറയാതെ, ഒരാളോടും പരിഭവം പറയാതെ നിങ്ങൾ ഒറ്റ കാര്യത്തിൽ മുറുകെ പിടിക്കുക. ഞാൻ മുറുകെ പിടിച്ചത് 2018 ആരില്ലെങ്കിലും ഇത് ഡിവൈൻ മീറ്റിങ്ങിൻ്റെ സമയമാണ്. അപ്പോൾ ഈ അനുഭവത്തിലൂടെ കടന്നു പോയിട്ട് അത് അറിയുന്ന, അത് അനുഭവിക്കുന്ന നിമിഷത്തിൽ നിന്നും നമ്മളെ മാറ്റി നിർത്തുന്ന എന്തൊക്കെ ഈഗോകൾ നമ്മുടെ ഉള്ളിലുണ്ടോ അതൊക്കെ കരിഞ്ഞു പോകും.
അതിനോടൊപ്പം ആ സമയത്ത് ആ 2018 ഇങ്ങനെയൊക്കെ ഉണ്ടായപ്പം ടീമൊക്കെ ഒന്ന് ലോഞ്ച് ചെയ്ത് ഞാനൊരു ബെസ്റ്റ് ട്രെയിനറായിട്ട് വന്നു. അതിൻ്റെ ഇടയിൽ പോയിട്ട് ഈ ബെസ്റ്റ് ട്രെയിനറായിട്ട് വന്നിട്ടുള്ള ആവേശത്തിൽ തന്നെ അടുത്ത ചെയ്തത് എന്തെങ്കിലുമൊക്കെ ഒരു വലിയ സ്റ്റെപ്പിൽ തുടങ്ങണം എന്നുള്ള വരവറിയിക്കണമല്ലോ. അപ്പോൾ വലിയ സ്റ്റെപ്പിൽ തുടങ്ങണം എന്നുള്ള ഇതിലാണ് ആദ്യമായിട്ട് 2018 കേരളത്തിൽ ആദ്യത്തെ സൈക്കോ സമ്മിറ്റ് 2000 ആൾക്കാർ പങ്കെടുക്കുന്ന മെഗാ ഇവൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് 2018. ആ സമയത്ത് ഞാനും കുറച്ച് കുട്ടികളുമാണ് ആ പരിപാടി നടത്തിയെടുക്കുന്നത്. ഇവരെ പോലുള്ള 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളാണ്. ഇവർ പല ഇടങ്ങളിലും പോയിട്ട് ഇന്ന് പറയുന്ന ഹൈലൈറ്റ് മോളിലെ ഡയറക്ടേഴ്സ് മുതൽ അതിൻ്റെ മാനേജേഴ്സ് മുതൽ അറിയപ്പെട്ട നമ്മളെ കോഴിക്കോടുള്ള പല ഹോസ്പിറ്റൽ അതിൻ്റെ MD-മാർ അവിടുത്തെ സ്റ്റാഫുകൾ തുടങ്ങിയിട്ട് എല്ലായിടത്തും ഇവർ പോയിട്ടാണ് ഈ പ്രോഗ്രാമിനെ പറ്റി പറഞ്ഞത്. അപ്പോൾ ഇവർ കയറി ചെല്ലുമ്പം അവിടെയുള്ള ആൾക്കാരുടെ കൗതുകം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തിരി പോകുന്ന ഈ കുട്ടികൾ എന്താ പരിപാടി എടുത്തത് എന്തത് എന്നതാണ് കൗതുകം. പക്ഷെ നമ്മളുടെ മനസ്സിൽ അതൊന്നല്ല കാണുന്നത്. നമ്മളെ മനസ്സിൽ നമ്മളൊക്കെ വലുതായി എന്നാ. ദാറ്റ് മീൻസ് എൻ്റെ മനസ്സിൽ ഞാനും വലുതായി, എല്ലാവരും വലുതായി. കാരണം നമ്മൾ വലിയൊരു പദ്ധതിയിലാണ്. ആ പദ്ധതിയുടെ വലിപ്പത്തിലായതുകൊണ്ട് നമ്മുടെ വലിപ്പം എന്താണെന്ന് നമ്മൾ അറിഞ്ഞില്ല, നമ്മൾ ഇത്ര ചെറുതാന്ന് നമ്മൾ അറിഞ്ഞില്ല. അതിൻ്റെ പ്രൊമോഷണൽ വർക്കൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഞാനിങ്ങനെ നമ്മളെ കുട്ടികളെ പലതും നയിക്കുമ്പം ഒരിക്കലും എന്നെ ഒരാൾ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങളുടെ പരിപാടി അടിപൊളിയാണ്, സംഭവം നമുക്ക് മനസ്സിലായി, ഇത് ആവശ്യമുള്ളതാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, എന്തെങ്കിലും ആവശ്യങ്ങൾക്കോ മീറ്റിങ്ങിനോ അയക്കുമ്പോൾ കുറച്ച് വലിയ ആൾക്കാരെ അയക്കണത്. വലിയ ആൾ ഞാനുള്ളൂ, അത് കഴിഞ്ഞ് വരേ ഉള്ളൂ, വേറെ ആരുമില്ല. നിങ്ങളിപ്പോഴും നമ്മളെ ടീം നോക്കി വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇത് 9 വർഷം കഴിഞ്ഞിട്ട് ഇവരിങ്ങനെ. അപ്പോൾ 9 വർഷം മുന്നേ ഇവരെങ്ങനെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അതാണ് ആ ഫോട്ടോയിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ. ക്ലിയർ ആയില്ലേ? അപ്പോൾ അത് പെട്ടെന്ന് പൊട്ടി മുളിക്കുന്നതല്ല. അതിനുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, അതിനുള്ള ഡെഡിക്കേഷൻ ഉണ്ട്, അതിനുള്ള കൺസിസ്റ്റൻസി ഉണ്ട്, ഇതൊക്കെ ഉണ്ട് എന്നുള്ള. അപ്പോൾ 2018 വലിയൊരു മെഗാ ഇവൻറ്റ് അനൗൺസ് ചെയ്തു. അതൊരു ഗ്രാൻഡ് സക്സസ് ആയി. കാഴ്ചയിൽ ആളുകളുടെ ഇടപെടൽ അവർക്ക് കിട്ടിയ കാര്യത്തിലൊക്കെ സക്സസ് ആയി. പക്ഷെ അതിൻ്റെ ഇടയിൽ അതിൽ വലിയൊരു ഫെയിലർ ഉണ്ടായിരുന്നു. അവിടെയാണ് ഞാൻ പഠിച്ച പാഠം, ടിയാനിലെ പാഠം അല്ലേ, വെളിച്ചത്തിൻ്റെ പോരാളികൾ, ദൈവത്തിൻ്റെ പോരാളികൾ തോറ്റു തുടങ്ങുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയോ? അഹന്ത അത് ഇല്ലാതാകാൻ വേണ്ടിയിട്ടാണെന്ന് പൃഥ്വിരാജിൻ്റെ ഒരു ഡയലോഗ് ഉണ്ട്. നിങ്ങളിതൊന്നും കേട്ടിട്ടില്ല? നിങ്ങളിപ്പോൾ എന്താ കേട്ടത്? ഓക്കെ, അപ്പോൾ ഏതായാലും ഇതെനിക്ക് ശരിക്കും ബോധ്യപ്പെട്ടു. കാരണം ആ ഇവൻറ്റ് വലിയ സക്സസ് ആയിരുന്നെങ്കിൽ കൂടി, ആ പാർട്ടിസിപ്പേഷൻ കൊണ്ട് വലിയ സക്സസ് ആയിരുന്നെങ്കിൽ കൂടി ഫൈനാൻഷ്യലി ഏകദേശം 5-6 ലക്ഷത്തിൻ്റെ ബാധ്യത ആണ് എനിക്ക് 8 വർഷം മുന്നേ തന്നെ വരുത്തിയതെന്നുള്ളതാണ്. അപ്പോൾ തുടക്കം തന്നെ എങ്ങനെയാണ്? കാഴ്ചയിൽ അടിപൊളിയാണ്, ഉള്ളിലാകെ എന്ത് ചെയ്തിരിക്കുകയാണ്? പൊളിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവൻറ്റ് ടീമൊക്കെ സെറ്റ് ചെയ്ത് അടിപൊളി സെറ്റപ്പൊക്കെ ആക്കി ആകെ അടിമുടി മാറ്റി ഗ്രാൻഡ് സെറ്റപ്പൊക്കെ ചെയ്തു. രാവിലത്തെ സെഷൻ കഴിഞ്ഞ് ഉച്ചക്കത്തെ സെഷന് ഞാൻ കയറാൻ പോകുന്നതിൻ്റെ ഒരു 15-20 മിനിറ്റ് മുന്നേ സ്റ്റേജിൽ ഷാനയും തെംജീദൊക്കെ ആങ്കർ ചെയ്തുകൊണ്ടിരിക്കുക. പെട്ടെന്ന് ഇവൻറ്റ് കോർഡിനേറ്റേഴ്സ്, ഇവൻറ്റിൻ്റെ മെയിൻ ആൾക്കാർ, ഈ ലൈറ്റ് ആൻഡ് സൗണ്ടിൻ്റെ ആൾക്കാർ ആ ലൈറ്റ് അങ്ങ് ഓഫ് ചെയ്ത്, സൗണ്ട്സ് ഓഫ് ചെയ്ത്, അഡ്വാൻസ് പേയ്മെൻറ്റിനോടൊപ്പം പറഞ്ഞ പേയ്മെൻറ്റ് ചെയ്യാണ്ട് പരിപാടി നടത്തൂല എന്ന്. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യുന്ന അറിയില്ല. ഞാനിങ്ങനെ സ്യൂട്ടൊക്കെ ഇട്ട് കയറാൻ വേണ്ടി അടുത്ത സെഷൻ കയറാൻ വേണ്ടി ഇരിക്കുന്നു. ഓഡിയൻസ് മൊത്തം നിരന്നിരിക്കുന്നു. പെട്ടെന്ന് ലൈറ്റ് പോയി. എല്ലാവരും വിചാരം എന്തോ പവർ ഫെയിലർ ആണെന്നാണ്. അപ്പോൾ അവിടെ ഏകദേശം ഒരു അരമണിക്കൂറോളം സ്തംഭിച്ച് നിൽക്കുകയാണ്, എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട്. അങ്ങനെ അവസാനമുള്ള നെഗോസിയേഷൻ ടോക്കിലൂടെ ഒക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ട് അവസാനം അരമണിക്കൂറിന് ശേഷം ലൈറ്റ് ഓൺ ആക്കി. പക്ഷേ ഈ മുഴുവനായിട്ടുള്ള ഒരു ട്രോമ അനുഭവിച്ചുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ വേദിയിലേക്ക് വരുന്നത്. നിങ്ങൾ ഓർത്ത് ആ ട്രോമ ഉള്ള ഞാൻ പിന്നെ ജീവിതത്തിൽ ഇവൻറ്റ് നടത്തൂല. പക്ഷെ നോക്കിയേ എത്ര ഇവൻറ്റുകൾ നമ്മൾ ചെയ്തു. ചുടുവെള്ളത്തിലൊന്നല്ല വീണ്, തീയിലാട്ടത്, നെമ്രൂദിൻ്റെ ഇതില്ല, അതിലിട്ട് അനുഭവമായിരുന്നു എനിക്കാണ്. കാരണം ഗാലറിയിൽ നോക്കുമ്പോൾ നമ്മൾ ഹോം മാസ്റ്റേഴ്സ് ആയിട്ടുള്ള ഫസ്റ്റ് ബേസിലെ കുറേ ആൾക്കാർ ഗാലറിയിൽ ഇങ്ങനെ അവരൊക്കെ സെറ്റായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇവരൊക്കെ കാണുന്നുണ്ട് എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓഡിയൻസ് കുറച്ച് ആൾക്കാർക്ക് മാത്രമേ വിഷയം അറിയില്ല. അതുമാത്രമല്ല, എന്നെ വിശ്വസിച്ച് എൻ്റെ കൂടെ വന്നിട്ടുള്ള ഈ കുട്ടികളുടെ രക്ഷിതാക്കളിൽ പലരും അവിടെ ഉണ്ട്. അവരിത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പടച്ച തമ്പുരാനെ, മുങ്ങാൻ പോണ കപ്പലാണ് നമ്മളെ മക്കൾ എന്നാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്തൊക്കെ പറഞ്ഞാൽ എവിടേക്കോ അവർക്കൊരു ഒരു പിടുത്തങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ആ അനുഭവം ശരിക്കും പറഞ്ഞാൽ പിറകോട്ട് പോകാനല്ല, താൽക്കാലികമായിട്ടൊന്ന് റെസ്റ്റ് എടുക്കാനും അതിൻ്റെ ആഘാതത്തിൽ നിന്നും തിരിച്ചു വരാൻ ഒരുപാട് സമയം ആക്ച്വലി എനിക്ക് എടുക്കേണ്ടി വന്നിട്ടുള്ളതാണ് അടുത്തൊരു വലിയൊരു ഇവൻറ്റിലേക്ക് ചിന്തിക്കാൻ. പക്ഷെ എന്തൊക്കെയാണെങ്കിലും 2018 ഒരു ഇവൻറ്റ് നടത്തി ഞാനൊരു ട്രെയിനറായി ഞാൻ ഒറ്റപ്പെട്ടു. അതിനോടൊപ്പം വലിയൊരു ഇവൻറ്റ് നടത്തിയതിൻ്റെ ഈ ഭാഗത്ത് എനിക്ക് സാമ്പത്തിക ബാധ്യതകൾ വന്നു. എന്നെങ്കിൽ കൂടി 2018 ഞാൻ ആദ്യത്തെ ഒരു ഓഫീസ്, ഇതുപോലെ ചെറിയൊരു ഓഫീസ് സ്റ്റാർട്ട് ചെയ്യണേ. ഞാൻ ഈ ഡയറി എടുത്ത് നോക്കിയ സമയത്ത് ഇതിലൊരു ദിവസം ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതിയിരിക്കുന്നത് ബിൽഡിംഗ് ഓണർക്കാണ്. എന്താ എഴുതിയാരോ, ഇന്ന് മൂപ്പര് വാടക ചോദിച്ചില്ല. ഇത് ഞാൻ കണ്ടതാണ്, ഇതിൽ എഴുതി വെച്ചാണ്, മനസ്സിലായല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് എൻ്റെ ബിൽഡിംഗ് ഓണർ എന്ത് ചെയ്തില്ല, വാടകയ്ക്ക് വിളിച്ചില്ല എന്നുള്ള സന്തോഷം ഞാൻ ഗ്രാറ്റിറ്റ്യൂഡായിട്ട് എഴുതി വെച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓഫീസിലെ 18 ഒട്ടുമിക്ക മാസങ്ങളിലും
റെൻറ്റ് കറക്റ്റ് പോവില്ല എന്നതുകൊണ്ട് ബിൽഡിംഗ് ഓണർ വന്നിട്ട് പൂട്ടിപ്പോവും. പുറത്തുനിന്ന് ലോക്ക് ചെയ്ത് പോകും. എന്നിട്ട് അങ്ങേരുടെ വീട്ടിൽ പോയിട്ട് അങ്ങേരുടെ അടുത്ത് പോയിട്ട് ഇരുന്നിട്ട് കുറേ സങ്കടം പറഞ്ഞ് അത് റെഡി ആക്കത്തുമ്പോൾ കുറച്ച് ടൈറ്റാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞ് എക്കിനെയൊക്കെ കൺവിൻസ് ചെയ്ത് വീണ്ടും തുറക്കും. അക്കിനെ കുറച്ച് കഴിഞ്ഞ് 1-2 മാസം റെൻറ്റ് പെൻഡിങ് ആകുമ്പോഴേക്ക് വീണ്ടും ലോക്ക് ചെയ്യും. ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരുന്ന ഘട്ടക്കായിരുന്നു. അങ്ങനത്തെ ഒരു ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട് ട്രോമ ഉള്ള ഞാൻ ഇങ്ങനെ ഒരു ഓഫീസ് എന്തായാലും ട്രോമ വെച്ചിട്ട് ഒരിക്കലും തുടങ്ങൂല. എന്നെ എന്തോരം കാര്യങ്ങൾ പിറകോട്ട് വലിക്കണം ഇത്തരത്തിലൊരു ഓഫീസിലേക്ക് നമ്മൾ വരണമെങ്കിൽ. കാരണം അതാണ് അനുഭവം. ആദ്യ അനുഭവം അത്രക്കും ട്രോമാറ്റിക് ആയിരുന്നു എന്നത് തന്നെയാണെന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും അങ്ങനെ 18 കാലഘട്ടം ശരിക്കും പറഞ്ഞാൽ ടീച്ചറിൽ നിന്നും ട്രെയിനറിലേക്ക് ട്രാൻസിഷൻ നടക്കുന്ന പീരീഡ്. അത് നല്ല പെയിൻഫുൾ ആയിരിക്കും. നമ്മളെ ന്യൂ സെൽഫ്, ഞാൻ എപ്പോഴും പറയാം അതിന്, പഴയ സെൽഫ് പോയിട്ടുമില്ല, പുതിയ സെൽഫ് വന്നിട്ടുമുണ്ട്. പഴയ ആൾ പോയിട്ടുമില്ല, പുതിയ ആൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ട്രാൻസിഷൻ ഫേസാണ്. നമ്മൾ ഈ പാമ്പ് തോല കുരിക്കുക എന്ന് പറയുന്നത് പോലെ ഉള്ളൊരു പീരീഡാണ് ആ ട്രാൻസിഷൻ. എനിക്ക് 2018 അങ്ങനെ കടന്നുപോയി 2019 കടക്കുമ്പോഴേക്ക്, പുതിയ വർഷം വീണ്ടും 2019 കടക്കുമ്പോഴേക്ക് വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വരുന്നു. ഇത്തവണ കഴിഞ്ഞ പാഠങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് കുറച്ചുകൂടി ഒന്ന് മനസ്സിലാക്കി പ്ലാൻ ചെയ്തിട്ട് വലിയൊരു മെഗാ സെമിനാർ നടത്തി. മെഗാ ഇവൻറ്റിന് പകരം അതൊരു 3 മണിക്കൂർ സെമിനാർ മാത്രമായിരുന്നു. പക്ഷെ അത് നടത്തിയത് ഇവിടെ തന്നെ അപ്പുറത്ത് ആ ജംഗ്ഷനിൽ പോയാൽ അവിടെ ഒരു ഓഡിറ്റോറിയം ഉണ്ട്, സ്നേഹാഞ്ജലി ഓഡിറ്റോറിയം. അവിടെ ഏകദേശം ഒരു 500-600 ആൾക്കാർ ഒരു ഓഫ്ലൈൻ ഗ്രാൻഡായിട്ടുള്ള രാത്രി 7 മണി മുതൽ 9 മണി വരെ ഒരു സെമിനാർ നടത്തി. അന്ന് ഹോള് ഫുള്ളായിരുന്നുള്ള. പക്ഷെ അന്ന് എനിക്കുണ്ടായ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഹോളിൽ ഇരുന്നിട്ടാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ മെൻറ്റേഴ്സിൽ ഒരാളായിട്ടുള്ള വിജയൻ സാറിൻ്റെ ക്ലാസ്സിന് ആദ്യമായിട്ട് ഇരിക്കുന്നത്. അന്ന് ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ ആഗ്രഹിച്ചു, ഇങ്ങനെയൊക്കെ അല്ലേ ഞാൻ അതേ സ്റ്റേജിൽ ക്ലാസ് എടുത്തു എന്നുള്ളതാണ്. 2017 അങ്ങനെ ഒരു സെഷനെ ഞാൻ കണ്ടു, അവിടെ പോയിട്ടിരുന്നു. 2019 അതേ സ്ഥലത്ത് ക്ലാസ് എടുത്തു എന്നുള്ള. അപ്പോൾ 2 വർഷം കൊണ്ട് ചിലപ്പോൾ നമ്മൾ കൂട്ടത്തിലിരുന്നോടത്തൊന്നും നമ്മൾ ചിലപ്പോൾ ആ ചെയറിൽ പോയിട്ടിരിക്കുന്ന ചില മൊമെൻറ്റുകൾ വരും. പലർക്കും അങ്ങനെ ഉണ്ടായിരിക്കും. ഏറ്റവും കൂടുതൽ ഞാനത് നമ്മളെ കോച്ചസിലൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മൾ ആദ്യം അതിലൊരു കൂട്ടത്തിൽ ഒരാളോ ഒരു ഓഡിയൻസിൽ ഒരാളൊക്കെ ആയിട്ടായിരിക്കും. പിന്നെ നമ്മൾ അതേ സ്ഥലത്ത് തന്നെ കൊണ്ടുപോയിട്ട് മെയിൻ സ്പേസിൽ കൊണ്ടിടും. അതെങ്ങനെയാണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ സറണ്ടറൻസോട് കൂടിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പം വരുന്നതാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആലോചിച്ച് വെക്കുക, ആദ്യം നിങ്ങൾ പുറത്തായിരിക്കും. പുറത്ത് നിങ്ങൾ നോക്കിയ ചില ഇടങ്ങളുണ്ടായിരിക്കും. ഇന്ന് ചിലപ്പോൾ നിങ്ങൾ അതിൻ്റെ അകത്തായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ വീടായിരിക്കും അത്. നിങ്ങളിങ്ങനെ കണ്ടപ്പോൾ ഇതേപോലത്തെ വീട്, നല്ല വീടല്ലേ, കാണാനൊക്കെ പോയി ഇങ്ങനെ വന്നതാണ്. പക്ഷെ നമുക്കതിനൊരു വഴി ഉണ്ടായിരിക്കില്ല. കുറച്ച് കഴിഞ്ഞ് ചിലപ്പോൾ അതോ അതിലേറെ ഭംഗികളുള്ളതോ അതിലേറെ സൗകര്യങ്ങളുള്ളതായിട്ടുള്ള ഒരു വീട്ടിലേക്കായിരിക്കും ചിലപ്പോൾ നിങ്ങൾ വന്നിട്ടുണ്ടാവുക. ചിലപ്പോൾ അതൊരു കാറായിരിക്കാം. ഇതുപോലെ പുറത്തു നിന്ന് നോക്കിയിരുന്നതെന്തോ അതിൻ്റെ അകത്തിരുത്താൻ വേണ്ടിയിട്ടാണ് പുറത്തത് കാണിച്ചത് തമ്പുരാൻ എന്നുള്ളൊരു പാഠമാണ് 2019 ആ പരിപാടി നടത്തിയപ്പോൾ എനിക്ക് കിട്ടിയ വിസ്ഡം. പുറത്തിരുന്ന് കണ്ടത് എന്തിനാണ് കാണിച്ചു തരുന്നത്? പുറത്താക്കാൻ വേണ്ടിയിട്ടല്ല, പുറത്തിരുന്ന് നോക്കാൻ വേണ്ടിയിട്ടല്ല, പുറത്തിരുത്തി കണ്ടത് നിനക്കത് അർഹിക്കുന്നുണ്ട്, നിന്നെ അതിൻ്റെ അകത്തിരുത്താൻ വേണ്ടിയിട്ടാണ് പുറത്ത് വെച്ചത് കാണിച്ചു തരുന്നത്. ഇതിലേക്ക് കണക്ട് ചെയ്തിട്ട് എനിക്ക് കിട്ടിയ റൂമി വിസ്ഡം ഈ 19 ഈ ഇവൻറ്റ് നടത്തിയപ്പം, ഈ സെമിനാർ നടത്തിയപ്പോൾ റൂമി വിസ്ഡം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് എന്തിനോടെങ്കിലും ആരാധന തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തിനോടെങ്കിലും അഡ്മിറേഷൻ തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അകത്തുള്ളത് കൊണ്ടാണ് റൂമി പറഞ്ഞത്. നിങ്ങളിൽ അതുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് അതിനോട് അഡ്മിറേഷൻ തോന്നുന്നതെന്നുള്ള. ഇപ്പോൾ ചില ആൾക്കാർക്ക് നമ്മളെ സെഷനോട് ഭയങ്കര അഡ്മിറേഷനാണ്. ഞാൻ പറയും, നിങ്ങളുടെ ഉള്ളിൽ ഇതിൻ്റെ അംശമുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ എന്തോ ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് അതിനോട് അഡ്മിറേഷൻ തോന്നുന്നത് എന്നുള്ളതാണ്. എനിക്ക് ഫുട്ബോളിനോട് വലിയ അഡ്മിറേഷനൊന്നും തോന്നില്ല, ഇഷ്ടമാണ് കളിക്കാൻ. അതിനർത്ഥം അഡ്മിറേഷൻ തോന്നാത്തത് എൻ്റെ അകത്ത് അതുമായി ബന്ധപ്പെട്ട ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ്. എനിക്ക് ഇങ്ങനത്തെ വിസ്ഡത്തിനോട് പണ്ട് മുതലേ അഡ്മിറേഷനാണ്. കോഡ്സ് എന്ന് പറയുന്നത് എനിക്ക് അഡിക്ഷനാണ്. അപ്പോൾ എന്തുകൊണ്ട് എനിക്ക് അഡിക്ഷൻ ഫീൽ ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്കൊരുപാട് കോഡ്സുകൾ ഡെലിവർ ചെയ്യാൻ പറ്റുന്ന ഒരു അംശം എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ് എനിക്ക് അതിനോട് അഡ്മിറേഷൻ തോന്നിയത്. ഇത് തന്നെയാണ് ഞാൻ അന്ന് ഓർത്തത്. ശരിയാണല്ലോ, ഈ വിസ്ഡം എൻ്റെ കയ്യിൽ അന്ന് 2019 വന്നപ്പം എൻ്റെ ഹൃദയം എന്നെ പഠിപ്പിക്കുകയാണ്. എന്താണെന്നറിയോ നിൻ്റെ ഈ അനുഭവം? നേരത്തെ ഷാന പറഞ്ഞില്ലേ, എന്തിനീ കഥ പറയുമെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ ഈ ആംഗിളിൽ കാണുമ്പോഴാണ് ആ കഥയുടെ ഡിവൈൻ പേഴ്സ്പെക്റ്റീവ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാം. അപ്പോൾ കണ്ടു, നടന്നു, അറിഞ്ഞു എന്നതുകൊണ്ടായില്ല, ഈ ആംഗിളിൽ കാണണം. അത് ഞാൻ ഈ കഥ ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണേ. അപ്പോൾ കാണേണ്ട ആംഗിളിൽ കാണാൻ വേണ്ടിയിട്ട് പലപ്പോഴും എൻ്റെ കഴിഞ്ഞ 9 വർഷത്തെ യാത്രയിലും ജലാലുദ്ദീൻ റൂമിയുടെ ചിന്തകൾ, തോട്ട്സ് പലപ്പോഴും നമ്മുടെ ലൈഫിൽ ഇങ്ങനെ പാഠങ്ങളായിട്ട് അനുഭവങ്ങളായിട്ട് വരുന്നത് കാണാറുണ്ട്. എന്നതുകൊണ്ടാണ് നമ്മളിവിടെ റൂമിനേറ്റും വെറുതെ റൂമിയുടെ വിസ്ഡംസ് നല്ലതാണ് വായിക്കാതിരുന്നത് കൊണ്ടല്ല, എൻ്റെ ജീവിതത്തെ ഞാൻ വായിച്ചിട്ടുണ്ട്. എൻ്റെ കഴിഞ്ഞ 9 വർഷത്തെ ഓരോ ഇടങ്ങളിലും ഓരോ ചലനങ്ങളിലും ഓരോ പാഠങ്ങളായിട്ട് ഡിവൈൻ മെസ്സേജ് പോലെ റൂമിയുടെ കോട്സുകൾ എന്നിങ്ങനെ അനുഭവങ്ങളായിട്ട് ഓർമ്മിപ്പിക്കലായിട്ട് വരാറുണ്ട്. അപ്പോൾ പിന്നെ അതല്ലാണ്ട് വേറെ എന്താ പഠിപ്പിക്കേണ്ടത്?
വായിച്ച് പഠിപ്പിക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് അനുഭവിച്ചത് പകരാത്തുന്നത്. അപ്പോൾ ആ അനുഭവ തലത്തിൽ അങ്ങനെ കണക്ട് ചെയ്തു പോകാൻ എങ്ങനെയാണ് ജീവിതത്തെ വായിക്കേണ്ടത്, എൻ്റെ ലൈഫിൽ സംഭവിക്കുന്ന ഓരോ മൊമെൻറ്റുകളെയും ഏത് ആംഗിളിലാണ് പെർസീവ് ചെയ്യേണ്ടതെന്ന് കറക്റ്റായിട്ട് എങ്ങനെ വന്ന് എന്നോട് പറഞ്ഞതുപോലെ തോന്നി. ഇത് ഞാൻ പുസ്തകം നോക്കി വായിക്കുന്നതല്ല, നമുക്കറിയാലോ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ വീണ് കിട്ടും. ഓരോ സമയത്ത് ഓരോ കോട്ടോ ഓരോ വരി വന്ന് കയറും. ചില സമയത്ത് നമുക്കൊക്കെ നമ്മുടെ നാവിൻ തുമ്പിൽ ഒരു പാട്ടായിരിക്കും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക, എന്താ അറിയില്ല, അത് നമ്മളോട് എന്തോ പറയുന്നുണ്ടായിരിക്കും. കുറച്ച് കഴിഞ്ഞാൽ അത് മാറും, അതിൻ്റെ ട്രെൻഡ് മാറും, പിന്നെ വേറെ പാട്ടായിരിക്കും. എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ട്രെൻഡിങ് ആവുന്ന പാട്ട് നമ്മൾ പാടി നടക്കുന്നതുകൊണ്ടല്ല, അത് ട്രെൻഡ് ആയതുകൊണ്ട് കേട്ട് ആവർത്തിക്കുക, അങ്ങനെയല്ല. അതെല്ലാത്തിനും അറിയാണ്ട് ചില വരികൾ എപ്പോഴും നമ്മുടെ ഉള്ളിലൂടെ ഇങ്ങനെ വരും. ഒരു സമയത്ത് എൻ്റെ ഉള്ളിലൂടെ വല്ലാണ്ട് എൻ്റെ ഉള്ളിൽ ഞാൻ ഇങ്ങനെ ആവർത്തിച്ചിട്ട് ഒരു കാര്യമില്ലാണ്ട് ആവർത്തിച്ച് ഇങ്ങനെ പാടിക്കൊണ്ടിരുന്ന വരിയാണ്, വേദത്തിനായത്ത് ആഴത്തിലോത് നാഥൻ്റെ നാദത്തിലായി കേൾക്ക് കാത്, വേദത്തിനായത്ത് ആഴത്തിലോത് നാഥൻ്റെ നാദത്തിലായി ചേർക്ക് കാത്. കുറേ മുന്നേ കേട്ടതാ, ഒരു സമയത്ത് തന്നെ. അപ്പോൾ ഞാൻ ചിന്തിച്ചു ഇതെന്താ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണേ. അപ്പോഴാണ് അതിൽ കണ്ടംപ്ലേറ്റ് ചെയ്യുന്നതിൻ്റെ എന്തൊക്കെയോ കാര്യങ്ങളിൽ ഞാൻ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രോസസ്സിൻ്റെ റിഫ്ലക്ഷനായിട്ട് ഈ വരികൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വി കണക്റ്റഡ് ദാറ്റ്. അപ്പോൾ ആ സമയത്ത് ഒരു റൂമിനേറ്റ് വന്നവർക്കറിയാം, ആ റൂമിനേറ്റിൽ ഞാൻ ഇരുത്തി പഠിപ്പിച്ചത് ഈ വരിയായിരുന്നു. റൂമിനേറ്റ് അറ്റൻഡ് ചെയ്തവർക്ക് അറിയാം, ഓൺലൈനിലുള്ളവർക്കൊക്കെ അറിയാം. ഞാൻ ഇരുത്തിയിട്ട് ഈ വരി മാത്രം പഠിപ്പിച്ചാൽ വിട്ടത്. ദാറ്റ് മീൻസ് അന്ന് ഒരുപാട് സെഷൻ എടുത്തു. എന്നിട്ട് ലാസ്റ്റ് ഞാൻ അതിനെ മൊത്തത്തിൽ ക്യാപ്സ്യൂലാക്കിയിട്ട് ഈ വരിയിലാക്കിയിട്ട് ചേർത്ത് വെച്ചിട്ടാണ് വിട്ടത്. അപ്പോൾ ഇതുപോലെ നമ്മുടെ ലൈഫിൽ ഓരോ ഘട്ടത്തിലും നമ്മളെ ഗൈഡ് ചെയ്യുന്ന ലൈൻസ് ഉണ്ടായിരിക്കും. നോക്കിയേ, ഇപ്പോൾ നിങ്ങൾ മുന്നോട്ട് ഗൈഡ് ചെയ്യണ വരി ഏതാ? അങ്ങനെ ഒരു വരി ഉണ്ടായിരിക്കും. അത് പാട്ടാവണമെന്നൊന്നുമില്ല, ചിലപ്പോൾ ഒരു കോട്ടായിരിക്കാം, ചിലപ്പോൾ നമ്മളെ പാരൻസ് ആരോ പറഞ്ഞു വെച്ച ചില വരികളായിരിക്കാം. അത് ഹാർഡ് ഗൈഡൻസ് എന്നുള്ളത് ആവർത്തിനുള്ള നിർബന്ധം. പലപ്പോഴും ഹാർഡ് ഗൈഡൻസ് ഒന്നും വരേണ്ട ഇതുപോലത്തെ വരികൾക്കപ്പുറത്തേക്ക് നമ്മുടെ തലയിലേക്ക് കുത്തി നിറച്ച ചില വരികളുണ്ടായിരിക്കും. അതാണ് അപകടം, അതാണ് പൈശാചികം. ഒരു സ്റ്റെപ്പ് എടുക്കാൻ പോവുക. ഉദാഹരണത്തിന് ഞാൻ ഈ സ്റ്റെപ്പ് എടുക്കുമ്പം ടീച്ചറിൽ നിന്നും ട്രെയിനർ ആകണമെന്ന് തീരുമാനിച്ചിട്ട് ആദ്യത്തെ സ്റ്റെപ്പ് എടുക്കുമ്പം എൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഗൈഡൻസ് എന്താ? ഫോളോ യുവർ ഹാർട്ട്, റൺ ഇൻ ദാറ്റ് ഡിറക്ഷൻ, യുവർ ഹാർട്ട് നോസ് ദ വേ. ഇതാ ഹൃദയത്തിൽ നിന്ന് വരുന്നത്. തല എന്താ പറയുക പറയുന്നത്, പഠിപ്പിച്ച് തത്തമ്മേ പൂച്ച പറഞ്ഞത് കൊക്കിലൊതുങ്ങണ കൊത്തിയാൽ പോരെ, കൊക്കിലൊതുങ്ങണ കൊത്തിയാൽ പോരെ. ഇതിലേതെടുക്കും? ഇതിലേതാ ഹാർട്ട് ഗൈഡൻസ്? നിങ്ങൾ പറയും. ഫോളോ യുവർ ഹാർട്ട് ആൻഡ് ഹാർട്ട് ഗൈഡൻസ്. എന്നെൻ്റെ തല എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കൊക്കിലൊതുങ്ങണ കൊത്തിയാൽ പോരെ. അപ്പോൾ കൊക്കിലൊതുങ്ങണത് പോയിട്ട് കൊത്തണോ അല്ലെങ്കിൽ ഹൃദയത്തെ പിന്തുടരണോ? ചില്ലറ പണിയൊന്നുമല്ല. അപ്പോൾ അതിൽ ഞാൻ ഏതെടുത്തു എന്നുള്ളതാണ്. അവിടെയാണ് റൂബി പറഞ്ഞത് ഫോളോ യുവർ ഹാർട്ട്, ട്രസ്റ്റ് യുവർ ഹാർട്ട് എന്ന് പറയുന്നത്. അതെടുത്തപ്പോൾ ആദ്യം കുറച്ച് ചലഞ്ചിങ് ആയിരുന്നെങ്കിൽ കൂടി പക്ഷെ മുന്നോട്ട് അത് നമ്മൾ ഒരുപാട് ഇവോൾവ് ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആലോചിക്കുക, പല ആൾക്കാരും ഹൃദയം തരുന്ന അത്തരത്തിലുള്ള മെസ്സേജുകൾ എടുക്കാതെ തല തരുന്ന സാധനങ്ങളാണ് എന്ത് ചെയ്യുന്നത് എടുക്കുന്നത്. തലയിലുള്ളത് ഓൾറെഡി എടുത്തു വെച്ച സാധനങ്ങളാണ്, ട്രെയിൻ ചെയ്ത് വെച്ച ഡ്രെയിൻ ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളാണെന്നുള്ളതാണ്. 19 തുടക്കത്തിൽ ഇതൊരു കംബാക്ക് ആയിരുന്നു ഇങ്ങനൊരു കാര്യം. ആ 19 ജാനുവരിയിൽ ആ ഓഡിറ്റോറിയത്തിൽ പുറത്തിരുന്നോടത്തൊന്നും അകത്ത് എന്ന് പറഞ്ഞപ്പോൾ ഒരു പരിപാടി ചെയ്ത് അത് കഴിഞ്ഞ് വെരി നെക്സ്റ്റ് ഡേ ഞാൻ ആദ്യമായിട്ട് UAE പോയി. അത് രാജ്യം വിട്ടൊന്ന് പുറത്തേക്ക് ആദ്യമായിട്ട് ചെയ്യണം. ആദ്യത്തെ എൻ്റെ വിമാനയാത്രയിലേക്കും ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് 2019 പക്ഷെ ഫ്ലൈറ്റ് കയറി പോയിരുന്നുള്ളൂ. അവിടെ എത്തിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല. ഒരു പരിപാടിയില്ല, ഒരു പദ്ധതിയില്ല, ജസ്റ്റ് പോയി നോക്കാം. എന്നാലോ അത് എല്ലാം ഉള്ളത് കൊണ്ട് ഒക്കെ സെറ്റായത് കൊണ്ട് പോയല്ല. ഞാൻ ആ യാത്രക്ക് പോയപ്പോഴേക്ക് തന്നെ നാട്ടിൽ ഒരുപാട് സംസാരങ്ങൾ, നാട് മൊത്തം കാടും, എന്നിട്ട് ലോകം ചുറ്റി നടക്കുക. എൻ്റെ ഹൃദയം പറയുന്നു എന്തോ ഒരു കാര്യം ചെയ്യാണ്ട് പോകണം. എൻ്റെ തല പറയുന്നു ഈ സമയത്ത് പോകാൻ ശരിയാവോ, അത് പ്രശ്നമല്ലേ, ഇതിൽ ഞാൻ ഏതെടുക്കും. അന്ന് ഞാൻ അങ്ങനെ 2019 തല കേൾക്കാതെ പോയത് കൊണ്ട്, കാരണം നോയ്സുകളാണ്, ചുറ്റിനും നോയ്സുകളാണ്, പുറത്തെ ആളുകൾ പറയാനുള്ള കാര്യങ്ങളൊക്കെ തല അപ്പം തന്നെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കും. എന്നാൽ എൻ്റെ ഉള്ളിലാൾ പറയുന്നു യു ഹാവ് ടു ഗോ. എന്തിനാന്ന് അറിയണമില്ല, പക്ഷേ ഫോളോ ദ ഗൈഡൻസ്. പോയി അവിടെ ലാൻഡ് ചെയ്തു. 10 ദിവസം അവിടെ ഓരോരോ എക്സ്പീരിയൻസുകൾ എടുത്തു. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം ഒന്നും അറിയില്ല, എങ്ങോട്ട് പോകണം ഒന്നും അറിയില്ല. അവിടെയും ആവശ്യത്തിലുള്ള ബന്ധങ്ങളൊന്നുമില്ല, വളരെ ചുരുങ്ങിയ 1-2 ബന്ധങ്ങൾ മാത്രമേ ആ സമയത്തുള്ളൂ. അങ്ങനെ പോയി തിരിച്ചു വരാനുള്ള ടിക്കറ്റിന് പോലും പൈസ ഇല്ലാഞ്ഞിട്ട് തിരിച്ചു വരാനുള്ള ടിക്കറ്റിൻ്റെ പൈസ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ അത് റെഡിയാക്കാണ് ഇവിടെയുള്ള എൻ്റെ കുട്ടികൾ. പല ആൾക്കാരോടും പോയിട്ട് ചോദിച്ച് അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് അവിടുന്ന് ഇവിടുന്നൊക്കെ സ്വരൂപിച്ച്
ഒരാളടുത്ത് പോയപ്പം അവരെ കയ്യിൽ ഇന്ത്യൻ മണി ഇല്ല, ഐ തിങ്ക് ദിർഹംസ് സെറ്റാണ്, എന്നാൽ ദിർഹംസ് നമ്മൾ മാറ്റിക്കോളാം. കുറച്ച് ആൾക്കാർ ആരോട് ദിർഹംസ് വാങ്ങിച്ച്, വേറെ അടുത്ത കുറച്ച് ഗോൾഡ് ആളെ കോയറ്റ് അത് നമ്മൾ തന്നോളം എന്ന് പറഞ്ഞാൽ അത് വാങ്ങിച്ച് അത് കൊണ്ടുപോയി സെല്ലൊക്കെ ചെയ്തിട്ടാണ് ദുബായിൽ ഇങ്ങോട്ട് തിരിച്ചു വരുന്നത്. അപ്പോൾ ഞാൻ എന്തിനു പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ യാത്ര ഈ ലോകത്തിനപ്പുറത്തുള്ള ഒരു ലോകത്തെ പുറത്തിരുത്തി കാണിക്കാൻ വേണ്ടി തമ്പുരാൻ എന്നെ കൊണ്ടുപോയതാണ്. ഞാൻ പറയില്ലേ, പുറത്തിരുത്തിയിട്ട് കാണിക്കണം. അപ്പോൾ അന്ന് ബുർജ് ഖലീഫൻ്റെ പുറത്താണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അന്ന് വേണ്ടിയിട്ട് എല്ലാം പുറത്തിരുന്നാണ് കണ്ടുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. ആ പുറത്തിരുന്ന് കണ്ട ഞാൻ പിന്നീട് UAE പോയിട്ടുണ്ട്. അന്ന് ഞാൻ ഒറ്റക്കല്ല പോയത്, എൻ്റെ കൂടെ 15 മെൻറ്റേഴ്സും ഉണ്ട്. ഞാൻ മാത്രമല്ല പോയത്. ഇപ്പം ഞാനൊന്ന് പോയി നോക്കി എന്താ അവിടെ, എന്നിട്ട് ഇങ്ങോട്ട് വന്നു, ഇപ്പം വരും കിട്ടുമോ എന്ന് പറഞ്ഞ് പോകുന്നതാണ്. പക്ഷേ 2019 ആ പോക്ക് പോയിട്ട് 2023 ഒന്നിച്ചുള്ള പോക്ക് നടക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു, ആ ഗ്യാപ്പ് ആ സമയത്ത് നമുക്ക് വലിയ ഗ്യാപ്പായി തോന്നും. ഇപ്പം നോക്കുമ്പോൾ 19 ഒരു ഫസ്റ്റ് പോയി വന്നു, പിന്നെ 23 നമ്മളെല്ലാവരും പോയി, ഡോട്ട് കണക്ട് ആയി കഴിഞ്ഞു. അത്രയേ ഉള്ളൂ ഇപ്പോൾ പറയുന്നു. പക്ഷെ ദാറ്റ് വാസ് എൻ ഗ്രേറ്റ് എക്സ്പീരിയൻസ് ഫോർ ബി എന്നുള്ളതാണ്. എന്താണ് ലോകം, എങ്ങനെയാണ് ലോകം, എങ്ങനെയാണ് ഇന്നൊവേഷൻ, എന്തൊക്കെയാണ് എനർജി എന്ന് പറയുമ്പം നമ്മളെ വീട്ടിൻ്റെ റൂമിൽ ഇരുന്നിട്ട് കാണുന്ന എക്സ്പീരിയൻസും പുറത്തിരുന്നിട്ട് ലോകം കാണുമ്പോഴുള്ള എക്സ്പീരിയൻസ് നമ്മൾ വ്യത്യാസം എന്താ? അത് ലോകത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ ഞാൻ എന്നെ തന്നെ പരിശീലിപ്പിക്കായിരുന്നു എന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. സോ അതിലൂടെ അന്ന് ആ യാത്ര കഴിഞ്ഞു, തിരിച്ചു വന്നു. 2019 പിന്നെ നമ്മൾ ചെയ്ത ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ 2019 തന്നെയാണ് ആദ്യമായിട്ട് നമ്മൾ മെൻറ്റേഴ്സ് ആയിട്ടുള്ളവരുടെ ട്രെയിനേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം നടക്കുന്നത്. അതെൻ്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിരുന്നു. ഞാൻ പലപ്പോഴും എറണാകുളത്തൊക്കെ ഇതുപോലെ എൻ്റെ മെൻറ്റർ വിജയൻ സാറെ ക്ലാസ്സൊക്കെ ലൈബ്രറിയിലൊക്കെ ഇങ്ങനെ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് എനിക്ക് ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഇവിടെ ഓരോ ദിവസമെങ്കിലും ഒരു പരിപാടി നടത്തണമെന്ന്. പക്ഷെ നല്ല പേയ്മെൻറ്റാണ്, ലക്ഷറിയാണ്, നല്ല പേയ്മെൻറ്റാണ്, നല്ല ടാക്സുമാണ്. അപ്പോൾ എങ്ങനെ ചെയ്യുന്നൊന്നും അറിയില്ല. പക്ഷെ അന്ന് വെറുതെ ഒരു ആഗ്രഹത്തിന് അവിടെ ഒരു എൻക്വയറി നടത്തിയിട്ട് അവിടുത്തെ ബുക്കിൽ എഴുതി വെച്ചാണ് ഡിസംബറിൽ നമ്മളിവിടെ ഒരു പരിപാടി നടത്തും. പക്ഷേ 2019 സെപ്റ്റംബറിൽ തന്നെ നമ്മൾ അങ്ങനെ 4 ദിവസത്തെ, ഒറ്റ ദിവസത്തേക്കാ ബുക്ക് ചെയ്തത്, പക്ഷെ 4 ദിവസത്തെ പ്രോഗ്രാം നടത്തി. ഞാൻ മനസ്സിലാക്കിയിരുന്നത് കോഴിക്കോട് നിന്നും വേറൊരു സ്ഥലത്തേക്ക് നമുക്കൊരു പരിപാടിക്കോ മറ്റാവശ്യങ്ങൾക്കോ പോകണമെങ്കിൽ അത്രമാത്രം റെസ്ട്രിക്ഷൻസ് ആയിരുന്നു എനിക്കും എൻ്റെ ടീമിനും. അവിടെ നിന്നാണ് കോഴിക്കോട് കഴിഞ്ഞ് അപ്പുറത്ത് കിടക്കുന്ന ഒരു ജില്ലയാകുന്ന എറണാകുളത്തേക്ക് ഞാനും മെൻറ്റേഴ്സും ട്രെയിനിങ്ങിന് വേണ്ടി പോണത്. നിങ്ങൾ ആലോചിച്ചൊക്കെ എന്തൊക്കെ ചലഞ്ചസ് ഉണ്ടാവുന്നു. ഇന്ന് നിങ്ങളിങ്ങനെ കാണും, പറക്കണം, അവിടെ പോണ് ഇവിടെ പോണ്, അത് അത്ര എളുപ്പമൊന്നും ആയിരുന്നില്ല. കാരണം അത്തരത്തിലൊരു ഫ്രെയിമിൽ നിന്നും അത്തരത്തിലൊരു സിസ്റ്റത്തിൽ നിന്നും ആളുകളിലേക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി, സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോകണമെങ്കിൽ പോകുന്നതിന് മുന്നേ നമുക്ക് തനിച്ച് പോകാനുള്ള ധൈര്യം വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകമായിട്ട് ഈ മെൻറ്റേഴ്സ് ആയിട്ടുള്ളവരുടെ പാരൻസിനെ വിളിച്ചു, മീറ്റിംഗ് വിളിച്ചു, അവരോട് അത് പറഞ്ഞു, ഓരോരുത്തരെയും കൺവിൻസ് ചെയ്തു. എന്നിട്ട് അവരോട് ഞാൻ പറഞ്ഞു, ഇവരെ നമ്മൾ ട്രെയിൻ ചെയ്തെടുത്ത് ഇങ്ങനെ കാക്കാനാണ് പ്ലാൻ, അതുകൊണ്ട് ഇവർ ഈ ട്രെയിനിങ് കഴിഞ്ഞാൽ 1 വർഷത്തേക്ക് നിർബന്ധമായിട്ട് ഇവിടെ നിങ്ങൾ അവരെ തിരക്കണം, ഒരിക്കലും അതിൻ്റെ ഇടയിൽ എടുത്ത് കൊണ്ടുപോകരുത്. കാരണം അതിൻ്റെ ഇടയിൽ കൂടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്, പല ആൾക്കാരും കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്, 40 ചുരുങ്ങിയിട്ട് 15 ആയിട്ടുണ്ട് 2019 പകുതി ആകുമ്പോഴേക്ക്. അതുവരെ 40 ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം ഈ കപ്പൽ മുങ്ങാൻ പോകാമെന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ മുങ്ങി. കപ്പൽ മുങ്ങണ മുന്നേ അവർ മുങ്ങണല്ലേ നല്ലത്. അപ്പോൾ എത്തുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർക്ക് പല കാര്യങ്ങളെ കൊണ്ട് പോകേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനും കുറച്ച് ആൾക്കാർ മാത്രം, അതായത് ഒരു ഫിൽറ്ററിങ് നടന്ന ഇയർ ആയിരുന്നു ഫോർ മീ 2019. അതായത് ഇനി മുന്നോട്ട് പോകുമ്പോൾ, കാരണം പുറത്തൊക്കെ ഒന്ന് പോയി വന്ന് കുറച്ചുകൂടി മൈൻഡൊക്കെ ഒന്ന് എക്സ്പാൻഡ് ചെയ്തിരിക്കുക. ഇനി മുന്നോട്ട് പോകണമെങ്കിൽ അത്ര തന്നെ എക്സ്പാൻഡ് ചെയ്ത ആൾക്കാർ കൂടെ ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അത്ര തന്നെ ചിന്തിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ ആ യാത്രക്ക് അത് കേടുപാടുകൾ ഉണ്ടാക്കും എന്നതുകൊണ്ട് ഞാൻ അറിയാതെ തന്നെ പല ആളുകൾക്കും പല കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇറങ്ങി പോകേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് ഒരു ഭാഗത്ത് എനിക്ക് തോന്നുന്നത്, എൻ്റെ തല പറയുന്നു യു ആർ ഡൂയിങ് സംതിങ് റോങ്, ദാറ്റ്സ് വൈ ആൾക്കാരൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് ചിന്തിക്കാമായിരുന്നു. എൻ്റെ തല പറയുന്നുണ്ട്, എന്നെൻ്റെ ഹൃദയം പറയുന്നുണ്ട്, നീ കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞു, നിൻ്റെ അഡ്ജസ്റ്റ് കുറച്ചുകൂടി റേസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അത് താങ്ങാൻ പറ്റുന്ന, ആ ലെവലിൽ നിൽക്കാൻ പറ്റുന്നവർക്ക് ഇവിടെ ഇനി ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാത്തവർ പോകും. അപ്പോൾ എനിക്ക് ഈ കൺഫ്യൂഷനിൽ നിൽക്കുമ്പം ഞാൻ ഒന്നുകൂടി തുടങ്ങിയ സമയത്തിൽ കണ്ടംപ്ലേറ്റ് ചെയ്തു. തുടങ്ങുമ്പോൾ ഞാൻ എന്തായിരുന്നു ഇവരോട് പറഞ്ഞത്. അപ്പോൾ എൻ്റെ ടീം തുടങ്ങുമ്പം എൻ്റെ ടീമിലേക്ക് വന്ന 40 പേരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു കാര്യം ഞാൻ തറപ്പിച്ച് പറയാം, ഈ യാത്ര അത്ര എളുപ്പമായിരിക്കില്ല. എനിക്ക് ഓർമ്മ വന്നത് മരുഭൂമിയിലൂടെയുള്ള യാത്ര നീ തുടങ്ങുകയാണല്ലോ, സാന്റിയാഗോ മരുഭൂമിയിലേക്ക് പോലെ ഞാൻ ശരിക്കുള്ള യാത്ര തുടങ്ങുന്നത്. അപ്പോൾ ഒട്ടകക്കാരൻ ഈ യാത്രയുടെ ഗൈഡ് പറയുന്നുണ്ട്, മരുഭൂമിക്ക് ചില നിയമങ്ങളുണ്ട്, തുടർന്നുകൊണ്ടിരിക്കണം, ഇടയ്ക്ക് വെച്ച് നിർത്തിയാൽ മരണമാണ് എന്നതുപോലെ ഞാൻ എൻ്റെ ടീം തുടങ്ങിയപ്പം അവരോട് പറഞ്ഞിട്ടുണ്ട്, ഇനി മുന്നോട്ടുള്ള കുറച്ച് സ്റ്റെപ്പുകൾ കുറച്ച് ദുർഘടമായിരിക്കും, കുറച്ച് ചലഞ്ചിങ് ആയിരിക്കും.
എങ്കിൽ കൂടി നിങ്ങൾ പിടിച്ചു നിൽക്കണം. ഇങ്ങനത്തെ ആരോപണങ്ങൾ ഉണ്ടായിരിക്കും, ഇങ്ങനെയുള്ള തെറ്റിദ്ധരിപ്പിക്കലുണ്ടായിരിക്കും, നിങ്ങൾക്കത് 100% ശരിയെന്ന് തോന്നുന്ന തെറ്റിദ്ധാരണകളായിരിക്കും. അപ്പോൾ ഒരു പക്ഷേ നമുക്ക് നമ്മുടെ മനസ്സിനെ വിശ്വസിക്കാതെ ഹൃദയത്തെ പിന്തുടർന്നാൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അല്ലെങ്കിൽ മരുഭൂമിയിൽ ചില ഇല്ലൂഷൻ കണ്ടില്ലേ നിങ്ങൾ, മരീചിക കണ്ടാ വെള്ളമുണ്ട് തോന്നുന്നു, ആ ശരിയാ വെള്ളം ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞതുപോലെ നമുക്കിങ്ങനെ കണ്ണിൽ കാണും, യെസ് ഇത് തകരാൻ പോയി, ഇത് പോലും ഉറപ്പല്ലേ എന്ന് തോന്നിയിട്ട് ഓടി പോകേണ്ടി വരും. പക്ഷെ ഞാൻ പറഞ്ഞു അതൊക്കെ ഒരു ഇല്യൂഷൻ മാത്രമായിരിക്കും. നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. ആ ഗൈഡഡ് വിസ്ഡം, ആ ഗൈഡഡ് കമാൻഡ് ഫോളോ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാർ ആടി ഉലക്കി അങ്ങനെ ഇറങ്ങിപ്പോയി എന്നുള്ളതാണ്. അപ്പോൾ അതൊരു ക്ലെൻസിങ് ആയിരുന്നു എന്നുള്ളത്, ഒരു ഫിൽറ്ററിങ് ആയിരുന്നു ഫോർ മീ എന്നുള്ളതാണ് ആ കാലഘട്ടം. അങ്ങനെ ഫിൽറ്ററിങ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇനി ഫിൽറ്റർ ചെയ്ത ആൾക്കാരെ ഇനി മൗൾഡ് ചെയ്യാം. അങ്ങനെ മൗൾഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ട്രെയിനേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം ഏറ്റവും ക്വാളിറ്റി തന്നെ ഇവരെ എടുക്കണം. കാരണം ഇവർ ഇത്രയും സർവൈവ് ചെയ്ത ആൾക്കാരാണ്, ചില്ലറല്ല. ഇപ്പോൾ പലർക്കും അറിയാം സ്റ്റാഫിനെ ഹയർ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, എങ്ങനെ ഇൻ്റർവ്യൂ ചെയ്ത് നല്ല സ്റ്റാഫിനെ എടുക്കും. എന്നോട് പലരും ചോദിക്കാറുണ്ട് 9 വർഷം ഇത്രയും ആൾക്കാരെ നിങ്ങളെങ്ങനെ കൊണ്ടുവരുന്നു? ഒരാൾ പോലും പോയിട്ടില്ല, മീൻസ് ഈ കോർ ടീമിലുള്ള ഒരാളെ എവിടെയും പോയിട്ടില്ല, സ്റ്റിൽ ഹിയർ. 9 വർഷം അവർ തുടർന്നു. പല ജീവിത സാഹചര്യങ്ങളുണ്ടായിരിക്കാം. അത് എന്തുകൊണ്ട് ചോദിച്ചാൽ ഞാൻ പറയും ഒരു സ്റ്റാഫ് ഹയറിംഗ് മെത്തേഡല്ല ഞാൻ ഫോളോ ചെയ്തത്, ഞാനൊരു ഗൈഡഡ് മെത്തേഡാണ്. കാരണം പച്ചയായിട്ട് ലൈഫ് അങ്ങ് കാണിച്ചു കൊടുത്തു. പ്രൊഫഷണലിസം അല്ല, ഹൗ ഐ ആം ലിവിങ്, വാട്ട്സ് ഹാപ്പനിങ് വിത്ത് മീ, എൻ്റെ തകർച്ചകൾ, എന്നെ ആളുകൾ ചീത്ത വിളിക്കുന്നത്, എനിക്കെതിരെ വരുന്ന ആരോപണങ്ങൾ, എന്തൊക്കെയാണ് ആളുകൾക്ക് ഉണ്ടാകുന്ന തെറ്റിദ്ധാരണകൾ, അതിൽ ഞാൻ എങ്ങനെയാണ് കൈകാര്യം ചെയ്യണത്, ഞാൻ എങ്ങനെയാണ് വിഷമിക്കുന്നത്, ഞാൻ എങ്ങനെയാണ് കരയുന്നത്, ഞാൻ എങ്ങനെയാണ് സങ്കടപ്പെടുന്നത്, ഇതൊക്കെ പച്ചയായിട്ട് അവർ കണ്ടിട്ടുണ്ട്. ഒന്നും മറച്ചു വെക്കേണ്ടതായിട്ടില്ല. ഇതൊക്കെ കണ്ടിട്ട് അതിനോടൊപ്പം നിൽക്കാൻ തോന്നുന്നവർക്കാണ് ലോങ് ടേമിലേക്ക് നിലനിൽക്കാൻ പറ്റുന്നത്. അത് കണ്ടത് കൊണ്ട് തന്നെ അതൊക്കെ കണ്ടും അറിഞ്ഞും കൊണ്ടും അനുഭവിച്ചും നിലനിന്ന ആൾക്കാരായതുകൊണ്ട് ദേ ഹാവ് സ്ട്രോങ് ഫൗണ്ടേഷൻ. ഇവർക്ക് വേണ്ടിയിട്ടല്ലാണ്ട് പിന്നെ ഞാൻ ജീവിതത്തിൽ ആർക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? സോ ഞാനൊരു കാര്യം തീരുമാനിച്ചു, ഇവരെ ക്വാളിറ്റി മെൻറ്റേഴ്സ് ആക്കണം. ചെറിയ മക്കളാണ് അവർ, ക്വാളിറ്റി മെൻറ്റേഴ്സ് ആക്കണം. എന്തുകൊണ്ട്? അവർക്ക് ക്വാളിറ്റി ട്രെയിനിങ് കൊടുക്കണം. അപ്പോൾ ഞാൻ ട്രെയിനിങ് എടുത്തതിനേക്കാളും നല്ല സ്ഥലത്ത് അവർക്ക് ട്രെയിനിങ് കൊടുക്കണം. അതുകൊണ്ട് ഞാൻ ലേ മെറിഡിയൻ അന്ന് ചൂസ് ചെയ്ത് 4 ദിവസത്തേക്ക് ഇവർക്ക് അതിനൊരു മൂല്യം അറിയണമല്ലോ എന്ന് കരുതിയിട്ട് ഓരോ മെൻറ്റേഴ്സിനോടും 2019 ഞാൻ പറഞ്ഞു ഒരു 15,000 വെറും 15,000 രൂപ നിങ്ങൾ ഈ ട്രെയിനിങ്ങിന് വേണ്ടി തരണം. പക്ഷെ അതൊന്നും എവിടെ എത്തൂല. ബാക്കി ഞാൻ എൻ്റെ സ്വന്തം സിസ്റ്ററിനോട് പോയിട്ട് കാര്യമൊക്കെ പറഞ്ഞിട്ട് കൺവിൻസ് ചെയ്ത് ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് എൻ്റെ സ്വന്തം സിസ്റ്റർ കുറച്ച് സ്വർണം തന്നു. അത് കൊണ്ടിട്ട് പൈസയാക്കിയിട്ടാണ് ഞാൻ ആദ്യത്തെ ട്രെയിനേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം മെൻറ്റേഴ്സിന് വേണ്ടി നടത്തുന്നത്. അപ്പം ഞാൻ സമ്പന്നനായിട്ടിരിക്കണമല്ല, ഓൾറെഡി ബാധ്യതകളുണ്ട്. പക്ഷെ ബാധ്യതകൾ ഉണ്ടാകുമ്പോഴും എവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം? ക്വാളിറ്റി ഉള്ളവിടുത്ത്. എനിക്ക് 2 ചിന്തകളുണ്ട്. ഒന്ന്, ഇപ്പോൾ സാമ്പത്തിക ഞെരുക്കത്തിലാണ്, മാറി നിൽക്കാം. വേറൊരു ഭാഗത്ത് ഇത്രയും ക്വാളിറ്റിയുള്ള ഫിൽറ്റർഡ് ആയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള എന്തിനും സജ്ജമായിരിക്കുന്ന ഒരു ബറ്റാലിയൻ ടീം എൻ്റെ കൂടെ നിൽക്കുമ്പം ഇവരെ ഞാൻ വളർത്തണോ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ സ്വന്തം കാര്യം പ്രശ്നത്തിലാണെന്നൊരു മാറി നിൽക്കണോ? ഇവരെ ഞാൻ വളർത്തിയാൽ എനിക്കും വളരാം, അല്ലെങ്കിൽ ഞാൻ മാറി നിന്ന് തളർന്നാൽ എൻ്റെ തളർച്ചയോടൊപ്പം ഇവരും ക്ഷയിച്ചു പോകും. ഈ തിരിച്ചറിവ് ആ സമയത്ത് എനിക്ക് കിട്ടി. ടീം മാനേജ്മെൻറ്റിൽ, ടീം ബിൽഡിങ്ങിൽ നിങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പോയിൻ്റാണ് ഫ്രം മൈ ഓൺ ലൈഫ്. സോ ഐ ഡിസൈഡഡ്. അങ്ങനെയാണ് ലേ മെറിഡിയനിൽ 4 ദിവസത്തെ ട്രെയിനേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം നടത്തുന്നതും എറണാകുളത്തേക്ക് നമ്മളെല്ലാവരും പോണതും. ആ ട്രെയിനേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം കഴിഞ്ഞ് വന്നിട്ട് ആണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നെക്സ്റ്റ് ഒരു ലെവലിലേക്ക് നമ്മളെ ടീം പ്ലാൻ ചെയ്ത് വരുന്നത്. ഇതൊക്കെ സെറ്റായി റെഡിയായി. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ആ ട്രെയിനേഴ്സ് പ്രോഗ്രാമിൻ്റെ ലാസ്റ്റ് നൈറ്റ് സിറ്റിംഗ് എന്ന് പറഞ്ഞാൽ 9/9/2019 അതാണ് അന്നത്തെ ലാസ്റ്റ് നൈറ്റ്. അപ്പോൾ അന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. അപ്പോൾ അന്ന് നൈറ്റ് നമ്മൾ ഇരുന്നിട്ട് നമ്മൾ കണ്ടംപ്ലേറ്റ് ചെയ്ത് നമുക്കുണ്ടായ ചില എക്സ്പീരിയൻസുകളും നമുക്കുണ്ടായ ചില റെവലേഷൻസൊക്കെ നമ്മളെ വല്ലാണ്ട് പിടിച്ച് കുലുക്കുന്ന അനുഭവങ്ങളായിരുന്നു. അതും തന്നെ നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലായി, യെസ് നമ്മളെ ലൈഫ് ഗ്രാഫിൽ കുറച്ച് കാര്യം ചെയ്യാണ്ട്. അന്ന് നോക്കിയ ഗൈഡഡ് കോഡൊന്നും വന്നിട്ടില്ല, ഗൈഡഡ് ടോക്ക് വന്നിട്ടില്ല, ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിലേക്ക് എത്തിയില്ല. വി വെർ സെറ്റിംഗ് 2017 തുടങ്ങിയിട്ട് 2019 അവസാന ഘട്ടത്തിൽ നമ്മൾ പരിശീലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എത്ര പേർക്ക് ക്ഷമ ഉണ്ടാവും അത്ര സമയം ഇൻവെസ്റ്റ് ചെയ്യാനും ആ പ്രിപ്പറേഷന് വേണ്ടിയിട്ട്? അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾ തന്നെയാണ് ഇന്ന് നമ്മൾ കാണുന്ന ഗ്രേറ്റ് ആയിട്ടുള്ള ഓണ്ടർപ്രണേഴ്സ് ആയിട്ട് വന്നിടും. ഇന്ന് വന്ന് മറ്റന്നാൾ സക്സസ് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇവിടെ വരണോ കുറച്ച് സമയം കൊടുക്കണം. ബിക്കോസ് എൻ്റെ മോഡൽ അതാണ്. അത് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഷോർട്ട് ടേം സക്സസിൻ്റെ പിറകെ പോയിട്ട് ആ എനർജി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രെയിൻഡ് ആവും. അപ്പോൾ നിങ്ങൾ വീണ്ടും മാറണം എന്നുള്ള. സോ അതിന് അർഹിക്കുന്ന സമയം കൊടുക്കുക എന്നുള്ളതാണ്. 19 അവസാനത്തിലേക്ക് നമ്മളങ്ങനെ ട്രെയിനേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് 11/11 9/9 നമ്മളെ ട്രെയിനേഴ്സ് പ്രോഗ്രാം കഴിഞ്ഞു.
11/11/2019 നവംബർ 11 എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. ആ സമയത്ത് നമ്മളെ ടീം മൊത്തത്തിൽ എവിടെ അറിയോ, ലേബിനിടയിൽ ഒരു ട്രെയിനിങ് സെപ്റ്റംബറിൽ കഴിഞ്ഞു, ഒക്ടോബർ കഴിഞ്ഞു, നവംബർ കഴിഞ്ഞപ്പം ഞാനും എൻ്റെ ടീമും ഒരുമിച്ച് മലേഷ്യയിലാണ്. എവിടുന്ന് എങ്ങനെയാണെന്ന് അറിയാതെ നമുക്കൊരു ഇൻവിറ്റേഷൻ കിട്ടുന്നു, നമ്മൾ പോകുന്നു. അവിടെ ആക്ച്വലി പറയാം എന്തിനവിടെ പോയി ചോദിച്ചാൽ നമുക്കറിയില്ല. പക്ഷെ നമുക്കിപ്പോൾ അറിയാം അവിടേക്ക് നമുക്ക് ഇൻവിറ്റേഷൻ വന്നത്. നിങ്ങൾ പറയില്ലേ ഇവിടെ പഠിപ്പിക്കുന്ന എല്ലാ കാര്യത്തിലും സയൻസും സ്പിരിച്വാലിറ്റി ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഫസ്റ്റ് മോഡൽ ഞാൻ അവിടുന്നാണ് കണ്ടത്. ഒരാഴ്ച നമുക്ക് താമസം തന്നു, ഭക്ഷണം തന്നു, അങ്ങനെ തന്നു, എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ട് എൻ്റെ ടീമാണ് അന്ന് മലേഷ്യയിലുള്ളത്. നമ്മൾ ചിന്തിക്കുക ഇപ്പം എന്താ നമ്മളെ പ്രോഗ്രാമിൽ ഇല്ലാത്തൊരു പെട്ടെന്നൊരു പ്ലാൻ. അപ്പോൾ നമുക്ക് മനസ്സിലായത് നമ്മൾ നമ്മുടെ ഹൃദയത്തെ പിന്തുടരുമ്പം നമ്മളെ പ്ലാനിൽ ഇല്ലാത്ത സാധനമൊക്കെ പഠിച്ചോ നമ്മളെ മാസ്റ്റർ പ്ലാനിൽ ഇട്ടുതരും. എന്തിനു പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവിടുന്നാണ് ഞാൻ ആക്ച്വലി മെഡിറ്റേഷൻ്റെ സ്പിരിച്വൽ ഇൻഡെപ്ത്, മാനിഫെസ്റ്റേഷൻ്റെ അപകടങ്ങൾ, മൈൻഡ് പവറിൽ നമ്മൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന സാധനത്തിലുള്ള അപകടങ്ങൾ എന്താണെന്ന് 2019 അന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് അന്ന് മുതൽ തന്നെ എന്തെല്ലാം മാനിഫെസ്റ്റേഷൻ, എന്തെല്ലാം മൈൻഡ് പവർ, അതിലേക്ക് എങ്ങനെയാണ് സ്പിരിച്വൽ ഇൻ്റലിജൻസ് കൂടി ആഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ഇത്രയും വർഷം അതിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഈ ഗൈഡ് ടോക്കൊക്കെ നിങ്ങൾക്ക് അത്ര ഇഫക്റ്റീവാണ്, നിങ്ങളത് ഇഷ്ടപ്പെട്ട് വരുന്നതെന്ന് ഞാൻ മനസ്സിലാക്കണേ. അന്ന് കഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് ആ കാര്യത്തിന് വേണ്ടിയിട്ട്. സോ ആ പോയിന്റും കൂടി കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ കൂടി നമ്മൾ നമ്മുടെ ഹൃദയത്തെ പിന്തുടരുമ്പം സമയബന്ധിതമായിട്ട് നമ്മുടെ ശ്രദ്ധയിലേക്ക് അത് തന്നിട്ട് നമ്മൾ അതിലേക്ക് ഗൈഡ് ചെയ്തെടുക്കും തമ്പുരാൻ. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഓരോ ഘട്ടത്തിൽ ഞാൻ അറിയത് പഠിച്ചോൻ എങ്ങനെയാണ് നമ്മളെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളത് ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയേ ഓരോ ഘട്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ. അങ്ങനെ നമ്മളെ പരിശീലനത്തിലൂടെ പരിപോഷിപ്പിച്ച് ഇങ്ങനെ കണക്ട് ചെയ്ത് കൊണ്ടുപോകണുണ്ടാവും എന്നുള്ളതാണ്. നല്ല രസമാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇരുന്നിട്ട് ഈ ഓരോ ഡോട്ടുകൾ കണക്ട് ചെയ്യുമ്പം എന്തൊരു അത്ഭുതമാണ്. ഐൻസ്റ്റീൻ ഓർ എഡിസൺ പറയുന്നുണ്ട് നിങ്ങൾക്ക് 2 രീതിയിൽ ജീവിക്കാം, മറന്നു പോകരുത്. നിങ്ങൾക്ക് 2 രീതിയിൽ ജീവിക്കാം. ഒന്നിലും ഒരു അത്ഭുതം ഇല്ല ചിന്തിച്ചിട്ട് അതൊക്കെ നോർമൽ അല്ലേ എന്ന് പറഞ്ഞ് ജീവിക്കാം. മറ്റൊന്ന് എല്ലാം അത്ഭുതമായി കണ്ട് ജീവിക്കാം. നിങ്ങൾക്ക് സൃഷ്ടാവിൻ്റെ ബോധം കണ്ണ് നിങ്ങളുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോന്നും അത്ഭുതമായിട്ട് നിങ്ങൾക്ക് നോക്കിയിരിക്കാൻ പറ്റുള്ളൂ. ഞാനതിന് എക്സാമ്പിൾ പറയാറുള്ളത്, ഒരു മജീഷ്യൻ മാജിക് ഇങ്ങനെ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പം 2 രീതിയിൽ അത് നോക്കാം. ഒന്ന്, അത് ആസ്വദിക്കാൻ വേണ്ടി പോയിരുന്നിട്ട് ആ മാജിക് ആസ്വദിക്കാം. രണ്ടൊന്ന്, ഇയാൾ എന്താ കാണിക്കണ നോക്കിയിട്ട് അതിൻ്റെ മാജിക് ഡീകോഡ് ചെയ്ത് അയ്യേ ഇത് ഇങ്ങനെ ആക്കിയതാ അങ്ങനെ ആക്കിയതാ, എന്നാൽ പിന്നെ നിങ്ങൾ മാജിക്കിന് പൈസ കൊടുത്ത് പോകണോ? നിങ്ങൾ മാജിക് ഡീകോഡിങ് ക്ലാസ്സിനല്ലല്ലോ പോയത്, നിങ്ങൾ മാജിക്കിന് പൈസ കൊടുത്ത് പോയതിന് ആ മാജിക് ആസ്വദിക്കാനല്ലേ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അത് ആസ്വദിക്കുക എന്നുള്ളതാണ്. ഏതുപോലെ ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റാൻഡപ്പ് കോമഡി പരിപാടിക്ക് പൈസയും ടിക്കറ്റ് എടുത്ത് പോയിട്ട് കോമഡിക്കിനെ പറയുമ്പോൾ ഇത് ചളിയല്ലേ, ഇത് ചളിയല്ലേ എന്ന് പറയുകയാണെങ്കിൽ നീ എന്തിനാ പിന്നെ അതിന് പോയത്? ഇതിനെ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുക, അതിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് അങ്ങനെ ലൈഫിനെ കാണാൻ പറ്റുള്ളൂ. മെജോറിറ്റി ആൾക്കാർ ലൈഫിൽ അങ്ങനെ കാണുന്നത്. പക്ഷേ ഇൻ മൈ എൻ്റെ ലൈഫ് ഞാൻ ഓരോ കാര്യങ്ങളും ആ കണ്ണിലൂടെ കണ്ടപ്പോൾ ലൈഫ് എന്തൊരു അത്ഭുതമാണ്. നമ്മൾ ഓരോരുത്തരും എന്തൊരു അത്ഭുതമാണ്. എനിക്ക് എൻ്റെ ജീവിതം തന്നെ എന്തൊരു അത്ഭുതം നടക്കുന്നത് പോലെ തോന്നുന്നു. അപ്പോൾ പിന്നെ എനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന ആൾക്കാർക്ക് അത്ഭുതങ്ങളല്ലാണ്ട് വേറെ എന്താ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുക? എത്ര പേരാണ് ലൈഫ് മാറി, ലൈഫിൽ മാജിക് സംഭവിച്ചു എന്ന് പറയുമ്പോൾ, ബിക്കോസ് ഐ എം എക്സ്പീരിയൻസിങ് ദാറ്റ് മാജിക് ഇൻ ഈച്ച് ആൻഡ് എവറി മൊമെന്റ് ഓഫ് മൈ ലൈഫ്. ഐ ബിലീവ് ലൈഫ് ഇറ്റ് സെൽഫ് ഇസ് എ മാജിക് ബിക്കോസ് എ മജീഷ്യൻ ഈസ് ആക്ച്വലി ഗൈഡിങ് അസ്. അപ്പോൾ അതല്ലാണ്ട് വേറെ ഒന്നും കിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ 19ൻ്റെ അവസാനത്തിൽ ആദ്യമായിട്ട് മലേഷ്യൻ യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്ന് നമ്മൾ ഫുൾ സെറ്റായി, നമ്മളെ 2 പാർട്ട് ആ സ്പിരിച്വൽ ഇത് കണക്ട് ചെയ്യേണ്ടി ഇതൊക്കെ സെറ്റായി റെഡി ആയിട്ട് നിൽക്കുമ്പോഴാണ്, റെഡിയായിട്ട് നിങ്ങൾക്ക് ഫുൾ ഫ്ലഡ്സിൽ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നിന്നിട്ട് തുടങ്ങുമ്പോഴാണ് ഉടനെ തന്നെ ഗിഫ്റ്റായിട്ട് കൊറോണ വരുന്നത്. ഓക്കെ, ക്വാളിറ്റി ട്രെയിനിങ് കഴിഞ്ഞു, ലെമറീഡിയൻ ട്രെയിനിങ് കഴിഞ്ഞു, വിദേശയാത്രകളൊക്കെ നടത്തി, ഫുൾ പ്യൂരിഫിക്കേഷൻ കഴിഞ്ഞു, ഒക്കെ കഴിഞ്ഞ് നമ്മൾ റെഡിയാണ് കേട്ടോ എന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോഴാണ് കൊറോണ ഒക്കെ പൂട്ടി. ഓഫീസും പൂട്ടി, വീട്ടിലായി, വേറെ ഒന്നും ചെയ്യാനില്ല. കൊറോണ വന്ന് 2020 റൈറ്റ്, കൊറോണ വന്ന് ഏകദേശം 2020 ഫെബ്രുവരിയോട് കൂടിയിട്ട് നമ്മൾ ഫുൾ ഫ്ലഡ്സിലൊക്കെ റീഡിസൈൻ ചെയ്ത് പ്രോഗ്രാമൊക്കെ സെറ്റ് ചെയ്ത് ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവർക്ക് ബാക്കിയുള്ള ട്രെയിനിങ്സ് കൊടുക്കും. അപ്പോഴാണ് ആക്ച്വലി ഹെൽത്ത് എന്നൊക്കെ ആൾക്കാർ എത്തിയിട്ട് ഇവിടെ ഇങ്ങനെ നടത്താൻ പറ്റില്ല, നിങ്ങൾ കൂട്ടണം, കൊറോണയുടെ ഇഷ്യൂ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ക്ലോസ് ചെയ്യുന്നത്. ഇനി എന്ത് ചെയ്യും? കൊറോണ വന്നിട്ട് ഒരു ദിവസമായിരുന്നു, 2ാമത്തെ ദിവസം തന്നെ ഞാൻ ഉടനെ തന്നെ എന്താ അറിയില്ല ഏതോ ഒരു ശക്തി പെട്ടെന്ന് ഞാൻ എൻ്റെ ടീമിലുള്ള എല്ലാ മെൻറ്റേഴ്സിനെയും വിളിച്ചു. അന്ന് സൂമിനെ പറ്റിയിട്ട് നമുക്കറിയില്ല. ഇപ്പോൾ സ്കൈപ്പിലാണ് 16 ആൾക്കാർ കോൾ ചെയ്യണം. സ്കൈപ്പ് കോൾ ചെയ്തിട്ട് അതിൽ ഞാൻ പറഞ്ഞു ഇത് നമ്മൾക്ക് ഒന്നും ചെയ്യാനില്ല, ആകെ ചെയ്യാൻ പറ്റുന്ന കാര്യം ഓൺലൈനാണ്. അപ്പോൾ എന്നതുകൊണ്ട് നാളെ മുതൽ എല്ലാവരും വീഡിയോ ചെയ്ത് തുടങ്ങാം. അങ്ങനെയാണ് മെൻറ്റേഴ്സൊക്കെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ തുടങ്ങണേ. ഒന്നാമത്തെ എന്താ വെച്ച് കഴിഞ്ഞാൽ മെൻറ്റേഴ്സിന് ആർക്കും തന്നെ ഇത് ചെയ്തിട്ടൊന്നും വലിയ ശീലമൊന്നുമില്ല, പരിശീലനമൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഏതായാലും ഗൈഡ് പറഞ്ഞു ചെയ്യല്ല, വേറെ ഓപ്ഷൻ ഇല്ലെന്ന് അവർ ചെയ്തു തുടങ്ങിയതാണ്.
ആ ചെയ്ത് തുടങ്ങിയതിൻ്റെ തുടക്കമാണ് നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കണ്ടില്ലേ ഇവരെ ഫസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഇതാ ഫസ്റ്റ് വീഡിയോ 2020 പോസ്റ്റ് കണ്ടോ, അവരെ ഫസ്റ്റ് വീഡിയോൻ്റെ കോലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതും ഇന്നും നിങ്ങൾ എടുത്തു നോക്കിയാൽ അത് എത്ര ഇവോൾവ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ അന്ന് അത് തുടങ്ങുമ്പം ഇവർക്കൊക്കെ കോൺഫിഡൻസ് കുറവാണ്. കാരണം ഇതെങ്ങനെ ചെയ്യും, വീഡിയോയിലൊക്കെ വരല്ലേ, ഫസ്റ്റ് അല്ലേ, എല്ലാവർക്കും ഹെസിറ്റേഷൻസ് ഉണ്ട്, ഇൻഹിബിഷൻസ് ഉണ്ട് എന്നുള്ള. പക്ഷേ ഇവർക്ക് ഇൻസ്പിറേഷൻ കൊടുക്കാൻ എൻ്റെ ലൈഫിൽ നിന്ന് എനിക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല പാഠം ഞാൻ ആദ്യം ചെയ്ത വീഡിയോ കാണിച്ചു കൊടുത്തു. അപ്പോൾ എനിക്ക് സമാധാനം, ഇത്ര അൻപല്ല നമ്മളെന്ന്. കാരണം ഞാൻ ആദ്യം ചെയ്ത വീഡിയോൻ്റെ കഥ ഞാൻ പറയാറുണ്ട്. എനിക്ക് വീഡിയോ ഒക്കെ ചെയ്യാൻ പുതിയറ്റ ഫേസ്ബുക്കിലാണ് അന്ന് തുടക്കുന്നത്. കാരണം അന്ന് ഫേസ്ബുക്കാണ് ട്രെൻഡ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ കോഴിക്കോട് ബീച്ചിൽ പോയിട്ട് സാലിക്ക് ഫോണിൽ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് എൻ്റെ സൗണ്ട് മാത്രമല്ല കടലിൻ്റെ സൗണ്ട് നന്നായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ക്യാപ്റ്റൻ രാജുവിൻ്റെ ഡയലോഗ് ഓർമ്മയത്, ഹോൺ വെച്ച് ബാക്കിയില്ലാത്തതിന് നല്ല സൗണ്ടാണ് എന്നതുപോലെയായിരുന്നു എൻ്റെ ആദ്യത്തെ വീഡിയോ. ഇത് കണ്ടപ്പോൾ ഇവർക്ക് മോട്ടിവേഷനായി, കൊള്ളാലോ ഗൈഡൊക്കെ ഇക്വലത്തിലാണ് ചെയ്ത് തുടങ്ങി, അപ്പോൾ നമുക്ക് ഇങ്ങനെ തുടങ്ങാം എന്ന് പറയുമ്പം ഞാൻ അവരോട് പറയും, എൻ്റെ മിസ്റ്റേക്കുകളാണ് നിങ്ങളുടെ ശരികൾ. ഞാൻ വരുത്തിയ മിസ്റ്റേക്കുകളാണ് നിങ്ങൾക്ക് ശരിയായിട്ട് ചെയ്യാൻ പറ്റുന്നത്. അവർ വരുത്തിയ മിസ്റ്റേക്കുകളാണ് ഇപ്പോഴത്തെ കോച്ചസിൻ്റെ ശരികൾ. നമ്മളിപ്പോഴത്തെ കോച്ചസ് ചെയ്യുന്ന കോണ്ടൻറ്റൊക്കെ അവർ തുടങ്ങേണ്ടതിന് എത്ര ക്വാളിറ്റിയിലാണെന്നുള്ളതാണ്. അപ്പോൾ അത് എന്തുകൊണ്ട് സംഭവിച്ചത്, അവിടെ എവല്യൂഷൻ നടന്നിട്ടാണ് ആ ഡെപ്തിലേക്ക് നമ്മൾ എത്തിയെന്നുള്ളത്. കാരണം 2020 നമ്മൾ വീഡിയോസ് ചെയ്തിരുന്നു. അപ്പം കുറേ ആളുകൾ ഇങ്ങനെ കണക്ട് ചെയ്തു. അപ്പം നമ്മൾ വാട്സപ്പ് കമ്മ്യൂണിറ്റികൾ ഉണ്ടാക്കി. ആ സമയത്താണ് വലിയൊരു ട്രാൻസിഷൻ കൊണ്ടുവരുന്ന ഭാഗമായിട്ട് നമ്മളൊന്ന് വരവറിയിക്കണ പോലെ ഏതായാലും കോവിഡാണ്, ആളുകളൊക്കെ പെട്ടിരിക്കുകയാണ്, ആൾക്കാരെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാം. അപ്പോഴാണ് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 3 മണിക്ക് നമ്മൾ ഓൺലൈനിൽ എല്ലാവരും വീട്ടിലിരിക്കല്ലേ, ഓൺലൈനിൽ 1 മണിക്കൂർ ഓരോരോ ഗസ്റ്റുകളെ സെലിബ്രിറ്റീസിനെ കൊണ്ടുവന്നിട്ട് ഒരിക്കലുള്ള സെഷൻസ് കൊടുത്തു. സക്സസിനെ പറ്റിയുള്ള, മൈൻഡ്ഫുള്ളിനെ പറ്റിയുള്ള, വെൽനെസ്സിനെ പറ്റിയുള്ള, അങ്ങനെ ആക്ട്രസ്സുകൾ, അതുപോലെ തന്നെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർ, ഇവരൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് അവരൊക്കെ സംസാരിച്ച് അവരെ സെഷൻസൊക്കെ വന്നപ്പോഴേക്ക് ആളുകൾ ഒന്നുകൂടി നമ്മൾ ഏലിയൻ ഡോഗ്സിനെ പറ്റിയിട്ടൊക്കെ അറിയാൻ തുടങ്ങി. അപ്പോൾ അവർക്ക് ഇവിടുത്തെ കാര്യങ്ങളെ പറ്റി അറിയണം. അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇവർക്ക് ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഫോളോ ചെയ്യണമെങ്കിൽ ഇവർക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് എന്തെങ്കിലും കൊടുക്കണം. അങ്ങനെയാണ് 2020 കോവിഡ് പീരീഡിൽ ആദ്യമായിട്ട് ഗൈഡഡ് കോഡ് ഉണ്ടാവുന്നത്. ഗൈഡഡ് കോഡ് അങ്ങനെ പിറന്നതാണ്. അങ്ങനെയാണ് ഗൈഡഡ് കോഡ് ഉണ്ടാവുന്നത്. അന്ന് 2020 ഗൈഡഡ് കോഡ് കോവിഡിൽ നീഡഡ് ആണെന്ന് മനസ്സിലാക്കി തുടങ്ങിയതാണെങ്കിൽ ഈ മാസം കഴിഞ്ഞ ഏപ്രിൽ മാസം ഞാൻ 63ാമത്തെ ഗൈഡ് ടോക്കാണ് തീർത്തത്. ദാറ്റ് മീൻസ് അന്ന് തുടങ്ങിയ ആ ഒരു യാത്ര 63 മാസങ്ങൾ തുടർച്ചയായിട്ട് ഗൈഡഡ് കോഡ് നടന്നു എന്നുള്ളതാണ്. അതാണ് എവല്യൂഷൻ. അപ്പം നമുക്ക് ഒരു ഭ്രമണപഥം കിട്ടാന്ന് പറയും. ഭ്രമണപഥം കിട്ടിയിട്ട് കറങ്ങണം. ഭ്രമണപഥം കിട്ടാണ്ട് നമ്മൾ കറങ്ങിയാൽ എവിടെയെങ്കിലുമൊക്കെ അലിഞ്ഞു തിരിയും. അപ്പോൾ ഞാൻ ആക്ച്വലി 2020 കോവിഡിൻ്റെ ഈ സെനാരിയോ വരെ ഗതി കിട്ടാതെ അലിയുന്ന ആത്മാവ് പോലെ ഇങ്ങനെ അലിഞ്ഞു തിരിയായിരുന്നു. വണ്ടറിങ് എന്നൊക്കെ പറയില്ലേ, അത് ഇങ്ങനെ ഈ അലഞ്ഞു തിരിയൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭ്രമണപഥത്തിലേക്ക് നമ്മളെ ഇവോൾവ് ചെയ്യിപ്പിക്കുന്ന സർക്കിളില്ലേ, സ്പൈറലില്ലേ, അതിലേക്ക് നമ്മളെ കണക്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശീലനമാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ആ അലച്ചിലും തിരിച്ചിലും കറങ്ങലൊക്കെ കഴിഞ്ഞപ്പം ഗൈഡഡ് കോഡ് എന്നുള്ളൊരു ഭ്രമണപഥം കിട്ടിയപ്പോൾ അതിൽ നമ്മളൊക്കെ കറങ്ങാൻ തുടങ്ങി. അത് റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങി. അത് റിപ്പീറ്റ് ചെയ്തപ്പോഴേക്ക് ഒരുപാട് പേർക്ക് ഓൺലൈൻ ഇമ്പാക്റ്റ്. ഫസ്റ്റ് ഓൺലൈൻ സൂമിൽ പ്രോഗ്രാം ചെയ്യാന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു കൺസേൺ ആണ് ആളുകൾക്ക്. ഓൺലൈനിൽ പെയ്ഡ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്താൽ മാറ്റം ഉണ്ടാവും. വലിയൊരു ചലഞ്ചിങ് ആയിട്ടുള്ള ഭാഗമാണ്. അപ്പം ആ ചലഞ്ച് ഉള്ളത് കൊണ്ട് തന്നെ അതിന് മുന്നേ തന്നെ നമ്മൾ പലപ്പോഴും ചെറിയ രീതിയിൽ ചില മൈൻഡ് മാസ്റ്ററി പ്രോഗ്രാംസ് ഒക്കെ നടത്താൻ നോക്കുമ്പോൾ അതിനൊന്നും ആൾക്കാർ വരുന്നില്ല. അപ്പോൾ എന്നോട് നമ്മളെ കുട്ടികളൊക്കെ ഒരു ഫീഡ്ബാക്ക് പോലെ പറഞ്ഞു, ഗൈഡ് ഈ പേയ്മെൻറ്റിലൊന്നും ആൾക്കാർ വരില്ല, അപ്പോൾ പേയ്മെൻറ്റ് കുറച്ചുകൂടെ. ദാറ്റ് മീൻസ് അന്നത്തെ പേയ്മെൻറ്റ് 5000 രൂപ. അപ്പോൾ ഇതിനൊന്നും ആൾക്കാർ വരില്ല എന്ന് മെൻറ്റേഴ്സ് പറഞ്ഞു. മെൻറ്റേഴ്സിൽ ചിലർ ഫീഡ്ബാക്ക് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം, അങ്ങനെ ആൾക്കാർ വരൂല്ലെങ്കിൽ വരണ്ട. എന്നെ പഠിപ്പിച്ച എൻ്റെ ഗുരുക്കന്മാർ പറഞ്ഞത് ഒരിക്കലും ഇതിനുള്ളൊരു മൂല്യമുണ്ട്, അതിൽ താഴ്ത്തിയിട്ട് ഒരിക്കലും പഠിപ്പിക്കരുതെന്നാണ്. അങ്ങനെ പഠിപ്പിച്ചിടത്തോളം എനിക്ക് തലവേദനകൾ ഉണ്ടായിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു, തല പറയുന്നു ഇപ്പോഴത്തെ സിറ്റുവേഷൻ പ്രകാരം വാല്യൂ ഒന്നും കുറയ്ക്കണ നല്ലത്, അണ്ടർസെൽ ചെയ്യണ നല്ലത്. എന്നാൽ ഹൃദയം പറയുന്നു മൂല്യത്തിൽ അധിഷ്ഠിതമായിട്ട് ഉറച്ചു നിൽക്കുക. ആ മൂല്യബോധമുള്ളവർ വരട്ടെ. അപ്പോൾ സാന്ദർഭികമായിട്ട് നോക്കുമ്പോൾ നമുക്ക് വേണ്ട അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് തോന്നാം. പക്ഷേ ലോങ് ടൈമിലൊക്കെ നോക്കുമ്പോൾ ഹോൾഡ് ചെയ്യാൻ തോന്നാം. അതൊക്കെ ഞാൻ എപ്പോഴും കോച്ചസിനോട് പറയൽ, ഹോൾഡ് ഓൺ. ഫ്രം മൈ എക്സ്പീരിയൻസ്, ഹോൾഡ് ഓൺ ആൻഡ് സറണ്ടർ. അതിലേക്ക് ആ ഹോൾഡ് ഓൺ ചെയ്യുന്നത് അതിലേക്ക് സറണ്ടർ ചെയ്തേക്കാം നമ്മൾ എന്നുള്ളതാണ്. പലപ്പോഴും പല അനുഭവങ്ങളായിട്ട്, പല വാക്കുകളായിട്ട്, പല സംസാരങ്ങളായിട്ട് ഈ തലയിലേക്ക് തുളച്ച് കയറുന്ന പല സംസാരങ്ങൾ വരും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തെ പിന്തുടരാൻ പറ്റാമെന്നുള്ളതാണ്. അങ്ങനെ ഹോൾഡ് ഓൺ ചെയ്തതുകൊണ്ട് അന്നത് നടത്തിയില്ലെങ്കിലും കോവിഡ് വരുന്ന പലരും ചലഞ്ചിങ് ആയിട്ടിരിക്കുമ്പം 5000 രൂപക്ക് തന്നെ ഓൺലൈനിൽ നടന്നു. ഓഫ്ലൈനിൽ നടക്കാത്തത് 5000 രൂപക്ക് ഓൺലൈനിൽ തന്നെ GC നടന്നു. അപ്പോൾ ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇപ്പം എങ്ങനെ ഇരിക്കണം? നമ്മൾ വാല്യൂ ചെയ്യുമ്പം നമ്മൾ ഇരിക്കുന്നിടത്ത് അത് വാല്യൂ ചെയ്യാൻ പറ്റിയ ആൾക്കാരില്ലെങ്കിൽ നമ്മൾ ഏത് വാല്യൂവിന് വേണ്ടിയിട്ടാണ് നിൽക്കണത്, ആ വാല്യൂവിനെ വാല്യൂ ചെയ്യുന്ന ആളുകളിലേക്ക് നമ്മൾ എത്തും. അപ്പോൾ കോവിഡ് നമുക്ക് അനുഗ്രഹമായിട്ട് ആളുകളിലേക്ക് എത്തിക്കാനുള്ള അവസരമായിരുന്നു.
ഇപ്പം ഞാൻ കോവിഡിനോട് പറഞ്ഞു അൽഹംദുലില്ലാ, കാരണം നമ്മൾ റൈറ്റ് ട്രൈബിലേക്ക് എത്തി. അപ്പോൾ ഞാൻ വായിച്ചൊരു കോട്ടുണ്ട്, അതിലിങ്ങനെയാണ് പറയുന്നത്. ഒരു കുട്ടി പറയാണ്, എൻ്റെ അച്ഛൻ എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ കാര്യം എന്താ അറിയോ, നിനക്ക് ഓടാൻ താല്പര്യമുണ്ടെങ്കിൽ നീ ഓടിക്കൊള്ളുക, കമ്പനിക്കാരെയും കാത്തിക്കരുത്. ഞാൻ കോച്ചസിനോടൊക്കെ സോളോ 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 എന്ന് പറയല്. കമ്പനിക്കാരെയും കാത്തിക്കരുത്. കാരണം നീ പോകാൻ ഇഷ്ടപ്പെടുന്ന വഴിക്ക് എൻ്റെ കമ്പനിക്കാർക്ക് വരണം നിർബന്ധമില്ല. പിന്നെ നിനക്ക് വേണ്ടി വന്നാൽ എനിക്കത് തലവേദന ആയിരിക്കും. കാരണം നിനക്ക് വേണ്ടി വന്നിട്ടല്ലേ മുള്ളു തെറിച്ചത്, നിനക്ക് വേണ്ടി വന്നിട്ടല്ലേ വിയർത്തത്, നിനക്ക് വേണ്ടി വന്നിട്ടല്ലേ കിതച്ചത്, ഇങ്ങനെയൊക്കെ സംസാരം ഉണ്ടാവും. അപ്പോൾ നിനക്ക് ഓടണമെങ്കിൽ നീ ഓടിക്കൊള്ളുക, നീ തുടർന്നുകൊണ്ടേ ഇരിക്കുക. നീ ഓടിയിട്ട് മുന്നോട്ട് പോകുമ്പം നിൻ്റെ ഒപ്പരം ചേരേണ്ട റൈറ്റ് ആയിട്ടുള്ള കമ്പനിക്കാർ വന്നോളും. അപ്പോൾ നിനക്ക് ഓടാൻ താല്പര്യമുണ്ടോ, നീ ഇങ്ങനെ ഓടാം. ഓടി 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 വയനാട്ടിൽ ചുരത്തിൻ്റെ താഴത്ത് ഇങ്ങനെ കാറുമുണ്ടാക്കി വേറൊരാൾ കൂടി സൈഡിൽ കൂടി പറഞ്ഞു, നിങ്ങൾ ഓടാൻ വന്ന, ഞാനും ഓടാൻ വന്ന, ഓക്കെ നൈസ്. കുറച്ച് അപ്പുറത്ത് 4-ാം വളം എത്തുമ്പോഴാണ് വേറെ കുറച്ച് ടീം ചായ കുടിക്കുന്നത്. കുറച്ച് റെസ്റ്റ് ചെയ്ത് കുടിച്ചിട്ട് കമ്പനിക്കാരെത്തില്ല, അപ്പോൾ ചായക്ക് കുടിച്ച് വൈബാക്കി അങ്ങനെ പോകും. അപ്പോൾ നമ്മൾ നമ്മുടെ ദൗത്യത്തിന് വേണ്ടി മുന്നോട്ട് പോകുമ്പം ആ ദൗത്യത്തിലേക്ക് കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, അല്ലാണ്ട് ഇവിടെ ഇരിക്കണം എല്ലാവരും വരും നമുക്ക് പോകില്ല എന്ന് വെച്ചാൽ അതാ പ്രശ്നം. ക്ലിയർ ആയോ? മിക്ക ട്രിപ്പുകളും നടക്കാതിരിക്കാനുള്ള കാരണം എന്താ, വരിക എല്ലാവർക്കും കൂടി പോയല്ലോ അറിയുമ്പോൾ ഏതെങ്കിലും ഒരുത്തന്നെ ഉണ്ടാക്കി. മൂന്നാർ ആനല്ലേ, വയനാട് മറ്റേ ഫ്ലഡ് അല്ലേ, ഏതെന്ന് തുടങ്ങിയിട്ട് ഓരോ സാധനം ഇടും. അപ്പോൾ ഈ അടുത്ത കാലത്തൊന്നും പോകില്ല. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ മിക്കവാറും ഒരു കാര്യത്തിന് ഇറങ്ങുമ്പം നമ്മൾ അതിൽ പിടിച്ചിട്ടെത്തിയ മുന്നോട്ട് പോകാന്നുള്ളതാണ്. ഞാൻ ഹിമാലയയിലുള്ള സമയത്താണ് 2ാമത്തെ GT ഓപ്ഷൻ വിളിക്കുന്നത്. അപ്പം നമ്മൾക്ക് ഒരു കൺസേൺ ആയിട്ട് വന്നത് റിപ്പീറ്റേഴ്സ് ഒരുപാട് പേരുണ്ട്. അപ്പോൾ റിപ്പീറ്റേഴ്സ് ഇങ്ങനെ റിക്വസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് റിപ്പീറ്റേഴ്സും കുറച്ച് ഫ്രഷേഴ്സും പോരെ, ഫ്രഷേഴ്സ് എല്ലാവരും എത്തിക്കൊള്ളത്തില്ല. ഞാൻ പറഞ്ഞു അങ്ങനെ വേണ്ട, ഫ്രഷേഴ്സ് മാത്രം വന്നാൽ മതി. അങ്ങനെ നടക്കുമോ നമുക്ക് നോക്കാം. എല്ലാ GTക്കും പുതിയ ആൾക്കാരെ ഒരു തവണ അറ്റൻഡ് ചെയ്യുന്നവരുടെ വന്നിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വി സെറ്റ് ദ കൾച്ചർ, വി ഡിസൈഡ് ദ കൾച്ചർ, വി സെറ്റ് ദ കൾച്ചർ. അതിനൊരു കാർട്ടുണ്ട്, അതിൽ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഫോളോ യുവർ ഹാർട്ട്, നോ കോംപ്രമൈസ്. ക്ലിയർ ആയല്ലോ? അത് എൻ്റെ ജീവിതത്തിൽ നിന്നുള്ള അനുഭവത്തിൽ നിന്നുള്ള പാഠമാണെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ചെയ്തു പോയപ്പോൾ 2020 ഗൈഡഡ് കോഡ് ഓപ്പണായി, ഓൺലൈൻ പ്രോഗ്രാംസ് ഓപ്പണായി. അപ്പോൾ പലർക്കും കൺസേൺ ഉണ്ടായിരുന്നു ഓൺലൈനിൽ പരിപാടി നടക്കുമോ. നോക്കി, എൻ്റെ അനുഭവമാണ്. കോവിഡ് തുടങ്ങിയ സമയത്ത് എൻ്റെ കൂടെ തന്നെ പഠിച്ചിറങ്ങിയ ഒരുപാട് ട്രെയിനേഴ്സിൻ്റെ മീറ്റിംഗ് എൻ്റെ മെൻറ്റർ വിളിച്ചിരുന്നു. നമ്മൾ ട്രെയിനേഴ്സ് മീറ്റിങ്ങിൽ എത്തുന്ന സമയത്ത് മെൻറ്റർ 2 കാര്യമാണ് പറഞ്ഞത്. നിങ്ങൾ അടുത്ത മീറ്റിങ്ങിന് വരുമ്പോഴേക്ക് ഒരാഴ്ച സമയം തരും. അടുത്ത മീറ്റിങ്ങിന് വരുമ്പോഴത്തേക്ക് വീട്ടിൽ വൈഫൈ വെക്കണം. അതുവരെ ആരും വൈഫൈ ഒന്നും വെക്കുന്നില്ലല്ലോ. വീട്ടിൽ വൈഫൈ വെക്കണം. രണ്ടാമത്തത് സ്വന്തമായിട്ട് സൂം പർച്ചേസ് ചെയ്യണം, പെയ്ഡ് സൂം വേണം. മെൻറ്റർ എന്ത് പറഞ്ഞു, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തയില്ല. എനിക്ക് ഐ സറണ്ടർ, ബിക്കോസ് നമ്മളെക്കാളും നന്നായിട്ട് നമ്മൾ അറിയുന്ന ആൾക്കാർ. അതിൻ്റെ ഇടയിൽ അല്ല സാർ, പിന്നെ എനിക്ക് അതിന് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, സ്കൈപ്പ് ഉണ്ട്, പിന്നെ ഗൂഗിൾ മീറ്റ് സെറ്റാക്കിയാൽ ആൾക്കാർ അതൊന്നും പറയാണ്ട് എന്താ പറഞ്ഞത്, ഫോളോ ദാറ്റ്. അത് ഇപ്പം ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ 10ാമത്തെ സ്റ്റെപ്പിൽ അത് ഫോളോ ചെയ്യണം. ഇപ്പം ഫോളോ ചെയ്താൽ ആ 10 സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാൻ പറ്റും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഐ ഡിഡ് വൺ തിങ്. ഞാൻ വൈഫൈ വെച്ചു, ഞാൻ നിൽക്കുന്ന ഫ്ലാറ്റിൽ വൈഫൈ വെച്ചു, ഒരു സൂം വാങ്ങിച്ചു. അടുത്ത മീറ്റിങ്ങിന് പോയി. അടുത്ത മീറ്റിങ്ങിന് സ്വന്തമായിട്ടുള്ള വൈഫൈയിൽ, ഫോണല്ല, സ്വന്തമായിട്ടുള്ള വൈഫൈയിൽ സ്വന്തമായിട്ടുള്ള സൂമിലാണ് കയറണേ. നോക്കുമ്പോൾ കഴിഞ്ഞ മീറ്റിങ്ങിന് വന്ന 50-60% ട്രെയിനേഴ്സ് ഇല്ല. കാരണം ഇവരാരും ഇത് ചെയ്തിട്ടില്ല. ചെയ്തവരല്ലേ വരൂ. അപ്പോൾ തന്നെ ഒഴിഞ്ഞു പോകൽ. അതായത് ആ വിസ്ഡം എന്താണോ അത് ഫോളോ ചെയ്യാൻ റെഡിയല്ല. ഞാനത് ചെയ്തു. ഞാൻ പറയും കോവിഡിൽ എൻ്റെ ലൈഫ് മാറ്റിയത് ഒരു വൈഫൈയും ഒരു സൂമുമാണ്. അതാണ് ഇത് മൊത്തം. ആ വൈഫൈയും സൂമും വെച്ചിട്ടാണ് ആ കോവിഡ് ഇങ്ങനെ തുടർന്നപ്പം 2021 അതിലേറെ നെക്സ്റ്റ് സ്റ്റെപ്പ്. ഒരു കാര്യം ഇങ്ങനെ തുടരുമ്പോൾ നമുക്ക് പ്രൊമോഷൻ കിട്ടൂലേ, അതിന് നെക്സ്റ്റ് സ്റ്റെപ്പ് ഒന്നണം 2021 ആദ്യമായിട്ടുള്ള ആൽക്കെമിസ്റ്റ് സീരീസ് നടത്തുന്നു. ഇതിൽ ഒരുപാട് ആൾക്കാർ, സെക്കൻഡ് അല്ല ഫസ്റ്റ്, ആൽക്കെമിസ്റ്റ് കഥ കേട്ട് വന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അതൊരു റെവല്യൂഷൻ ആയിരുന്നു എന്നുള്ളതാണ്. അന്ന് ആദ്യത്തെ ആൽക്കെമിസ്റ്റ് സീരീസ് 2021 ഓൺലൈനിൽ ഞാൻ നടത്തുന്ന സമയത്ത് എന്താ സംഭവിച്ചത് നിങ്ങൾക്കറിയോ? എൻ്റെ ഒരു കുഞ്ഞു ഫ്ലാറ്റ്, ഒരു 2 മുറിയുള്ള ഫ്ലാറ്റ്. ആ ഫ്ലാറ്റിൽ ഞാൻ കിടക്കുന്ന മുറി, ആ മുറിയിൽ ഇതേപോലത്തെ അല്ല, അങ്ങനത്തെ ചെയറല്ല, മറ്റേ ഫൈബറിൻ്റെ ചെയർ ഉണ്ടല്ലോ വീട്ടിലൊക്കെ ഉള്ളത്, ആ ചെയർ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ 3 പില്ലോ അട്ടിക്ക് വെച്ചിട്ട് ട്യൂബ് ലൈറ്റ് ഇല്ലേ, ട്യൂബ് ലൈറ്റ് വയറ് കൊടുത്തിട്ട് ട്യൂബ് ലൈറ്റ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ആ പില്ലോൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ താഴെ ഞാൻ എൻ്റെ ഒരു ഐപാഡ് ഉണ്ട് അത് വെച്ചിട്ട് അത് എക്സ്റ്റൻഷൻ കേബിളിൽ കണക്ട് ചെയ്ത് ലൈറ്റ് ഇട്ടിട്ട് ഇപ്പോൾ ഈ ലൈറ്റും ഇതിൻ്റെ ഉള്ളിൽ വേറെ ലൈറ്റ്, ഫുള്ള് ലൈറ്റാണ്. അതിങ്ങനത്തെ ഒരു ലൈറ്റേ ഇല്ല. അപ്പോൾ ഇതെല്ലാം കൂടി വെച്ചിട്ട് അവിടെ ഐപാഡ് വെച്ചിട്ട് ഈ ഐപാഡിലാണ് ഞാൻ എന്ത് ചെയ്യണത്, ഈ സെറ്റപ്പിലാണ് ഞാൻ ഓരോ ദിവസവും ആൽക്കെമിസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ആൽക്കെമിസ്റ്റ് ഒരു ദിവസം കഴിയും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫ്ലാറ്റിൻ്റെ മുകളിൽ, ഞാൻ നിൽക്കുന്ന ഫ്ലാറ്റിൻ്റെ ടോപ്പിൽ പോയിട്ട് വാട്ടർ ടാങ്കിൻ്റെ അവിടെ പോകും. എന്താണ്, ആൽക്കെമിസ്റ്റ് എടുക്കുമ്പോൾ ഞാൻ ഫുൾ എനർജിയിലാണ്. അത് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ ഫിനാൻഷ്യൽ ബാധ്യതകളുടെ ആൾക്കാരുടെ കോള്, അവരുടെ സാധനങ്ങളൊക്കെ ഡീൽ ചെയ്യേണ്ടായിരിക്കും. ആൽക്കെമിസ്റ്റിൽ ഫുൾ എനർജിയിൽ വന്നിട്ട് ഇപ്പുറത്ത് പോയിട്ട് ഇതൊക്കെ ഡീൽ ചെയ്ത് ചില സമയത്ത് സ്റ്റക്കായിട്ട് ചിലപ്പോൾ നമ്മൾ പൊട്ടി കരയായിരിക്കും, വാട്ട് ടു ഡൂ എന്നറിയാണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് ഇതെന്ത് ചെയ്യും, വേറൊരു ഭാഗത്ത് പർപ്പസ് ഉണ്ട്, അത് ഫോളോ ചെയ്യണം.
ഞാൻ നാഴികക്ക് 40 വട്ടം കോച്ചസിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, പ്രോബ്ലംസ് ഇരിക്കുമ്പോൾ തന്നെ ടേക്ക് ആക്ഷൻ, ഫോളോ യുവർ ഹാർട്ട്, ലിവ് യുവർ പർപ്പസ്. ആ പർപ്പസ് നിങ്ങളുടെ പ്രോബ്ലത്തെ സോൾവ് ചെയ്യും. അല്ലാണ്ട് പ്രോബ്ലം സോൾവ് ചെയ്ത് നിങ്ങളുടെ പർപ്പസ് ഈ ജീവിതകാലത്ത് നടക്കില്ല. അതാണ് ടെസ്റ്റ്, വിച്ച് വൺ യു ടേക്ക്. അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി ഇനിയിപ്പോൾ ഞാൻ കുറച്ച് ടെൻഷനാണ്, നമുക്ക് ആൽക്കെമിസ്റ്റ് 2 ദിവസം കഴിഞ്ഞ് നടത്തിയാലോ? നോ, നാളെയും നടത്തും, മറ്റന്നാൾ നടത്തും, ഓരോ സമയം നടത്തും. ആ ഓരോ നടത്തലുകളും എൻ്റെ അനൗൺസ്മെൻ്റ് ആണ്. ഞാൻ എന്ത് സംഭവിച്ചാലും ഇന്നും പുറത്തു പോകില്ല. ക്ലിയർ? ഞാൻ റെസ്റ്റ് എടുക്കട്ടെ? നോ, എന്തൊക്കെ വന്നാലും വി ഹാവ് ടു കൺവിൻസ് ദ ഓൾമൈറ്റി. പഠിച്ചോനെ എന്തൊക്കെ തന്നാലും പഠിച്ചോൻ ടെസ്റ്റ് ചെയ്യും. ഇതൊക്കെ തന്നാൽ നീ മെല്ലെ ഇട്ടേച്ച് പോകും. അങ്ങനെയാണെങ്കിൽ ഈ വലിയ പർപ്പസ് ഒന്നും ജീവിക്കേണ്ട. നമ്മൾ ചോദിച്ചത് വലുതാണെങ്കിൽ വലിയ ടെസ്റ്റാണ് നോക്കുക, കാരണം അതിൽ തന്നെ ഉണ്ടാവുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. സോ ഐ വാസ് പ്രൂവിങ് ആൻഡ് കൺവിൻസിങ് മൈ ഓൾമൈറ്റി, എന്ത് വന്നാലും ഇത് ഞാൻ ചെയ്യും, വേറൊരു ഓപ്ഷനും ഞാൻ ചെയ്തിരിക്കും. അങ്ങനെ കണ്ടിന്യൂ ചെയ്തതാണ് ആദ്യത്തെ ആൽക്കെമിസ്റ്റ്. ആ ആൽക്കെമിസ്റ്റ് സീരീസ് ഹൈലി സക്സസ്ഫുള്ളായി. അവിടുന്നാണ് നമ്മൾ പിന്നെ ആൽക്കെമിസ്റ്റിൽ നിന്നും വന്ന് നെക്സ്റ്റ് ലെവലിലാണ് ഗൈഡഡ് കോഡ് ഒന്നുകൂടി കുറച്ചുകൂടി നെക്സ്റ്റ് ലെവൽ സ്ട്രക്ചർ ചെയ്തിട്ട് 2022 വന്നപ്പം നമ്മൾ ഒരു ഗ്യാപ്പിന് ശേഷം മെഗാ ഇവൻറ്റ് റീഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. 2022 മെഗാ ഇവൻറ്റിലാണ് അഫ്സൽ മാജിദൊക്കെ നമ്മൾ കാണുന്നത്, ലേ മെറിഡിയനിൽ വെച്ചിട്ട്. ഇവരെ ട്രെയിനിങ് എവിടെയാണോ നടത്തിയത് അവിടെ തന്നെ കോവിഡൊക്കെ ഒന്ന് കഴിഞ്ഞ് അവിടെ വെച്ചിട്ട് തന്നെ ഒരു മെഗാ ഇവൻറ്റ്. ആ മെഗാ ഇവൻറ്റ് എങ്ങനെയാണ് നടത്തിയത് നിങ്ങൾക്കറിയോ? ഞാനൊരിക്കൽ മൂന്നാർ ഒരു കമ്പനിയുടെ ട്രെയിനിങ് നടത്തിയിട്ട് തിരിച്ചു വരുമ്പോൾ ഒന്ന് തറവാടാണല്ലോ ലേ മെറിഡിയൻ, ഒന്ന് കയറിയേക്കാന്നുള്ള രീതിയിൽ ഒന്ന് പരിചയം പുതുക്കാൻ കയറി അവിടുത്തെ സ്റ്റാഫിനെ കണ്ട് സംസാരിച്ചിട്ട് അവിടുത്തെ വലിയ ഹോളുണ്ട് നമ്മൾ ട്രെയിനിങ് നടത്തി. ആ ഹോളിലൊന്ന് കയറിയിട്ട് ആ സ്റ്റേജിലൊന്ന് കയറിയപ്പോൾ എനിക്കൊരു തോന്നൽ, എന്തുകൊണ്ട് ഇവിടെ ഒരു ഇവൻറ്റ് നടത്തിക്കൂടാ? അപ്പം തന്നെ വീഡിയോ എടുത്ത്, എന്താണെന്നൊന്നും അറിയില്ല, ലോക്ക് ചെയ്തു, പരിപാടി ലോക്ക് ചെയ്തു. അപ്പം തന്നെ വീഡിയോ എടുത്ത് ഔട്ട് ചെയ്തു. ഇവിടെ വെച്ച് നമ്മൾ ഇവൻറ്റ് വരാൻ പോകുന്നു, ഇനി അടുത്തത് എങ്ങനെ നടത്തുന്നുള്ള. ഇവിടെ വെച്ചിട്ട് നമ്മുടെ ഇവൻറ്റ് വരാൻ പോകുന്നു അനൗൺസ് ചെയ്തു, പ്രോഗ്രാം ലോക്ക് ചെയ്തു 2022 ഓഗസ്റ്റ്. പക്ഷേ ആ പ്രോഗ്രാം വളരെ സക്സസ്ഫുൾ ആയിട്ട് നല്ല ഗ്രാൻഡായിട്ട് ചിലരൊക്കെ ബസ് തന്നെ ബുക്ക് ചെയ്ത് ബസ്സിലൊക്കെ വന്നിരുന്നു ആ പ്രോഗ്രാമിൽ നിന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഹൗ ദ പവർ ഓഫ് ദ ഹാർട്ട് വർക്ക്സ്. പവർ ഓഫ് ദ ഹാർട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഹാർഡ് വർക്കും അത്ര വേണം. നിങ്ങളുടെ തലയെ ഉപയോഗിക്കേണ്ടത് ഡെഡിക്കേറ്റഡ് ആക്ഷൻ എടുപ്പിക്കാനാണ് തലയെ കൊടുക്കേണ്ടത്, അല്ലാണ്ട് സംശയിക്കാനില്ല. ഹൃദയത്തെ എന്തിനു കൊടുക്കണം? വിശ്വസിക്കാൻ ഇട്ട് കൊടുക്കണം. തലയെ എന്തിനു കൊടുക്കണം? ആവശ്യമില്ലാണ്ട് ചിന്തിക്കണം, പണിയെടുക്കണേന്ന് പറഞ്ഞ് പണിയെടുപ്പിക്കണം. ഹൃദയം പറയുന്നു എനിക്കൊരു ഫ്ലെയിം ഇട്, എനിക്കൊരു കാര്യം ചെയ്യണം. തല പറയുന്നു തലവേദനയാണ്, മിണ്ടാണ്ട് പോയി പണിയെടുക്കണേന്ന് പറഞ്ഞിട്ട് പണിയെടുപ്പിക്കണം. അതാ ചെയ്യേണ്ടത്. തലയെ ഉപയോഗിക്കേണ്ടത് സ്ട്രാറ്റജി ഉപയോഗിക്കേണ്ടത് ആക്ഷന് വേണ്ടിയിട്ടാണ്. ഹൃദയത്തെ ഉപയോഗിക്കേണ്ടത് പർപ്പസിനും സെൻസ് ഓഫ് പർപ്പസിനും ഫ്ലെയിമിനും എനർജിക്കും വേണ്ടിയിട്ട് ഉപയോഗിക്കണം. ഇതിന് രണ്ടിനും ഇങ്ങനെ അലൈൻ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അൺസ്റ്റോപ്പബിൾ ആയിരിക്കും. സോ ഇൻ 2022 അത് വലിയൊരു ഇവൻ്റായിട്ട് മെഗാ ഇവൻ്റായിട്ട് നടന്നു എന്നുള്ള. അതുമാത്രമല്ല, ഫസ്റ്റ് ആൽക്കെമിസ്റ്റ് 2021 നടന്നതെങ്കിൽ രണ്ടാമതൊരു ആൽക്കെമിസ്റ്റ് ഉണ്ടായിരുന്നു. അതപ്പോൾ യൂട്യൂബിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൽക്കെമിസ്റ്റ് ആദ്യത്തെ പോലെയല്ല. കാരണം ആ 2021 ആൽക്കെമിസ്റ്റ് സീരീസ് കഴിഞ്ഞ് 2022 ലേ മെറിഡിയനിൽ നമ്മൾ ഇത്ര വലിയ പ്രോഗ്രാം ചെയ്യുന്നതിന് മുന്നേ ഒരു ആൽക്കെമിസ്റ്റ് നടത്തിയിട്ട് ഈ പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാനും മെൻറ്റേഴ്സ് എല്ലാവരും എറണാകുളത്ത് നമ്മളൊരു ഫ്ലാറ്റ് എടുത്തിട്ട് നമ്മളെല്ലാവരും അവിടെ നിന്നിട്ടാണ് ഈ പ്രോഗ്രാം മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരാഴ്ച അവിടെ നിന്നിട്ട് അതിന് ബാക്ക് ആൻഡ് വർക്ക്സ് ഒക്കെ അവിടെ നിന്നാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും ഒരു ഫാമിലി പോലെ അവിടെ ഈ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ആൽക്കെമിസ്റ്റ് നടത്തുമ്പോഴുണ്ടായ വ്യത്യാസം എന്താ അറിയോ? ആ ആൽക്കെമിസ്റ്റ് നടത്തുമ്പോൾ ട്യൂബ് ലൈറ്റ് അല്ല, പ്രൊഫഷണൽ ക്യാമറ ടീംസ് വന്നു, ലൈറ്റ് വന്നു, സെറ്റപ്പ് വന്നു, ഒക്കെ വന്ന് കംപ്ലീറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്ത രീതിയിലാണ് നമ്മൾ ആ ആൽക്കെമിസ്റ്റ് നടത്തി. ആ ആൽക്കെമിസ്റ്റ് പലർക്കും അറിയാം വളരെ സക്സസ്ഫുൾ ആയിട്ട്. നമ്മൾ ഒരുപാട് കോച്ചസ് എല്ലാവരും ആഹോരാത്രം പരിശ്രമിച്ചിട്ട് അതൊരു ഗ്രാൻഡ് സക്സസ് ആയി. ഒരുപാട് ആൾക്കാരുടെ ലൈഫിൽ അത് ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ട്. എന്നോട് എത്രയോ ആൾക്കാർ ഇപ്പോഴും പറയും ആൽക്കെമിസ്റ്റ് പിന്നെയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും എന്നോട് പറയും, ഇപ്പം വീണ്ടും ഹത്തമോദാന്ന് പറഞ്ഞ പോലെ ഒന്നുകൂടി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കാണുമ്പോൾ ഒന്നുകൂടി സാധനം കിട്ടുന്നുണ്ട്. അത്തരത്തിലേക്ക് എത്തുമ്പം എന്തുകൊണ്ട് രണ്ടാമത്തെ ആൽക്കെമിസ്റ്റ് രണ്ടാമത്തെ ഇവൻ്റ് ഇത്രയും ഗ്രേറ്റ് ആയി? ഒന്നാമത്തെ ആൽക്കെമിസ്റ്റ് ഓൺലൈനിൽ നടത്തുമ്പോൾ എൻ്റെ അവസ്ഥ അത്രക്കും പരിതാപകരമായിട്ട് പോലും ഞാൻ എൻ്റെ ഹൃദയത്തെ വിശ്വസിച്ചതിനുള്ള ഇൻട്രസ്റ്റ് അടുക്കുള്ള റീപേയ്മെൻ്റ് ആണ് രണ്ടാമത്തെ ആൽക്കെമിസ്റ്റ് നടത്തുമ്പോൾ നമുക്ക് കിട്ടിയത് വിത്ത് ഇവൻറ്റ്. മനസ്സിലായോ? അപ്പം നീതിമാനാണെങ്കിൽ പലിശ എടുക്കാൻ നീതി, മുതലിൻ്റെ കൂടെ കൂട്ടുപലിശ എല്ലാം കൂടി ചേർത്തിട്ട് കോമ്പൗണ്ടിങ്ങിലൂടെ നമുക്ക് റിസൾട്ട് തന്നുകൊണ്ടിരിക്കുക. പക്ഷെ ഒറ്റ കാര്യമുണ്ട്, ഫോളോ യുവർ ഹാർട്ട്, ബിലീവ് ഇൻ യുവർ സെൽഫ് എന്നുള്ളതാണ്. ഞാൻ ഈ പറഞ്ഞ ബിലീവ് ഇൻ യുവർ സെൽഫ് എബ്രാലിങ്ങിൻ്റെ കഥ പറഞ്ഞിട്ടല്ല പറഞ്ഞത്, എൻ്റെ ജീവിതം കൊണ്ടാണ് ഞാൻ പറയുന്നത്. വാട്ട് ഹാപ്പൻഡ് ഇൻ മൈ ലൈഫ്? ഇറ്റ് ഈസ് ഈസി ടു മോട്ടിവേറ്റ്, ബട്ട് ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ ഈസി ടു ടെൽ ദ വിസ്ഡം ഫ്രം യുവർ എക്സ്പീരിയൻസ്. ഞാൻ ഓരോ ഇയറും ഓരോ ലൈഫിലെ ടേക്ക് അവേസും അതിലുള്ള വിസ്ഡംസും അതിലുള്ള ലൈൻ ഓഫ് വിസ്ഡമും കണക്ട് ചെയ്താൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ 2022 വി ഡിഡ് ഗ്രേറ്റ് ഇവൻറ്റ് ആൽക്കെമിസ്റ്റ്. അത് ലൈഫ് ടൈമിലേക്കുള്ള സെറ്റിൽമെൻ്റ് ആയിരുന്നു, ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നു. ഇറ്റ് വാസ് എ ഹ്യൂജ് സക്സസ്.
അത് കഴിഞ്ഞ് 2023 നമ്മൾ പ്രവേശിക്കുമ്പോഴാണ് വീണ്ടും അടുത്തൊരു അതുവരെ നമ്മൾ ഫുൾ ഓൺലൈനിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി എന്തുകൊണ്ട് ഇത്രയും ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഇടം വേണ്ടേ എന്ന് ചിന്തിച്ചിട്ടാണ് 2023 നമ്മൾ ഇങ്ങനൊരു ഓഫീസ് വേണമെന്ന് കരുതിയിട്ട് ഇങ്ങനത്തെ ഒരു സെറ്റപ്പിലേക്ക് നമ്മൾ തിരിച്ചു വരുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ ഇടയിൽ നമ്മളൊരു ഓഫീസിനെ പറ്റി ചിന്തിച്ചിട്ടില്ല, കാരണം നമ്മൾ മിഷനിലായിരുന്നു. കാരണം 2022 ആൻഡ് 2023 കൂടിയിട്ടാണ് എൻ്റെ എല്ലാ സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകളും ഞാൻ തീർക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് അത്രയും സമയം എടുത്തിട്ടാണെങ്കിലും പേഷ്യൻസോട് കൂടിയിട്ട് അത് ഓരോന്നും ഘട്ടമായി കംപ്ലീറ്റ് ചെയ്തെടുത്ത് ഫ്രീ ആക്കിയപ്പോഴാണ് ഇനി നെക്സ്റ്റ് ഫേസ് ഗെയിമിന് സമയമായി എന്ന് മനസ്സിലാക്കിയിട്ട് ഈ ഓഫീസ് വരുന്നത്. ഏകദേശം 2.5 years നമ്മളിവിടെ ആക്ച്വലി വന്നിട്ട് എന്നുള്ളതാണ്. സോ 2023 ഗ്രേറ്റ് അച്ചീവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഓഫീസും അതിൻ്റെ ഇനോഗ്രേഷനും ഇവിടെ നമ്മൾ എത്തുന്നതും ആർക്കും വരാനും പോകാനും ഉള്ളൊരു സംഭവം. പക്ഷേ ഈ ഓഫീസിൻ്റെ കാര്യത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഇവിടെ ആരും വന്ന് പോകുമ്പോഴും ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ എനർജി മാറുന്നു. അൽഹംദുലില്ലാ. കാരണം നമ്മൾ പറയുന്നതാകരുത് എനർജി, നമ്മളെ ഇടത്തിലേക്ക് വരുമ്പോൾ നമ്മളെ വീട്ടിലേക്ക് ഒരാൾ കയറുമ്പോൾ ആ ഫീൽ ചെയ്യണതാണ് നമ്മളെ എനർജി. അല്ലാണ്ട് നമ്മളിങ്ങനെ പറഞ്ഞല്ലേ ചായ ഉണ്ടാക്കി വെച്ചിരിക്കണേ ചോറുണ്ട് എടുക്കാട്ടോ എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ചോറും വെള്ളവും തന്നിട്ടില്ലെങ്കിലും വേണ്ടിയില്ല, അതിനർത്ഥം തരില്ല അല്ല ചായ ഇട്ടില്ലേ തരും, ഓക്കെ. അപ്പോൾ അത് കിട്ടിയില്ലെങ്കിലും വേണ്ടിയില്ല, നമ്മൾ എന്ത് എനർജിയാണ് ഫീഡ് ചെയ്യണതെന്നുള്ളതാ മാറ്റേഴ്സ്. അപ്പം അത് കിട്ടുമെന്ന് പറയുമ്പം എന്തുകൊണ്ട് അത് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് നമ്മൾ ഇത്രയും വർഷത്തെ അനുഭവം കൊണ്ട് ഹോൾഡ് ചെയ്ത ഇൻറ്റൻഷൻ്റെ പ്യൂരിറ്റി അവിടെ ഉണ്ടെങ്കിൽ അത് അവിടെ ഡെലിവർ ചെയ്യും, അത് അവിടെ കൺവേ ചെയ്യും. നമ്മൾ ഒരുമിച്ചിരിക്കുന്നിടത്ത് ആ ഒരുമിച്ചിരിക്കുന്ന ആൾക്കാരുടെ ഉദ്ദേശം മൊത്തം എനർജി ആയിട്ട് തളം കെട്ടി നിൽക്കും. അപ്പോൾ അത് കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്പോഴാണ് നമുക്ക് ഒന്നുകൂടി കൺവിക്ഷൻ വന്നത് വാട്ട് വി ആർ ഡൂയിങ് ഈസ് റൈറ്റ്, വാട്ട് വി ഹാവ് ബീൻ ഡൂയിങ് ഈസ് റൈറ്റ്. സോ വി ഹാവ് ടു സ്റ്റേ വിത്ത് ദാറ്റ് എക്സ്പീരിയൻസ് എന്നൊരു അവെയർനെസ്സും എന്നൊരു കൺവിക്ഷനും വരുന്നത്. സോ 2023 വി സ്റ്റാർട്ടഡ്, നമ്മൾ ഈ ഓഫീസിലേക്ക് വന്നു. ദെൻ മൂവിങ് ടു 2024. 2024 നമ്മൾ കടന്നപ്പം പിന്നെയുള്ള കാര്യങ്ങൾ ഡബിൾ ചെയ്യാൻ തുടങ്ങി. ദാറ്റ് മീൻസ് ഒരു വർഷത്തിൽ 2 ഇവൻറ്റ് അല്ലെങ്കിൽ 3 ഇവൻറ്റ് എന്ന രീതിയിലേക്ക് മെഗാ ഇവൻറ്റുകൾ നമ്മൾ 1, 2, 3 ആക്കിയിട്ട് അതിനെ സ്കെയിൽ ചെയ്യാൻ വേണ്ടി തുടങ്ങി എന്നുള്ളതാണ്. അത് അതിൻ്റെ നെക്സ്റ്റ് ഫേസ് ആയിരുന്നു. ആലോചിച്ചൊക്കെ ഒന്നാമത്തെ ട്രോമ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ, ഫസ്റ്റ് ഇവൻറ്റ് എന്തായിരുന്നു എന്നുള്ള അവസ്ഥ സ്റ്റേജിൽ കയറുമ്പം. പക്ഷെ അത് മാറിയിട്ട് നമ്മൾ അതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അത് കൊണ്ടുവരാൻ തുടങ്ങി. 2025 കടന്നപ്പോഴും എഗെയിൻ. പക്ഷേ 2024 നിന്നും 2025 എത്തുമ്പോഴേക്ക് ഗൈഡഡ് ടോക്ക് 250 ആഴ്ച പിന്നിട്ട് നമ്മൾ അറിഞ്ഞിട്ടില്ല. ഇതെപ്പോൾ നമ്മൾ ചെയ്തു, വി വർ ബിസി വിത്ത് ഡൂയിങ് ഓൾ ദോസ് തിങ്സ്. പക്ഷെ ഒരു കാര്യത്തിൽ നമുക്ക് മനസ്സിലായി, ഇതിൻ്റെ ഒക്കെ പിറകിൽ പ്രവർത്തിച്ചൊരു മാന്ത്രികതയുണ്ട്. ആ മാന്ത്രികതയിൽ ഒന്നും നമ്മൾ മനസ്സിലാക്കിയത് പ്യുവർ ഇൻറ്റൻഷനോട് കൂടി ആൾക്കാർ വന്നാലും ഇല്ലെങ്കിലും എല്ലാ ഞായറാഴ്ചകളിലും ഉറങ്ങാൻ സമയം ഉണ്ടായിട്ട്, റെസ്റ്റ് എടുക്കാൻ സമയം ഉണ്ടായിട്ട്, ശനിയാഴ്ച രാത്രി വരെ എല്ലാവർക്കും ഇവിടെ വർക്ക് ഈവനിങ് വരെ ഒക്കെ ഉണ്ടായിട്ടും ഒരു ഞായറാഴ്ച രാവിലെയുള്ളൂ ഒന്ന് ചിന്തിക്കാതെ ഞാനും എൻ്റെ കൂടെയുള്ള ടീം മെമ്പേഴ്സും ആ ദിവസവും മറ്റുള്ളവർക്ക് എന്തെങ്കിലും കൊടുക്കണം എന്ന് കരുതിയിട്ട് ഇവരെല്ലാവരും രാവിലെ ഉണർന്നിരിക്കുന്നു. അപ്പോൾ നമ്മൾ കൊടുത്ത കയറ്റി 250-ലേറെ ഞായറാഴ്ചകളിലെ രാവിലെ നമ്മൾ കൊടുത്ത ഊർജ്ജമാണ് നമുക്കതായിട്ട് തിരിച്ച് കിട്ടിയത് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് 2025 GT 250 ഒരു ഗ്രാൻഡ് പ്രോഗ്രാമായിട്ട് ഒരു സക്സസ് ആയിട്ടും നമുക്ക് നടത്താൻ പറ്റുന്നില്ല. അതിൽ നമുക്കുണ്ടായ വലിയൊരു തിരിച്ചറിവുണ്ട്. 250 ശേഷം നമ്മൾ അനലൈസ് ചെയ്തപ്പോൾ മനസ്സിലായി ഇതൊക്കെ തുടങ്ങിയത് ഗൈഡഡ് ടോക്കിലാണ്. എങ്കിൽ ഗൈഡഡ് ടോക്കിനെ ഇനിയും ഫ്ലറിഷ് ചെയ്യണം, ഗൈഡഡ് ടോക്കിനെ ഇനിയും എംപവർ ചെയ്ത് കൊണ്ടുവരണം എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ പ്രോഗ്രാം ഇപ്പം ഓഫ്ലൈനിലേക്ക് കൂടി 250 എടുത്ത തീരുമാനമാണ്. ഈ പ്രോഗ്രാം ഓഫ്ലൈനിലേക്ക് കൂടി കൊണ്ടുവരണം, ഈ പ്രോഗ്രാമിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകണം, ഇതിനൊന്നുകൂടി എക്സ്പാൻഡ് ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇങ്ങനെയൊക്കെ വന്നിരുന്നിട്ട് ഈ പ്രോഗ്രാംസ് സെറ്റ് ചെയ്യണം എന്നുള്ളതാണ്. സോ തുടങ്ങിയത് അവസാനിക്കാതെ നിങ്ങൾ ഏഷ്യൻ ടോക്സ് നോക്കുകയാണെങ്കിൽ തുടക്കത്തിൽ ഉണ്ടായിരുന്ന എന്താണോ അതൊക്കെ എപ്പോഴും ഇവിടെ ഉണ്ടായിരിക്കും, അതൊന്നും ഒഴിവാക്കി ഉണ്ടാവില്ല. ഇതറിയും ഏഷ്യൻ ടോക്സ് ഒക്കെ കുറേ മാറി, ഇതൊക്കെ മാറും, ഓഫീസ് മാറും, പരിപാടിൻ്റെ നേച്ചർ മാറൊക്കെ മാറും. GC മാറിയോ? ഇല്ല. മീൻസ് GCയുടെ നേച്ചർ മാറി. GC അവിടെ ഉണ്ട്, ഗാരറ്റോക്ക് അവിടെ ഉണ്ട്, എല്ലാ സാധനവും അവിടെ തന്നെ ഉണ്ട്. ഒന്നും എടുത്ത് ഇത് നിർത്താണ് കേട്ടോ എന്ന് അങ്ങനെ എടുത്ത് ഒഴിവാക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് ബേസിക് ആൻഡ് ഫൗണ്ടേഷൻ ലെവലിൽ. അതാണ് കൺസിസ്റ്റൻസി. കാരണം അതിലൊക്കെ നമ്മൾ അത്രയും സമയം എടുത്ത് സെറ്റ് ചെയ്തതായതുകൊണ്ടാണ് അതിലേക്ക് വരുമ്പോഴേക്ക് ആളുകൾക്ക് നല്ല ഇഫക്റ്റീവ് റിസൾട്ട് ഉണ്ടാണ്. പക്ഷെ ഞാൻ പറഞ്ഞു, വരുമ്പോൾ ഹൃദയം കൊണ്ടുവരണം, തലയെ പുറത്ത് അയച്ചു വെക്കണം. എന്തുകൊണ്ട് വരണം? ഹൃദയം കൊണ്ടുവരണം, തല എവിടെ വെക്കണം? അയച്ചു വെക്കണം. ഇവിടെ ഹൃദയം തുറന്നിരിക്കണം, പോണ വഴിക്ക് തല എടുത്തിട്ട് പോകും വേണം. ലാസ്റ്റ് തല ഇല്ലാണ്ട് പോരുത്. ഹൃദയത്തെ പിന്തുടരാൻ ഗൈഡ് പറഞ്ഞു, ഞാൻ കണ്ണൂട്ടി പോയേക്കട്ടെ എവിടെയെങ്കിലും എത്തിയാലും. നോ, ഹൃദയം തുറക്കുന്ന സമയത്ത് തലയെ അയച്ചു വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ആ ഒരു തല തിരിച്ചു പോകുമ്പോൾ എടുത്ത് കൊണ്ടുപോകാൻ വേണം, തലയില്ലാത്ത കളി കളിക്കരുത്. അപ്പം ഇത് ബാലൻസ് ചെയ്തിട്ട് പോകുമ്പം യു ക്യാൻ ഗെറ്റ് എനി കൈൻഡ് ഓഫ് റിസൾട്ട്, എനി സോർട്ട് ഓഫ് ട്രാൻസ്ഫോർമേഷൻ. ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് 2025 അങ്ങനെ ഇവൻറ്റുകളും അതുപോലെ തന്നെ നമ്മളെ 250 എന്ന പ്രോഗ്രാം 2026 250th GTയും ഒക്കെ സംഭവിച്ച് ഇന്നിപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് 9 ഇയേഴ്സിലാണ്.
അപ്പോൾ ഞാൻ നോക്കുന്നത് 9 വർഷം മുന്നേ ഞാൻ ഈ യാത്ര തുടങ്ങുമ്പം എനിക്കൊരു ട്രെയിനർ ആവാന്നുള്ള ആഗ്രഹമായിരുന്നു. പക്ഷേ ഞാൻ ആ സമയത്ത് ഏറ്റെടുക്കാൻ തയ്യാറായത് ഒരു നല്ല ട്രെയിനറിൻ്റെ കുപ്പായാണ് ഞാന്ന് മാത്രമാണ്. പക്ഷെ ഞാൻ അറിയാതെ തന്നെ എനിക്ക് നല്ലൊരു പാരൻറ്റിൻ്റെ കുപ്പായം ഇടേണ്ടി വന്നു. കാരണം എൻ്റെ കൂടെ കുറച്ച് കുട്ടികളുണ്ട്, ഇവരെ പാരൻറ്റ് കൂടി ആവണം, റൈറ്റ്? ആ പാരൻറ്റിൻ്റെ കുപ്പായം ഇട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് അത് മാത്രം പോരാ, ഒരു ഗ്രാൻഡ് പാരൻറ്റിൻ്റെ കുപ്പായം കൂടിയാണ്. കാരണം കുട്ടികളെ ഇങ്ങനെ കൊണ്ടെടുക്കണം കണ്ടപ്പോൾ കുട്ടികളുള്ള കുറേ പാരൻസ് എന്നിട്ട് നമ്മളെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ പാരൻസിനെ പഠിപ്പിക്കണം. അപ്പോൾ പാരൻസിനെ പഠിപ്പിക്കുന്നവരാരെ? ഗ്രാൻഡ് പാരൻസ്. അപ്പോൾ എനിക്കൊരു ഗ്രാൻഡ് പാരൻറ്റിൻ്റെ കുപ്പായം കൂടി ഈ ചെറിയ പ്രായത്തിലെടുത്ത് അണിയേണ്ടി വന്നു എന്നുള്ളതാണ്. അതുമാത്രമായിരുന്നില്ല, ഒരു ട്രെയിനർ കുപ്പായം അണിയണമെന്ന് പറഞ്ഞ് എനിക്ക് പാരൻ്റ് ആവേണ്ടി വന്നു. അതുപോലെ തന്നെ ഒരു ഗ്രാൻഡ് പാരൻറ്റിൻ്റെ റോൾ എടുക്കേണ്ടി വന്നു. അതുമാത്രമല്ല, ഇതൊക്കെ നോക്കി നടത്തി കൊണ്ടുപോകണമെങ്കിൽ ഒരു സ്ട്രക്ചർ വേണം. അപ്പോൾ എനിക്കൊരു ഓൺട്രപ്രണറിൻ്റെ റോൾ കൂടി എടുക്കേണ്ടി വന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചിട്ടവട്ടങ്ങളിൽ അതിനൊരു കമ്പനി ആക്കിയിട്ടൊക്കെ ചെയ്യേണ്ടി വന്നു. അല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ റൂൾസ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നപ്പോഴാണ് അതിന് ഉത്തരവാദിത്വത്തോടുകൂടി നടക്കാൻ പറ്റുക. അങ്ങനെ എനിക്കൊരു ഓൺട്രപ്രണറിൻ്റെ റോൾ എടുക്കേണ്ടി വന്നു. ഈ എല്ലാ റോളുകളും കൂടി തുന്നി ചേർത്ത് വെച്ചപ്പോൾ, ഇതെല്ലാം കൂടി സംഭവിച്ചപ്പോൾ ഒരു ഗൈഡ് എന്നുള്ള റോളിലേക്ക് വരേണ്ടി വന്നു. അപ്പം ഫോർ മീ ഹൂ ഈസ് എ ഗൈഡ് എന്ന് ചോദിക്കുന്ന സമയത്ത് ഐ ഡോണ്ട് നോ ഈസ് എ ഗൈഡ്, ബട്ട് ഫ്രം മൈ എക്സ്പീരിയൻസ് ഐ നോ ഒരു റോളല്ല, ഒരേ സമയത്ത് ഒരുപാട് റോളുകളെ തുന്നിച്ചേർത്ത് അലൈൻ ചെയ്യിപ്പിച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റുമ്പോഴാണ് മെൻറ്ററിന് മുകളിൽ നമ്മളൊരു ഗൈഡ് എന്ന റോളിലേക്ക് വരുന്നത്. സോ പാരൻറ്റ് ആവേണ്ടവർക്ക് ദേ ക്യാൻ എക്സ്പ്ലോർ ദാറ്റ് പാർട്ട്, നല്ല സ്റ്റുഡൻ്റ് ആവേണ്ടവർക്ക് ദേ ക്യാൻ എക്സ്പ്ലോർ ദാറ്റ് പാർട്ട്, നല്ല ഡിസിപ്ലിൻ ആവേണ്ടവർക്ക് ദേ ക്യാൻ എക്സ്പ്ലോർ ദാറ്റ് പാർട്ട്, നല്ല സ്പിരിച്വൽ ഇൻ്റലിജൻസിന് വേണ്ടി ദേ ക്യാൻ എക്സ്പ്ലോർ ദാറ്റ് പാർട്ട്. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് വി ഹാവ് ഓപ്പൺ ഹിയർ. ഇത് പ്ലാൻഡ് ആയിട്ട് ഓപ്പൺ ചെയ്തതല്ല, എന്നിലേക്ക് പോകുന്ന വഴിക്ക് വന്നു ചേർന്ന ഉത്തരവാദിത്തങ്ങൾ, റോളുകൾ ഏറ്റെടുത്തപ്പം ഇതെല്ലാം കൂടി അങ്ങനെ ആയിപ്പോയി എന്നുള്ളതാണ്. സോ ഇറ്റ് ഹാപ്പൻഡ്. അതാണ് നമ്മൾ പൂ ചോദിച്ചു, പഠിച്ചവൻ പറഞ്ഞ് ഈ പൂന്തോട്ടം നോക്കുകയാണെങ്കിൽ മാത്രം മതി, അല്ലാണ്ട് എനിക്ക് പൂ തരൂലാന്ന്. ഞാനെന്താ ചോദിച്ചത്? ഒരു പൂ തരുമെന്ന്. പഠിച്ചവൻ പറഞ്ഞ് നിനക്കൊരു പൂന്തോട്ടം തരും, അത് നോക്കി നടത്തും വേണം. അല്ല അങ്ങനെയല്ല, ഒരു പൂവല്ലേ ചോദിച്ചോളൂ. ചായ കുടിക്കാൻ ആരെങ്കിലും ഹോട്ടൽ തുടങ്ങും? നിനക്ക് ഹോട്ടൽ തുടങ്ങാൻ മാത്രമേ ഈ ചായ ഉള്ളൂ, പിന്നെ ഇപ്പം എന്താ ചെയ്യുക? എന്നാൽ പിന്നെ അങ്ങനെ എടുക്കേഷൻ എന്നുള്ള റോളിലാണ്. ബട്ട് ഇറ്റ് വാസ് നെവർ ഈസി. ഇതിൽ ഓരോ ഘട്ടത്തിലും നമ്മൾ മീറ്റ് ചെയ്യുന്ന ആൾക്കാർ, നമ്മളെ ലൈഫിലേക്ക് വരുന്ന ആൾക്കാർക്ക് ഓരോരോ പർപ്പസുകളുണ്ടായിരിക്കും. കാരണം 9 വർഷത്തെ യാത്രയിൽ ഓരോ തലത്തിലുള്ള ഓരോ ഇടങ്ങളിലുള്ള പല പല എക്സ്പീരിയൻസുകളുള്ള ആളുകളുണ്ട്. ചിലർ നമ്മളെ ഒരുപാട് പഠിപ്പിച്ചു, ചിലരെ നമ്മൾക്ക് ഒരുപാട് പഠിപ്പിക്കേണ്ടി വന്നു, ചിലർ അങ്ങോട്ടും ഇങ്ങോട്ടും സന്ദേശങ്ങൾ കൈമാറേണ്ടി വന്നു. അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ബന്ധങ്ങൾ. ഒന്ന് ആലോചിച്ചൊക്കെ, 9 വർഷം മുന്നേ എനിക്കൊന്ന് ഓടാമെന്ന് കരുതി ഞാൻ ഇറങ്ങിയപ്പം ചുറ്റിലാരും കണ്ടില്ല. ഇപ്പം ഒന്ന് മുന്നോട്ട് ഓടി നോക്കിയപ്പോൾ ഒരുപാട് ആൾക്കാരത് നമ്മളെപ്പോഴും ഓടുന്നവരായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ അച്ഛൻ കുട്ടിയോട് പറഞ്ഞതുപോലെ എന്നുള്ള. ഇപ്പോൾ എങ്കിൽ കൂടി ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞിട്ടാണ് ഞാൻ ഈ സെഷൻ കൺക്ലൂഡ് ചെയ്യണത്. കാരണം ഈ 9 വർഷം എത്ര പെട്ടെന്ന് ഇനിയും പറഞ്ഞതിൽ ഒരുപാടുണ്ട്. ഈ ഓരോ പിക്ചർ കാണിച്ച് ഞാൻ ഓരോ കഥ പറഞ്ഞു. ഓരോ പിക്ചറിലും ഐ ഹാവ് എ സ്റ്റോറി ടു ടെൽ, ഐ ഹാവ് എ വിസ്ഡം ടു ഷെയർ. ഓരോത്തിലും ഓരോ കാര്യത്തിലും എനിക്കൊരു വിസ്ഡം ഷെയർ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ 9 വർഷത്തെ ഈ ടോട്ടൽ യാത്ര ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യുമ്പം എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, നമ്മളിപ്പോഴും തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. അത് ഞാൻ പറഞ്ഞു, ട്യൂഷൻ ഒരു ലബോറട്ടറി ആയിരുന്നു, ഇങ്ങനെ വെക്കുന്നു. ഇപ്പോൾ ഇത്രയും കാലം നമ്മൾ ഈ സൊസൈറ്റി ചെയ്ത കാര്യം ഞാൻ ഇപ്പോൾ ആവർത്തിച്ച് പറഞ്ഞു, വി വർ എക്സ്പെരിമെൻറ്റിങ്, വി വർ ടെസ്റ്റിങ് ആൻഡ് വി വർ ലേണിങ്. ഇതെന്തിനേക്കാൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്നും അടുത്തൊരു ഫേസ് നമുക്ക് ഓപ്പൺ ആവുന്നുണ്ട്. ട്യൂഷനിൽ നിന്നും ട്രെയിനിങ്ങിലേക്ക് വന്നതുപോലെ ഈ ട്രെയിനിങ് എക്സ്പീരിയൻസും ഈ എക്സ്പോഷറും നമുക്കൊരു വിസ്ഡം തന്നിട്ടുണ്ട്. ഇതിൽ നിന്നും അടുത്തൊരു ഓപ്പണിങ്ങിലേക്ക് പോകാനുണ്ട്. അപ്പോഴായിരിക്കാം ഒരു പക്ഷേ നമ്മൾ തുടരുന്നത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം, ഞാൻ ഇന്നലെ മെൻറ്റേഴ്സിൽ പലരും ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, വി ഹാവ് എ ബിഗ് മിഷൻ ടു ഡു. ഒരു വലിയൊരു ഗ്ലോബൽ മിഷന് നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ മിഷനിലേക്ക് ചെയ്യണമെങ്കിൽ ഞാൻ പറയില്ലേ, ട്രെയിനറായിട്ട് മെൻറ്റേഴ്സിനെ മൗൾഡ് ചെയ്തെടുക്കാൻ 1-1.5 വർഷം അതിനെ നെല്ലും പതിരും വേർതിരിച്ചെടുക്കാൻ എടുത്തെങ്കിൽ, അതുപോലെ തന്നെ ആ സ്ട്രെങ്ത്താണ് ഇത്രയും നമ്മളെ കൊണ്ടുപോയതെങ്കിൽ, ഇതിനേക്കാളും വലിയൊരു മിഷനിലേക്ക് പോകണമെങ്കിൽ നമ്മൾ സൺ ബിഗ് ആവണം. സൺ ബിഗ് ആവണമെങ്കിൽ നമുക്ക് ഇനിയും പ്രിപ്പറേഷൻസ് ആവശ്യമുണ്ട്, നമുക്ക് ഇനിയും ട്രെയിനിങ്സ് ആവശ്യമുണ്ട്, നമ്മൾ ഇനിയും പഠിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ പഠിച്ചിട്ട് ഒരു കോണ്ടിനെൻ്റൽ എക്സ്പ്ലോറേഷൻ മോഡിൽ ചെയ്യാനുള്ള വലിയൊരു സംഭവം നമ്മളിവിടെ കുക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഓരോരുത്തരുടെ അനുഭവങ്ങളിലൂടെ, ഓരോരുത്തരുടെ പാഠത്തിലൂടെ. കഴിഞ്ഞ വർഷം കുറേ കാലം എത്രത്തോളം ആൾക്കാർ നമ്മൾ കണ്ടോ, ട്രെയിൻ ചെയ്തോ, അതൊക്കെ വി ഹാവ് നോട്ട് സ്റ്റാർട്ടഡ് യെറ്റ് എന്നുള്ളതാണ്. ഞാനിപ്പോഴും ഞാൻ എന്ത് ഐഡൻറ്റിറ്റിയിൽ വരണം എന്നുള്ളത് ഞാനിപ്പോഴും അറിഞ്ഞിട്ടില്ല. ബിക്കോസ് ഓരോന്നും എന്നെ ഓരോരോ ഐഡൻറ്റിറ്റീസിൽ അവെയർ ആക്കിക്കൊണ്ടിരിക്കുക. സോ സ്റ്റിൽ ഐ ആം സെർച്ചിങ്, സ്റ്റിൽ ഐ ആം സീക്കിങ് വേർ ദിസ് ഈസ് ഹെഡിങ് ടു. ബട്ട് ഇറ്റ്സ് എ ഗ്ലോബൽ പ്രൊസീജിയർ. ഇതൊരു ഗ്ലോബൽ പ്രോസസ്സാണ്. അതിൻ്റെ സമയം വരുമ്പം ഇന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കുറേ മുന്നേ യാത്ര തുടങ്ങി ഞാൻ മെൻറ്റേഴ്സിനോട് പറഞ്ഞതുപോലെ നിങ്ങൾ എഴുതി വെച്ചോ. ആ സമയത്ത് നിങ്ങൾ പറയും, അന്ന് 9ാമത്തെ വാർഷികത്തിന് പോയപ്പം ഗൈഡ് ഇങ്ങനെ ഒരു സാധനം പറഞ്ഞിരുന്നു, യെസ് അത് ഇതാണല്ലേ എന്ന് എന്തായാലും ഓർത്തിരിക്കേണ്ടി വരും. കാരണം വി നോ ദാറ്റ്
ഇറ്റ് ഈസ് ഡെസ്റ്റൈൻഡ് ഫോർ ദാറ്റ്. ഇന്നലെ ഞാൻ മെൻറ്റേഴ്സ് കുറച്ച് ആൾക്കാർ കൂടെ ഇവിടേക്കും ഞാൻ പറഞ്ഞു 9 വർഷത്തെ തപസ്സായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. വി വെയർ ഇൻ എ ഡീപ്പ് മെഡിറ്റേഷൻ. ഇതിൽ ജീവിക്കായിരുന്നു. 9 വർഷത്തെ തപസ്സിലായിരുന്നു എന്നുള്ളതാണ്. ആ തപസ്സിൻ്റെ ഊർജ്ജത്തെ പെട്ടെന്നൊന്നും ആർക്കും അടിച്ചു മാറ്റി പൊളിച്ചടിക്കൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം ഒരു അൺകോമ്പീറ്റബിൾ ആയിട്ടുള്ള ആ ഒരു സ്ട്രോങ് ഫൗണ്ടേഷനിലുള്ള അത്രയും തപം ചെയ്തെടുത്തതിൽ നിന്നും കടഞ്ഞെടുത്ത സാധനത്തിലാണ് വി ആർ ഗോയിങ് ടു എക്സ്പ്ലോർ. അപ്പോൾ അതിൻ്റെ എനർജി അത്രയും ഹൈ ആയിരിക്കുന്നില്ല, അത്രയും ഹ്യൂജ് ആയിരിക്കും എന്നുള്ളതാണ്. അത് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്താലൊന്നും സംഭവിക്കുന്ന കാര്യമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, ഞാൻ ഇങ്ങനെ ചോദിക്കുക, ഈ സമയം കൊണ്ട് ഇത്രത്തോളം പ്രോഗ്രാമുകൾ എങ്ങനെ ചെയ്യാൻ പറ്റും? ഇതൊക്കെ പ്രോഗ്രാംസാണ്, ഓരോരോ മൊമെൻറ്റുകളോ ഓരോരോ ഇവൻറ്റുകളോ കണ്ടിന്യൂസ്ലി. അത് ഫുള്ളൊന്നുമില്ല, ഞാൻ മനസ്സിലാക്കിയത് ഒരു 10 to 15 ഉള്ളൂ. കാരണം ഇതിൽ കൂടുതലുണ്ടായിരുന്നു. ഒരു 1.5 TB ഉള്ള സാധനം മൊത്തത്തിൽ പെട്ടെന്ന് അതിൻ്റെ ഡാറ്റ നഷ്ടപ്പെട്ടതുകൊണ്ട് അത് എടുക്കാൻ പറ്റിയില്ല. അതിപ്പോൾ റിക്കവറിക്ക് കൊടുത്തിരിക്കുകയാണ്. അതുകൂടി ഉണ്ടെങ്കിൽ ഈ സ്ഥലം മതിയാവില്ല. അപ്പോൾ അത് നഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രം കഷ്ടപ്പെട്ട് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുക എന്നുള്ളതാണ്. സോ ഹൗ ദിസ് ഹാപ്പൻഡ്? That is just because of the dedication, just because of the faith, just because of the surrenderance. Moreover, എല്ലാത്തിനും മുകളിലായിട്ട് the tawakkul that we have. അത് ഞാൻ എപ്പോഴും സറണ്ടർ. ഇറ്റ് ഇസ് സിംപ്ലി തവക്കുൽ. ഫോളോ യുവർ ഹാർട്ട്. നിങ്ങളുടെ ഹൃദയത്തിൽ എന്തെങ്കിലും മാന്ത്രികതയുണ്ടോ അറിയണോ? ഡെഡിക്കേറ്റ് ചെയ്യണം. പെയിനൊക്കെ നമുക്ക് വേണം. പെയിൻ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം, അതിന് ഓപ്പൺ അപ്പ് ചെയ്യണം. പക്ഷേ ഏത് പെയിൻ വന്നാലും അതിനെ ഓവർകം ചെയ്യാനുള്ള വിസ്ഡം അവിടെ ഉണ്ട്. ഇപ്പോൾ തന്നെ മെനി പീപ്പിൾ യൂസ് ടു കമൻറ്റ് പല നെഗറ്റീവ് കാര്യങ്ങൾ അത് ഇതൊക്കെ പറയും. നമുക്ക് എന്തുകൊണ്ട് അത് പ്രശ്നമാണില്ല? ഇതിലും വലുത് കേട്ടിട്ടാണ് തുടങ്ങിയത്. അതെവിടെ? ഇരിക്കുന്നിടത്ത്. ഈ പാലത്തിൻ്റെ തൊട്ടപ്പുറത്തായിരുന്നു. നമ്മളൊക്കെ ഈ നാട്ടുകാരാണ്. ഈ നാട്ടിൽ നിന്നും എന്തൊക്കെ കേട്ടിട്ടും അനുഭവിച്ചിട്ടും സഹിച്ചിട്ടാണ് നമ്മൾ തുടങ്ങിയത്. തീയിൽ കൊരുത്തത് എന്ന് പറഞ്ഞൊരു സാധനമില്ലേ, അതാണ്. എന്നുകൊണ്ട് ഇനി അപ്പുറത്തേക്ക് എന്ത് പറഞ്ഞാലും എന്ത് കേട്ടാലും എന്തുണ്ടായാലും ലൈഫ് തന്നൊരു എക്സ്പീരിയൻസ് ഉണ്ട്. ദാറ്റ് മാറ്റേഴ്സ്. സംസാരിക്കാനും പറയാനും എളുപ്പമാണ്, പക്ഷേ എക്സ്പീരിയൻസ് ഉണ്ടാക്കൽ എളുപ്പമല്ല. അത് 9 വർഷത്തെ തപസ്സുകൊണ്ട് ഉണ്ടാക്കിയതാണ്. അത് പൊളിക്കണമെങ്കിൽ അതേ തപത്തിലൂടെ പോകണം, അതേ മനനത്തിലൂടെ പോകണം, അതേ അനുഭവത്തിലൂടെ പോകണം. അങ്ങനെ മാത്രമേ അത് സംഭവിക്കുള്ളൂ. 266 ഞായറാഴ്ചകളോളം ഇങ്ങനെ ഇരുന്നതും ഒരു തപസ് തന്നെയാണ്, ഒരു മെഡിറ്റേഷൻ തന്നെയാണ്. റൈറ്റ്? അവിടെ നമ്മൾ ആൾക്കാരെ കുറ്റം പറയല്ല, മറ്റുള്ളവരുടെ ഗോസിപ്പ് പറയല്ല, അവരുടെ കുറവുകൾ പറയല്ല, അവർ ശരിയല്ല എന്ന് പറയല്ല, ഇവരെ കൂടെ പോകരുതെന്ന് പറയല്ല, അവർ നിങ്ങളെ വഴി തെറ്റിക്കുന്നു പറയല്ല. അങ്ങനെ ഒരു വാക്ക് എൻ്റെ സംസാരത്തിൽ ഇന്നേ വരെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കില്ല. നമ്മൾ സ്നേഹം പറയാം, മനുഷ്യനാവാം, കുട്ടിയാകാം എന്ന രീതിയിലിരിക്കുക. ചില സമയത്ത് ഇതൊക്കെ പഠിച്ചവരിൽ നിന്ന് തന്നെ ചില സംസാരങ്ങൾ വരുമ്പോൾ ഞാൻ പറയും, പഠിപ്പിക്കുന്ന സമയത്ത് മനുഷ്യനാവുക എന്നുള്ളത് ആ കുട്ടി പഠിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ പഠിപ്പിച്ചവനെ മനുഷ്യനായി കാണാൻ ആ കുട്ടി മറന്നുപോയി. ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് ആദ്യം പറയൽ മനുഷ്യരായി കാണണേ എല്ലാവരും കണ്ടു. ചില ഘട്ടത്തിലെത്തുമ്പം പഠിപ്പിച്ച ആൾ മനുഷ്യനാളുകൾ മാത്രം മറന്നുപോയി. അതുകൊണ്ട് പഠിപ്പിച്ച ആൾ കുറ്റക്കാരായിട്ട് മാറുന്നു. അതാണ് ഏറ്റവും വലിയ മറന്നു പോകുന്ന പാടെന്നുള്ളത്. അതൊരിക്കലും മറക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പം ഇവിടെ നമ്മൾ എപ്പോഴും സംസാരിക്കുന്നത് ബി എ ഹ്യൂമൻ. ഇന്നത്തെ മെഡിറ്റേഷൻ ബി എ ചൈൽഡ്, അറിയുക. ഇതല്ലാണ്ട് വേറെ എന്താ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? വേറൊരാൾ നശിക്കട്ടെ, വേറൊരാൾ ഇല്ലായ്മ സംഭവിക്കട്ടെ, അവരങ്ങനെയാകട്ടെ, അല്ലെങ്കിൽ ഇവരെങ്ങനെയാണ് കേട്ടോ, ഇത് ശരിയല്ല കേട്ടോ, അതിൻ്റെ ഒപ്പരം വേണ്ടട്ടോ. അങ്ങനത്തെ ഒരു സംസാരങ്ങളെ ഇല്ലാത്ത സംസാരങ്ങളാണ് കഴിഞ്ഞ 266 ഗൈഡ് ടോക്ക്. അതിലൊരു പ്യൂരിറ്റി ഉണ്ട്, അതിലൊരു ക്വാളിറ്റി ഉണ്ട്, അതിലൊരു ഡെപ്ത് ഉണ്ട്. സോ കണ്ടിന്യൂ. എന്താണ് നിങ്ങളെ പിടിച്ചു നിർത്തുന്നത് ഈ യാത്രയിൽ തുടരാൻ? എന്താണ് നിങ്ങളെ ഒരു ഞായറാഴ്ചത്തെ ഈ കുറഞ്ഞ സമയം ഒന്ന് വന്നിരുന്നിട്ട് നിങ്ങളൊന്ന് അലൈൻ ചെയ്യിപ്പിക്കുന്നതിലും എന്ത് കാര്യമാണ് നിങ്ങളെ പിറകോട്ടടിപ്പിക്കുന്നത്? എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ സ്ഥിരമായിട്ട് വന്നാലും നിങ്ങൾ സ്ഥിരമായിട്ട് വന്നിട്ടില്ലെങ്കിലും നമ്മൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു അസ്ഥിരത തോന്നുമ്പോൾ അത് ആ അസ്ഥിരതയിൽ നിന്നും സ്ഥിരതയിലേക്ക് കയറാൻ നമ്മളെപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കും. നിങ്ങളുടെ അസ്ഥിരതകളെ സ്ഥിരതകളിലേക്ക് ആക്കാൻ വേണ്ടി നമുക്ക് സ്ഥിരമായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ അസ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളും നമ്മളും ചിഹ്ന ഭിന്നമായി പോകുന്നില്ല. അപ്പം നമ്മൾ തുടർന്നുകൊണ്ടേ ഇരിക്കുക. ചിലർ കൺസിസ്റ്റൻ്റ് ആയിട്ട് വരുന്നു പോകുന്നു, കൺസിസ്റ്റൻസി തട്ടുമ്പോൾ വീണ്ടും വരുന്നു പോകുന്നു. നിങ്ങൾക്ക് സുഖം അലൈൻമെൻറ്റ് ചെയ്യാൻ, നിങ്ങളുടെയൊക്കെ ആവശ്യമാകുന്ന സമയത്തുള്ള അലൈൻമെൻറ്റ് നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ എത്രത്തോളം ഡെയിലി അലൈൻഡ് ആകാൻ വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട് എന്നുകൂടി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉദ്ദേശ ശുദ്ധിയിലേക്ക് നോക്കുക എന്നതാണ്. അല്ലെങ്കിൽ മരുഭൂമിയിൽ കണ്ട മരീചിക പോലെ ഒരു പക്ഷേ നമ്മൾ തെറ്റിദ്ധരിച്ചിട്ട് മരവിച്ച് പോകും നമ്മുടെ ജീവിതം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും സ്നേഹം, എല്ലാവർക്കും നന്ദി. എല്ലാവരെയും എന്നും സ്നേഹത്തിലുണ്ട്, ഓർമ്മയിലുണ്ട്, നന്ദിയിലുണ്ട്. നമ്മളെ വളർത്തിയതിന്, നമ്മളെ സ്നേഹിച്ചതിന്, നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് എന്നതാണ്. കാരണം ഇവിടെ ഉണ്ടാക്കുന്ന ഓരോരുത്തർക്കും നമ്മളോട് കാണിക്കുന്ന സ്നേഹം നമുക്കറിയാം. അത് ജസ്റ്റ് ഒരു സ്നേഹമല്ല, അത് ഹൃദയത്തിൽ തട്ടുന്നതാണ്, അത് ഇമ്പാക്റ്റ് എന്ന് വരുന്നതാണ്. ഇംപ്രസ് ചെയ്ത് ഉണ്ടാക്കിയതല്ല, നിങ്ങളുടെ ഹൃദയത്തിൽ സ്പർശിച്ച ഇമ്പാക്റ്റും തരുന്നതാണ്. പലരും ഏഡിയൻ ഡോഗ്സ്, ഗൈഡ് ഇങ്ങനെയൊക്കെ പറയുന്ന സ്റ്റാറ്റസ് ഇടുമ്പോൾ എന്താ നിനക്ക് ഭ്രാന്താണ്, എന്താ അതിന് മാത്രം എന്ന് ചോദിക്കുമ്പോൾ അത് പറയാൻ അറിയില്ലെങ്കിൽ കൂടി അതിലുള്ള കാര്യം എന്താ നമുക്കറിയാം, അതൊരു ഇമ്പാക്റ്റ് എന്ന് വന്നതാണ്.
ആ ഇമ്പാക്റ്റാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വി ഡോണ്ട് വാണ്ട് ടു ഇംപ്രസ്, വി ജസ്റ്റ് വാണ്ട് ടു മേക്ക് ഇമ്പാക്റ്റ്. ഇമ്പാക്റ്റുകളെ പറ്റിയിട്ട് ഞാൻ ഇന്നലെ മെൻറ്റേഴ്സിനോട് പറഞ്ഞു കൊടുത്തൊരു കാര്യമുണ്ട്. ഒരാളുടെ ഹൃദയത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് പിന്നെ പൊളിക്കാൻ കഴിയില്ല. ഏത് കൊടുങ്കാറ്റ് വെച്ചാലും എന്ത് വന്നാലും അത് പൊളിക്കാൻ കഴിയില്ല. അതിൽ ചിലപ്പോൾ പൊടിയൊക്കെ വെച്ച് മൂടും. പക്ഷേ 10 പേരിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കി 10 കൊല്ലം കഴിഞ്ഞാൽ ആ 10 പേരിൽ നിങ്ങൾ ഉണ്ടാക്കി വെച്ച ഇമ്പാക്റ്റ് 10 കൊല്ലം കഴിയുമ്പം 10,000 കണക്ട് ചെയ്യും. ഞാൻ 9 വർഷം കണക്ട് ചെയ്തത് പറഞ്ഞില്ലേ, അതുപോലെ 10 ഹൃദയത്തിലാണ് നിങ്ങൾ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെങ്കിൽ വി വാണ്ട് ടു മേക്ക് ഇമ്പാക്റ്റ് ഇൻ മില്യൺസ്. അതിന് ഒറ്റയടിക്ക് മില്യൺസ് ഓഫ് ആൾക്കാർ നമുക്ക് താങ്ങൂല. നമുക്ക് ഘട്ടം ഘട്ടമായി തന്നെ വർഷങ്ങൾ എടുത്തിട്ട് തന്നെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുള്ളൂ. ഇംപ്രസ് ചെയ്യാനുള്ള വഴികൾ നമുക്ക് നന്നായിട്ട് അറിയാം. ദാറ്റ് വി ഡോണ്ട് വാണ്ട്, വി വാണ്ട് മേക്ക് ഇമ്പാക്റ്റ്. അപ്പോൾ അതൊരു 10,000 ആകുമ്പോൾ, അതൊരു 1,00,000 ആകുമ്പോൾ, അതൊരു മില്യൺ ആകുമ്പോൾ നമ്മൾ ഇവിടുന്ന് കാലഹരണപ്പെട്ടു പോയാലും നമ്മുടെ കാലശേഷവും അതൊരു പ്രസ്ഥാനമായി, അത് വലിയൊരു ശൃംഖല, ഒരു പടുവൃക്ഷമായിട്ട് ഇവിടെ അലിയോലി കൊണ്ടുകൊണ്ടേയിരിക്കുമെന്നുള്ളതാണ്. അത്തരത്തിലുള്ള ഇമ്പാക്റ്റുകളുടെ ഭാഗമാകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. അതിൻ്റെ ഭാഗമാകാമെന്ന് നിങ്ങൾക്ക് എല്ലാവിധ വിശ്വസും എല്ലാവിധ ബ്ലെസ്സിങ്സും എല്ലാ സ്നേഹവും അറിയിക്കുന്നു. ഒപ്പം ഈ നിമിഷത്തിൽ എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത എൻ്റെ ഗുരുക്കന്മാരുണ്ട്. അവരോടൊക്കെ ഞാൻ ഒരിക്കൽ കൂടി, ഗുരുക്കന്മാരെ ഞാൻ മറക്കൂല, കാരണം എൻ്റെ എല്ലാ ക്ലാസ്സിലും എൻ്റെ ഗുരുക്കന്മാരെ പറയാറുണ്ട്, പറയാതെ നടത്താറില്ല. അതൊരു നന്ദികേടെന്ന് ഞാൻ മനസ്സിലാക്കണം. അതുകൊണ്ട് എൻ്റെ എല്ലാ സെഷൻസിലും അറിയാതെ എൻ്റെ വായന എൻ്റെ ഗുരുക്കന്മാരുടെ പേരുകൾ വന്നുകൊണ്ടിരിക്കും. ഒരു സ്പെഷ്യൽ നന്ദിയുടെ ആവശ്യം അവർക്കില്ല എൻ്റെ മനസ്സിലെപ്പോഴും. എങ്കിൽ കൂടി എന്നെ വായന നടത്തിയ എൻ്റെ എല്ലാ ഗുരുക്കന്മാർക്കും ഈ 9ാമത്തെ വർഷത്തിൻ്റെ യാത്രയുടെ അവസരത്തിൽ പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളോട് ഞാൻ ഓൾറെഡി പറഞ്ഞു, എടുത്തു പറയേണ്ടവരാണ് എൻ്റെ കൂടെ നടക്കുന്ന എൻ്റെ കുട്ടികളാകുന്ന മെൻറ്റേഴ്സ്. ഓരോരുത്തരുടെയും ഡെഡിക്കേഷൻ, ഓരോരുത്തരുടെയും ഒരുപാട് ഉറക്കമൊഴിച്ച രാത്രികൾ, ഒരുപാട് പ്രയാസങ്ങൾ, ഒരുപാട് ചീത്ത കേൾക്കലുകൾ, ഒരുപാട് ക്രിറ്റിസിസം, അതൊക്കെ സർവൈവ് ചെയ്തത് ഒരൊറ്റ ആളെ കണ്ടിട്ടാണ്. ഞാനെന്നൊരു വ്യക്തിയെ കണ്ടു മാത്രമാണ് അവരതൊക്കെ ഹോൾഡ് ചെയ്തുകൊണ്ടിരുന്നില്ല, വേറെ ഒന്നും കണ്ടിട്ടില്ല. അതിലെനിക്ക് അവർക്ക് 5 പൈസ പോലും കൊടുക്കാനില്ലാത്ത നിമിഷങ്ങളുണ്ട് ആദ്യത്തെ 3-4 വർഷങ്ങൾ. ആ സമയത്തും എന്ത് കിട്ടിയിട്ടാന്ന് ചോദിക്കുമ്പോൾ എന്തിനാന്ന് ഉത്തരം ഇല്ലാണ്ട് അവർ നിന്നിട്ടുണ്ടെങ്കിൽ അവരെന്നും എൻ്റെ കരളിൻ്റെ കഷ്ണമോ അല്ലെങ്കിൽ എൻ്റെ ജീവൻ്റെ ജീവനോ ഞാൻ എപ്പോഴും പറഞ്ഞിരിക്കുന്നതാണ്. നമുക്കൊക്കെ ചില ഹോട്ട്സ്പോട്ടുകൾ ഉണ്ടായിരിക്കും. ചില സമയത്ത് നമ്മളിലെ ഡിവിനിറ്റി ഓണാക്കാൻ നമുക്ക് സ്നേഹത്തിൻ്റെ ഭാവത്തിൽ പോകണം. എനിക്ക് പഠിച്ചോൻ തന്നെ വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നത് 2 കാര്യങ്ങളെ കൊണ്ട് എനിക്ക് പെട്ടെന്ന് ലവ് ഡിവിനിറ്റി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഒന്ന്, എൻ്റെ ഗുരുക്കന്മാർ എനിക്ക് തന്ന സ്നേഹം, അവരെന്നെ വിളിക്കുന്ന ഹാദി എന്നുള്ള വിളിയും അവരെന്നോട് സ്നേഹത്തോടു കൂടി കരുതിയ ചില നിമിഷങ്ങൾ ഓർക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് കണക്റ്റഡ് ആവും. എൻ്റെ കണ്ണ് നിറയും, എനിക്ക് ഗൂസ് ബംസ് വരും, ആ ഗൈഡഡ് കണക്ഷൻ കിട്ടും. അവിടെ നിൽക്കുന്നില്ല. മറ്റൊരു വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ മദേർലി കെയർ കൊടുക്കുന്ന ഇടത്തെ പറ്റി ചിന്തിക്കുമോ, എനിക്കൊരു മദേർലി ഓർ ഫാദേർലി കെയർ എൻ്റെ കുട്ടികൾക്ക് ഇങ്ങനെ കൊടുത്തതുകൊണ്ട് അവരെ പറ്റി ഞാൻ ഇങ്ങനെ ഓർത്തിരിക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് സെയിം തിങ് കിട്ടും. സോ ഐ ഹാവ് ഡബിൾ ഓഫർ കിട്ടിയതുപോലെയാണ്. ഒന്ന്, എൻ്റെ മാസ്റ്റേഴ്സ് ആൻഡ് ഗൈഡഡ് ഫിഗേഴ്സ്, അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ ഐ ഗെറ്റ് ദാറ്റ് കണക്ഷൻ. അതുപോലെ തന്നെ എൻ്റെ കുട്ടികൾ, അവരോടുള്ള എൻ്റെ സ്നേഹം, അവരെന്നോട് കാണിക്കുന്ന സ്നേഹം, അവരുടെ ആത്മാർത്ഥത, ഒരു ലെവലേഷൻ പോലും സംശയിക്കാതെ എന്താണ് എപ്പോഴാണ് എവിടെയാണ് വേണ്ടതെന്ന് പറയുമ്പോൾ അത് വേണ്ട വിധത്തിൽ, ഞാനിതൊന്നും പറഞ്ഞിട്ടില്ല, എന്താണ് എവിടെയാണ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അവരത് എടുത്ത് ചെയ്തിട്ട് അതിനുവേണ്ടി പരിപൂർണമായിട്ടുള്ള ഡെഡിക്കേഷൻസ് കാണിക്കുന്ന, എൻ്റെ ഉള്ളിലെ സ്നേഹം എന്താണെന്ന് എന്നെ അറിയിക്കുന്ന, എനിക്ക് സ്നേഹിച്ചുകൊണ്ട് അറിയിക്കാൻ പറ്റുന്ന എൻ്റെ കുട്ടികൾ. അവരെന്നോട് ചോദിക്കലുണ്ട് ഗൈഡിന് എന്താ വേണ്ടേ, ഞാൻ അവരോട് പറയും എനിക്ക് സ്നേഹിക്കാനായിട്ട് നിങ്ങൾ അവിടെ ഉണ്ടായാൽ മതി. ഐ ജസ്റ്റ് വാണ്ട് യു ബി ദർ just to love you because the love I have you. എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം ശരിക്കും പറഞ്ഞാൽ ഞാൻ അറിയുന്ന പഠിപ്പിക്കുന്ന സ്നേഹത്തിൻ്റെ ഭാവത്തിൻ്റെ ഒരു ഔന്നിത്യത്തിൽ എന്നെ കൊണ്ടുപോകുന്നുണ്ട്. സോ എനിക്ക് സ്നേഹിക്കാനായിട്ട് നിങ്ങൾ അവിടെ ഉണ്ടായാൽ മതി, വേറൊന്നും വേണ്ട. അതില്ലാണ്ടാകുമ്പോഴാണ് ഞാൻ നഷ്ടത്തിലാകുന്നതെന്ന് പറയാറുണ്ട്. ആ സ്നേഹം കൂടി ചേർത്ത് തുന്നിക്കെട്ടിയതാണ് ഈ ടീമിൽ നിന്ന് കൂടി നിങ്ങൾ ഓർക്കണം. അല്ലാണ്ട് ഒരു നിയമങ്ങളും പ്രൊഫഷണലിസം മാത്രം വെച്ച് തുന്നിക്കെട്ടിയാൽ ഇത് എവിടെ എത്തൂല. അതുകൊണ്ട് ഒരൊറ്റ കാര്യം അവസാനത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ചില കാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ അഴിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, അതിനൊരിക്കലും മുറിച്ചെടുക്കരുത്. പല പ്രശ്നങ്ങൾ വരും മുന്നോട്ട് പോകുമ്പോൾ, ഒരുമിച്ച് പോകുമ്പോൾ. അപ്പം മുറിച്ചൊഴിവാക്കരുത്, അഴിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും. നമ്മളങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സ്നേഹം കൊണ്ട് അഴിച്ചെടുത്തിട്ടുണ്ട്. സ്നേഹം ഇല്ലാണ്ടിരിക്കുമ്പോഴാണ് അഴിച്ചാൽ കിട്ടാത്ത നമ്മൾ മുറിച്ച് കളയുക. സ്നേഹത്തിലാകുമ്പം സ്നേഹത്തോടു കൂടി നമ്മളിങ്ങനെ അഴിച്ചെടുക്കും. ഇവരിലൊക്കെ അൺലേൺ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഈ യാത്രയ്ക്ക് ചേർന്നതല്ലാത്ത, അതൊന്നും തന്നെ മുറിച്ച് മാറ്റിയതല്ല. സ്നേഹത്തിൽ ഇങ്ങനെ തൊട്ടപ്പം അത് അഴിച്ചെടുക്കാൻ നല്ല രസമായിരുന്നു. അതുകൊണ്ട് അഴിച്ചെടുക്കാൻ പറ്റുന്നത് മുറിച്ചെടുക്കാതിരിക്കുക എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻസ് സ്നേഹപൂർവ്വം ഇവിടെ അവസാനിപ്പിക്കുകയാണ്.